കൃഷ്ണാമനമോഹന ചിത്തചോരാരാധാ ജീവന. കൃഷ്ണാമനമോഹന ചിത്തചോരാരാധാ ജീവന. കൃഷ്ണാമനമോഹന ചിത്തചോരാരാധാ ജീവന. കൃഷ്ണാമനമോഹന ചിത്തചോരാരാധാ ജീവന. വൃന്ദാവന സഞ്ചാരി ഗോവർദ്ധന ഗിരിധാരി. വൃന്ദാവന സഞ്ചാരി ഗോവർദ്ധന ഗിരിധാരി. വൃന്ദാവന സഞ്ചാരി ഗോവർദ്ധന ഗിരിധാരി. വൃന്ദാവന സഞ്ചാരി ഗോവർദ്ധന ഗിരിധാരി. ഹൃദയ വിഹാരി ഹരി നാരായണ. ഹൃദയ വിഹാരി ഹരി നാരായണ. ഹൃദയ വിഹാരി ഹരി നാരായണ. ഹൃദയ വിഹാരി ഹരി നാരായണ. നാരായണ ഹരി നാരായണ. നാരായണ ഹരി നാരായണ. നാരായണ ഹരി നാരായണ. നാരായണ ഹരി നാരായണ. കൃഷ്ണാമനമോഹന ചിത്തചോരാരാധാ ജീവന. കൃഷ്ണാമനമോഹന ചിത്തചോരാരാധാ ജീവന. വൃന്ദാവന സഞ്ചാരി ഗോവർദ്ധന ഗിരിധാരി. വൃന്ദാവന സഞ്ചാരി ഗോവർദ്ധന ഗിരിധാരി. ഹൃദയ വിഹാരി ഹരി നാരായണ. ഹൃദയ വിഹാരി ഹരി നാരായണ. നാരായണ ഹരി നാരായണ. നാരായണ ഹരി നാരായണ. നാരായണ ഹരി നാരായണ. നാരായണ ഹരി നാരായണ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്ന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം അതിലെ പ്രഥമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രഥമസ്കന്ധം പീഠികയാണ്. നമ്മളെയൊക്കെ ഭാഗവതം കേൾക്കാനുള്ള അർഹത നമ്മളൊക്കെ നേടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒന്നാമത്തെ സ്കന്ധം തന്നെ നമ്മളെയൊക്കെ പരീക്ഷിത്തുമാരാക്കുകയാണ്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകത്തിൽ പരമമായ സത്യത്തെ ധ്യാനിക്കണം എന്ന് പറഞ്ഞ് ആരംഭിച്ചു. ആ പരമമായ സത്യത്തെ ധ്യാനിക്കണമെങ്കിൽ ധർമ്മം അനുഷ്ഠിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അതാണ് അർഹത. അത് വർണ്ണിച്ചു. ഭാഗവതത്തിലെ വിഷയമെന്ത്, നമ്മളായിട്ടുള്ള ബന്ധം എന്താണ്, ഈ ഭാഗവതം പഠിച്ചാലുള്ള പ്രയോജനം എന്താണ് ഒക്കെ വർണ്ണിച്ചു. അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം ഇത്രയും പറഞ്ഞിട്ടാണ് നല്ല ശാസ്ത്രങ്ങളൊക്കെ ആരംഭിക്കുക. ആരാണ് ഭാഗവതം കേൾക്കാൻ അധികാരി എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സാവണം, SLC ബുക്ക് അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ പേര് വരണം, 18 വയസ്സ് കഴിയണം, പുരുഷനാവണം, അല്ലെങ്കിൽ 85 വയസ്സ് കഴിയണം, അങ്ങനെയൊന്നുമില്ല. നിർമ്മത്സരാണാം സതാം വേദ്യം, മത്സരബുദ്ധി പാടില്ല. സതാം വേദ്യം, സജ്ജനങ്ങളാവണം. മത്സരിക്കാനില്ല, നല്ല ശ്രദ്ധ, വിനയം ഇത്രയുണ്ടെങ്കിൽ ഭാഗവതം കേൾക്കാനുള്ള അർഹത നേടിക്കഴിഞ്ഞു. അതാണ് അധികാരി. എന്താണ് വിഷയം? വിഷയം ഇവിടെ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. ഇവിടെ വസ്തുവാണ് ആ പരബ്രഹ്മം അല്ലെങ്കിൽ ആനന്ദസ്വരൂപമാണ് ഇവിടെ വിഷയം. അത് കേട്ടാൽ എന്താ ലാഭം? അപ്പോഴാണ് ഇവിടെ താപത്രയോന്മൂലനം. എന്താണ് പ്രയോജനം? ഭാഗവതം കേട്ടാൽ ദുഃഖങ്ങൾ തീരും. ദുഃഖമില്ലാണ്ടി ആവാനാണ് ഈ ഒരു ശാസ്ത്രം പഠിക്കുന്നത്. ദുഃഖം ഇപ്പം ഇല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യമില്ല, പോരാ ഇനി വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പഠിക്കേണ്ട കാര്യമില്ല. ഇനിയും വരാലോ. എപ്പോഴാണ് പരീക്ഷ നമുക്കറിയില്ല. എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാൽ എളുപ്പമാണ്. എപ്പോഴെങ്കിലും ഒന്ന് പരീക്ഷ വരും. എന്തായാലും ആരും ഈ പരീക്ഷ ഇല്ലാണ്ട് മുന്നോട്ട് പോകില്ല. ചിലർക്ക് നേരത്തെ വരും, ചിലർക്ക് കുറേ വൈകിട്ടായിരിക്കും. പക്ഷേ എപ്പോഴും ഒരു പരീക്ഷ നമ്മൾ കാത്തിരിക്കണം. എപ്പം വേണമെങ്കിലും വരാം. അപ്പോൾ എന്നും പഠിച്ചുകൊണ്ടിരുന്നാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് എന്നും ഈ ഒരു ഭാഗവതം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ഈ ആധ്യാത്മിക വിഷയം കയ്യിൽ നിന്ന് പോവാതെ നോക്കിയാൽ എവിടെ എത്തിയാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. ചൊവ്വയിൽ പോയാലും ചന്ദ്രനിൽ പോയാലും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതില്ലാണ്ട് ചൊവ്വയിൽ പോയിട്ട് കാര്യമില്ല, അത് വേറെ വിഷയം. അതുകൊണ്ട് താപത്രയോന്മൂലനം, താപത്രയം തീരും ഈ ഭാഗവതം കേട്ടാൽ. ദുഃഖം പിന്നെ ഉണ്ടാവില്ല.
ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പിന്നെ പറഞ്ഞു, നമ്മൾ ഇന്നലെ കേട്ടു ആ ഭാഗം. നൈമിഷയ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ, ശൗനകാദ ഋഷീശ്വരന്മാർ യാഗം ചെയ്യുന്നു. സ്ഥലം നൈമിഷാരണ്യം, നല്ല ശുദ്ധമായിട്ടുള്ള സ്ഥലമാണ്. നമ്മളെ കഥ തന്നെയാണ് പറയണത്, വ്യംഗ്യമായിട്ട് നമ്മുടെ കഥ പറയുകയാണ്. യാഗം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനൊരു എത്ര കാലമായി ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഓരോരുത്തർക്ക് ഓരോന്നാണ് ശ്രേഷ്ഠം തോന്നുന്നു, ആ ജോലി ചെയ്യുന്നു. നമുക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ജോലി കേമം തന്നെയാണ് അനു, അല്ലേ? പിന്നെ ആ ജോലിയിൽ ഏറ്റവും കേമം എന്നാണ് പറയുക. ആയിക്കോട്ടെ, ചെയ്യുന്നു. പക്ഷേ ഇതുവരെയും തൃപ്തിയൊന്നും അങ്ങനെ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. അതാണ് ഇവിടെ വിഷയം. ശൗനകാദ ഋഷീശ്വരന്മാർ സ്വർഗം ആഗ്രഹിച്ചും കൊണ്ട്, അല്ലല്ല, സ്വർഗായ ലോകായ, സ്വർഗത്തിലുള്ളവർ പോലും ആഗ്രഹിക്കുന്ന ലോകം. എന്താ അത്? സ്വർഗത്തിലുള്ളവർ പോലും ആഗ്രഹിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ശാന്തിയായിരിക്കും. എന്താണ്? വലിയ പണക്കാർ പോലും ആഗ്രഹിക്കുന്ന ലോകം ഏതായിരിക്കും? സമാധാനം. അത് എന്താ? പണമുണ്ട്, പ്രശസ്തിയുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്. എന്നിട്ടും അവരെന്തോ ആഗ്രഹിക്കുന്നുണ്ട് പറഞ്ഞാൽ എന്തായിരിക്കും? അവർ ശാന്തി ആഗ്രഹിക്കുന്നു. ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ അർത്ഥം ശാന്തി, സമാധാനം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്വർഗായ ലോകായ സഹസ്രസമമാസത. എത്ര കാലമായി തുടങ്ങിയിട്ട് യാഗം? സഹസ്രസമം, ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞു. അത്രയൊക്കെ ആയുസ്സുണ്ടാവുമോ? പണ്ടങ്ങനെ ഉണ്ടെന്നാണ് പറയുക. എന്താണ്? അതൊക്കെ അങ്ങനെ പറയണമെന്നേ ഉള്ളൂ. കാലും ദേശമൊക്കെ നമുക്കിപ്പോൾ ആപേക്ഷിക്കല്ലേ, അല്ലേ? എത്ര കാലമായി നമ്മളിപ്പോൾ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ടല്ലേ? എത്ര കാലമായി. സന്തോഷമായിട്ടിരിക്കുമ്പോൾ വേഗം കഴിഞ്ഞതുപോലെ തോന്നും, ദുഃഖമായിട്ടിരിക്കുമ്പോൾ പോവാത്ത പോലെയും തോന്നും. എന്താ നീങ്ങാത്തു? ഇത്ര നേരമായി ഇത്, ഈ സമയം കണ്ട് പോകണില്ലല്ലോ തോന്നും. സന്തോഷമായിട്ടിരിക്കുമ്പോൾ 2.5 മണിക്കൂർ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് എന്നും തോന്നും. അതുകൊണ്ട് കാലമൊന്നും വലിയ വിഷയമല്ല. ഇനി പോട്ടെ, അതല്ലെങ്കിലോ നമ്മൾ ഈ ജന്മം മാത്രമല്ല, എത്രയോ ജന്മങ്ങളായിട്ട് നമ്മളിതാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇതുവരെ അതിനൊരു അവസാനം ആയിട്ടില്ലല്ലോ. ഇനി പരമ്പരയായിട്ട് നമ്മുടെ അച്ഛനും മുത്തച്ഛനൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് തൃപ്തി, ശാന്തി ഉണ്ടായോ? സഹസ്രസമമാസത. ഇനി ആ കർമ്മം നിർത്തണം. ഇനി താൻ പോണ യാത്ര അത് നേർവഴിക്കല്ല എന്നറിഞ്ഞാൽ ഉടനെ അത് നിർത്തുക, എന്നിട്ട് ഇറങ്ങുക ആ വണ്ടിയിൽ നിന്ന്. വേണ്ടേ? നമ്മളിപ്പം വണ്ടി മാറി കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് അറിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം. എന്തായാലും ഇപ്പോൾ ഇതിൽ കയറി, എന്നാൽ പിന്നെ ഞാൻ പോകണ ദിക്കിലെത്തട്ടെ. അങ്ങനെയല്ല, അത് ശരിയല്ല. അത് അറിഞ്ഞാൽ ഉടനെ പോയിടത്തോളം പോയി കഴിഞ്ഞു, അത്ര നഷ്ടം വന്നു, സാരമില്ല, ഇനി ഇറങ്ങി അടുത്ത വണ്ടിക്ക് തിരിച്ചു പോകുമല്ലേ വേണ്ടത്. ഇതുപോലെ ദിശ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തെറ്റിയെന്ന് അറിഞ്ഞാൽ ഇറങ്ങുക, അത് വേണം. നൈമിഷയ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത ഏകദാ തുമുനയ. ഒരിക്കൽ ആ ഋഷീശ്വരന്മാർ ഏകാന്തത്തിൽ ഇരിക്കുന്ന ആ സൂത പൗരാണികനെ കണ്ടു. പൗരാണികനെ ശ്രദ്ധയിൽപ്പെട്ടു. മഹാത്മാക്കളെ കാണാൻ സാധിക്കുക, അവരടുത്തേക്ക് ചെല്ലാൻ സാധിക്കുക, അവരെ നമസ്കരിച്ച് കാര്യങ്ങൾ ചോദിക്കാൻ സാധിക്കുക, ചോദിച്ചാൽ തന്നെ അവർ ഉത്തരം പറയുക, ഇതൊക്കെ സാധിക്കണം വെച്ചാൽ എളുപ്പമല്ല. ഏതായാലും ഇവർ സൂത പൗരാണികനെ കണ്ടു, തൊഴുതു നമസ്കരിച്ചു. ചോദിക്കുകയാണ്, ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ. അല്ലയോ അനഘ, പാപം ലേശം പോലും ഇല്ലാത്തവനെ, അങ്ങയോട് ഞങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങ് എല്ലാ ശാസ്ത്രം പഠിച്ച ആളാണ്, എന്ത് പഠിച്ചാലേ ഈ ജന്മം സഫലാവുക? പലതും ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ പഠിക്കാത്ത വിഷയങ്ങളൊന്നും ഇപ്പോൾ നാട്ടിലില്ല, ഒക്കെ പഠിച്ചു, കുറേ വായിച്ചു, കേട്ടു, പഠിച്ചു, അല്ലേ? നമ്മളൊക്കെ കഥ എന്താ ഇപ്പോൾ നമുക്കറിയാത്തത്? എത്ര നമ്മൾ പഠിച്ചു, വല്ല ഓർമ്മ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. എന്നാലും അല്ലേ, ഇതൊക്കെ പഠിച്ചു, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ബോട്ടണി, സുവോളജി. എന്നിട്ടിപ്പം ഇപ്പോൾ ഒന്നും എന്തോ ഭാഗ്യം കൊണ്ട് തലയിലില്ല. ഒക്കെ പഠിച്ചു എന്നല്ലാതെ എന്താ ഇപ്പം അതുകൊണ്ടൊക്കെ ഉണ്ടായത് ചോദിച്ചാൽ, ശാസ്ത്രങ്ങൾ അനവധിയുണ്ട്, എത്രയോ നമ്മൾ വായിക്കുന്നുണ്ട്, പേപ്പർ വായിക്കുന്നു, അല്ലേ? ത്വയാ ഖലു പുരാണാനി, ഞങ്ങളും കുറേ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പഠിച്ചതൊന്നും അങ്ങോട്ട് പഠിച്ചതുകൊണ്ട് മെച്ചൊന്നും ഉണ്ടാവണില്ല. വേണ്ടതല്ല പഠിക്കണമെന്ന് ഇങ്ങനെ തോന്നുക. എന്താണ്? പഠിച്ചു കഴിഞ്ഞ് തോന്നുക, ഇതല്ലായിരുന്നു വേണ്ടത്. അതുകൊണ്ട് അല്ലയോ സൂത പൗരാണിക, അങ്ങ് പറയൂ, ഞങ്ങളെന്താ പഠിക്കേണ്ടത്? എന്ത് പഠിച്ചാലാണ് ഈ ജന്മം സഫലമാവുക? എന്തനുഷ്ഠിച്ചാലാണ് ഈ ജന്മം സഫലമാവുക? ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് അങ്ങ് പറഞ്ഞു തരണം. അധസാധോത്രയത്ത് സാരം. എന്താണ് സാരം? ശാസ്ത്രസാരം എനിക്ക് പറഞ്ഞു തരുമോ? അധസാധോത്രയത്ത് സാരം സമുദ്ധൃത്യ മനീഷയ. അത് മാത്രമല്ല, ഇവിടെ ഭഗവാൻ അവതരിച്ചു, ലീലകളാടി എന്നുള്ളതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാലും അങ്ങയുടെ മുഖത്തുനിന്ന് അത് കേൾക്കണം എന്നൊരു മോഹം ഞങ്ങൾക്കുണ്ട്. കൃഷ്ണലീലകൾ അങ്ങയുടെ മുഖത്തുനിന്ന് കേൾക്കുക. നമുക്ക് അറിയുന്ന വിഷയമാണെങ്കിലും മഹാത്മാക്കളുടെ മുഖത്തുനിന്ന് കേൾക്കുമ്പം അതിനൊരു സൗന്ദര്യം കുറച്ചധികം ഉണ്ടാവില്ലേ? അവരുടെ ശൈലിയും കൂടി ഒന്ന് മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ട് അറിയുന്ന വിഷയമാണെങ്കിലും അങ്ങ് അത് പറയണത് കേൾക്കാൻ ഞങ്ങൾക്ക് മോഹമുണ്ട്. അല്ലെങ്കിലും കൃഷ്ണകഥകൾ കേട്ട് മതിയാവലായിട്ടില്ലല്ലോ. അത് കേൾക്കും തോറും സ്വാദ് കൂടുക ചെയ്യുക. സ്വാദു പതേ പതേ.
ആർക്ക്? ഭക്തന്മാർക്ക്. ഏതുപോലെ ചോദിച്ചാൽ അച്ഛനമ്മമാർക്ക് മക്കളുടെ മഹത്വം കേട്ട് മതിയാവലുണ്ടോ? ഇല്ല. ആ മഹത്വം കേട്ട് മതിയാവലില്ല. കേട്ടതാണെങ്കിലും വീണ്ടും 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 പറഞ്ഞ് കേൾക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ. മതിയായി എന്ന് ആര് പറയില്ല? അമ്മ പറയില്ല. കുട്ടിയെപ്പറ്റി കേമത്തം ടീച്ചർ പറയുമ്പം അമ്മ പറയുമോ കുറേ കേട്ടു നിർത്തൂ എന്ന് പറയില്ല. ഇതുവരെയും കേൾക്കാത്തതുപോലെ അതെയോ എൻ്റെ ഉണ്ണിയോ അങ്ങനെ ഉണ്ടായോ പറയൂ എന്ന് പറഞ്ഞ് വീണ്ടും 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 കേൾക്കുക ചെയ്യുക. ഇതുപോലെ ഭക്തന്മാർ ഭാഗവതം എനിക്കിനി കേൾക്കണ്ട എന്ന് പറയില്ല. കേട്ടതാണ്, കുറേ കേട്ടിട്ടുണ്ട്, എന്നാലും താൻ പറയൂ കേൾക്കട്ടെ. കാരണം അത് കേൾക്കും തോറും സ്വാദ് കൂടും. കാരണം തന്നെ പറ്റിയാ പറയണതേ. അവനവനെ പറ്റി കേൾക്കുമ്പോൾ ആർക്കെങ്കിലും മതിയാവാറുണ്ടോ? നല്ലത് കേൾക്കുമ്പോൾ മതിയാവാറുണ്ടോ? പുകഴ്ത്തുന്നത് കേട്ടാൽ മതിയാവാറുണ്ടോ? ഇല്ല. ശരിക്ക് അവനവനെ പറ്റി പറയുന്ന ഗ്രന്ഥമാണ് ഈ ഭാഗവതം. ഈശ്വരനെ പറ്റിയാണ് പറയണത്. ഈശ്വരൻ എവിടെ ഇരിക്കണത്? ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് യക്ഷണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. അതുകൊണ്ട് ആ കൃഷ്ണകഥ ഞങ്ങൾക്ക് അങ്ങയുടെ മുഖത്തുനിന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്, അത് വിസ്തരിക്കണേ എന്ന് പറഞ്ഞ് ആ ഒരു അധ്യായം സമർപ്പിക്കുകയാണ്. രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നു. അതിൽ സൂത പൗരാണികൻ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, നമ്മളെല്ലാം ഒന്നും പറയണില്ല, പ്രധാനപ്പെട്ട 2 ചോദ്യം പറഞ്ഞെന്ന് മാത്രം. ഈ ചോദ്യം കേട്ട സമയത്ത് സൂത പൗരാണികനുണ്ടായ സന്തോഷം, ഇത് സംപ്രശ്ന സംഹൃഷ്ട. നല്ലൊരു ചോദ്യം കേട്ടാൽ വക്താവിന് സന്തോഷമാവും. സംപ്രശ്ന എന്ന് പറഞ്ഞാൽ നല്ല ചോദ്യം, പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യം, സം എന്ന് പറഞ്ഞാൽ സമ്യക്, നല്ല ചോദ്യം നിങ്ങൾ ചോദിച്ചു. എന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങളുടെ ചോദ്യം എന്താണ്? ഈ മനുഷ്യജന്മം സഫലമാവാൻ എന്താ വഴി? ഇങ്ങനെയൊന്നും ആരും ചോദിക്കാറില്ല. നമ്മളൊക്കെ എന്താ ചോദിക്കാറ്? ഒരു മഹാത്മാവിനെ കണ്ടാൽ നമ്മളെന്താ ചോദിക്കുക? ഒന്നും ചോദിക്കില്ലേ? നമ്മൾ ചോദിക്കുക എവിടുന്ന ജുബ്ബ വാങ്ങിയത്, തോളുള്ള വേഷ്ടിക്ക് എത്ര ഉറുപ്പിയാണ് എന്നൊക്കെ ചോദിക്കുന്നല്ലാതെ ഈ ജന്മം സഫലമാവാനുള്ള വഴി ഒന്നും അങ്ങനെ ആരും ചോദിക്കാറില്ല. അപ്പോഴും നമ്മൾ വല്ല സന്താനഗോപാല മന്ത്രമുണ്ടോ, ലോട്ടറി അടിക്കാൻ വല്ല മന്ത്രമുണ്ടോ എന്ന് ചോദിക്കുന്നല്ലാതെ ഈ വക വിഷയങ്ങൾ എത്ര പേര് ചോദിക്കും? അതാണ് സംപ്രശ്ന. നല്ല ചോദ്യം നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ, മനുഷ്യർക്ക് മുഴുവൻ വേണ്ടിയിട്ടല്ലേ. നന്നായി. നിങ്ങളുടെ ആ വിശാലമായ മനസ്സ്, അതിൻ്റെ മുന്നിലൊരു നമസ്കാരം. പ്രതിപൂജ്യവചസ്തേഷാം പ്രവക്തും ഉപചക്രമേ. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ ലാഭമുണ്ടായി. ഇനി എനിക്ക് ഈ ഭാഗവത്തിൽ തന്നെ മനസ്സ് നിൽക്കുമല്ലോ. എന്താണ് നിങ്ങൾ തന്നെ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ എൻ്റെ മനസ്സ് അവിടെയല്ലേ നിൽക്കുക? നിങ്ങൾ ചോദിച്ചത് ഇപ്പം എന്താ? ഈ വക വിഷയം ആധ്യാത്മിക വിഷയമായതുകൊണ്ട് എൻ്റെ മനസ്സിനി അതിലങ്ങനെ മുഴുകിക്കോളും. അതുകൊണ്ട് നിങ്ങളെ ഞാൻ നമസ്കരിക്കട്ടെ. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നു നിങ്ങൾക്ക് നമസ്കാരം. പ്രതിപൂജ്യവചസ്തേഷാം പ്രവക്തും ഉപചക്രമേ. ഇനി ഞാനേ എൻ്റെ ഗുരുനാഥന്മാരെയൊക്കെ ഒന്ന് വന്ദിക്കട്ടെ, എന്നിട്ട് പറയാം. അതാണ് സംസ്കാരം. മര്യാദ നോക്കൂ. കാരണം എനിക്ക് ഈ അറിവുണ്ടായത് എൻ്റെ കേമത്തം കൊണ്ടല്ല, ഇത് പൂർവികരുടെ ഋഷിമാരുടെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് ആ ഗുരുനാഥന്മാരെയൊക്കെ ഒന്ന് വന്ദിച്ചിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ഗുരുനാഥന്മാരെയൊക്കെ വന്ദിക്കുന്നു. ആദ്യം ശ്രീശുകരെ, അതാണ് പ്രധാന വക്താവ്. പ്രധാന ശ്രോതാവ് പരീക്ഷിത്ത്, ശുക പരീക്ഷിത് സംവാദം, അതാണ് മുഖ്യം. അതുകൊണ്ട് ആ ശ്രീശുക ബ്രഹ്മഋഷി ഒന്ന് നമസ്കരിക്കുകയാണ്. യം പ്രവ്രജന്തം അനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യം പ്രവ്രജന്തം. ജനിച്ച ഉടനെ തന്നെ സന്യസിക്കാൻ പുറപ്പെട്ടു ശ്രീശുക ബ്രഹ്മഋഷി. ജനിച്ച ഉടനെ തന്നെ സന്യസിക്കാൻ പുറപ്പെട്ടു വെച്ചാൽ വിരക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ജനിച്ചിട്ട് ഇപ്പോൾ എത്ര കാലമായി? സന്യസിക്കാൻ തോന്നുന്നുണ്ടോ? സന്യസിക്കാൻ തോന്നുന്നില്ല. നമ്മൾ സന്യാസിമാരെ കാണുമ്പം കേട്ടങ്ങനെ യം പ്രവ്രജന്തം. അതാണ് ആ വിരക്തി നോക്കൂ, വൈരാഗ്യം. ജനിച്ച ഉടനെ തന്നെ ഇത്രയ്ക്ക് വിരക്തി വേണമെങ്കിൽ ഒന്ന് ആലോചിച്ചു. അയാളുടെ മഹത്വം എന്താ? ഒന്നിനോടും മോഹമില്ല, ഒന്നിനോടും ആശയില്ല. യം പ്രവ്രജന്തം. പ്രവ്രജനം, അതാണ് പരിവ്രാജകൻ എന്നായി മാറുകയാണ്. യം പ്രവ്രജന്തം അനുപേതം. ഈ ജനിക്കുമ്പോൾ തന്നെ ഈ ഉണ്ണിക്ക് എത്രയോ വയസ്സ്? 16 വയസ്സ്. എത്ര? 16 വയസ്സ്. 16 വയസ്സ് പറഞ്ഞാൽ എന്തിനോടൊക്കെ മോഹം ഉണ്ടാവണ കാലമാണത്. പക്ഷേ ഒന്നിനോടും ആഗ്രഹമില്ല. കാരണം നേടേണ്ടത് നേടിയിട്ടാണ് വരണത്, കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പലതിനോടും മോഹം എന്താ ചോദിച്ചാൽ കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല, ഭാഗവതം കിട്ടിയിട്ടില്ല. അതാണ് മറ്റുള്ളതിൻ്റെയൊക്കെ പിന്നാലെ പോണത്. അത് കിട്ടിയവന് പിന്നെ എന്ത് ചെയ്യില്ല? നാ അന്യത്ര സ്യാത് രതി ക്വചിത്. അമൃത് കുടിച്ചവൻ പിന്നെ ചുക്കവെള്ളം കുടിക്കില്ല. എന്താണ്? ബാക്കിയുള്ളതൊന്നും ടേസ്റ്റായിട്ട് തോന്നില്ല. ഈ ലഹരി കുടിച്ചവൻ പിന്നെ ഒന്നും തൊടില്ല. കാരണം ഇതിനൊക്കെ ബാക്കിയുള്ളതൊക്കെ. അതുകൊണ്ട് ശ്രീശുക ബ്രഹ്മഋഷി ഒന്നിനോട് മോഹമില്ലാണ്ട് നടക്കുകയാണ്. 16 വയസ്സ് ബാലൻ. യം പ്രവ്രജന്തം അനുപേതം. ഉപനയനം കഴിച്ചിട്ടില്ല. അച്ഛൻ ഉപനയനത്തിന് വേണ്ടി പുത്ര എന്ന് വിളിച്ചതാ. ഒരു 7 വയസ്സ് കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണത്. തൻ്റെ മകനല്ലേ, ബ്രാഹ്മണനല്ലേ. പക്ഷേ അനുപേതം, ഉപനയനത്തിന് അദ്ദേഹം കൂട്ടാക്കിയില്ല. എന്തിനാണ് ഉപനയനം കഴിക്കണത്? നയനം എന്ന് പറഞ്ഞാൽ കണ്ണെന്നർത്ഥം. ഉപനയനം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ കണ്ണ്. ഈ 2 കണ്ണ് നമുക്കുണ്ട്, അത് പോരായിട്ട് വേറൊരു കണ്ണ്, അതാണ് ഉപനയനം.
ഈ രണ്ട് കണ്ണുകൊണ്ട് ലോകത്തുള്ള വിഷയം കാണാം, പ്രപഞ്ചത്തെ കാണാൻ പറ്റും, ബ്രഹ്മത്തെ കാണാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനമായ ബ്രഹ്മത്തെ അറിയാൻ ജ്ഞാനമാകുന്നൊരു കണ്ണ്, അതാണ് ഉപനയനം. അച്ഛാ എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. എന്താണ് ഇനിയിപ്പോൾ എന്തിന്? ഞാൻ കണ്ടിട്ടാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് ഉപനയനം ആവശ്യമില്ല എന്നായിരിക്കും ആ ഉണ്ണിയുടെ അഭിപ്രായം. ഒന്നും പറയണമൊന്നുമില്ല, ഉപനയനത്തിന് കൂട്ടാക്കിയില്ല. അനുപേതം, ഉപനയനം കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞ് ചോറൂട് വേണം അല്ലേ, കാതുകുത്ത്, അങ്ങനെയൊക്കെയുള്ള ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞു. അഭേദകൃത്യം, ഒരു ചടങ്ങും കഴിഞ്ഞിട്ടില്ല. ദ്വൈപായന. ആരാ ദ്വൈപായനൻ? വ്യാസൻ. ദ്വീപിലുണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ദ്വൈപായനൻ എന്ന് പേര്. ദ്വൈപായനോ വിരഹകാതരാജുഹാവ. ഉണ്ടായ ഉടനെ തന്നെ ഉണ്ണി സന്യസിക്കുന്നത് കണ്ടപ്പോൾ അച്ഛനെ സഹിച്ചില്ല. പുത്രായിതി, മകനേന്ന് ഉറക്കെ വിളിച്ചു. 1900 പുത്രാന്ന് വിളിച്ച സമയത്ത് മകൻ വിളി കേട്ടു. ഏയ്, ഈ പറഞ്ഞാൽ കേൾക്കാത്ത ഉണ്ണിക്ക് നമസ്കാരം. എന്താണ്? നമുക്കൊക്കെ മാതൃകയാണ്. അച്ഛൻ പുത്രാന്ന് വിളിച്ചിട്ടും ആ ഉണ്ണി കേട്ടില്ല. എന്തുകൊണ്ട് കേട്ടില്ല? സർവഭൂതഹൃദയം മുനിം. കേട്ടില്ല എന്ന് പറയാൻ വയ്യ. അദ്ദേഹം കേൾക്കാത്ത പോലെ ഇങ്ങനെ നടന്നു. പിന്നെ അച്ഛനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അച്ഛാ, ഞാൻ ഈ രൂപത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല, ഈ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവനാണ് ഞാൻ എന്ന് അച്ഛനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഒരു മാജിക്ക് കാണിച്ചു. അച്ഛൻ പുത്ര എന്ന് വിളിച്ചപ്പോൾ അവിടെ വള്ളികൾ വിളി കേട്ടു, വൃക്ഷങ്ങൾ വിളി കേട്ടു, പൂക്കൾ വിളി കേട്ടു, നദികൾ വിളി കേട്ടു. അവരൊക്കെ അച്ഛാ 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 എന്ന് പർവ്വതങ്ങളൊക്കെ വിളി കേട്ടു. അത് കണ്ട സമയത്ത് അച്ഛന് മനസ്സിലായി, എൻ്റെ മകൻ ചില്ലറക്കാരനല്ല, അയാൾ ആ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല. എൻ്റെ മകൻ എന്നെ വിട്ട് എവിടെയും പോകണില്ല. അവിടെ മുഴുവൻ ആരുണ്ട്? സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. അതാണ് ആ ശ്രീശുക ബ്രഹ്മർഷിയുടെ വലുപ്പം. ജീവൻ മുക്തനാണ് അദ്ദേഹം. ആ ദേഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല. തം സർവഭൂതഹൃദയം മുനിം, സർവഭൂതഹൃദയനായിരിക്കുന്ന മുനിക്ക് നമസ്കാരം. പറഞ്ഞു തീരണില്ല, വീണ്ടും വീണ്ടും പറയാണ്. യസ്വാനുഭാവം അഖിലശ്രുതിസാരം, സകല ശ്രുതിയുടെയും സാരമായ ഈ ഒരു ഭാഗവതത്തെ അനുഭവത്തിൽ വന്ന ആളാണ് അദ്ദേഹം. അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം. അനുഭവത്തിൽ വരും മാത്രമല്ല, സംസാരികളെ കാണുമ്പോൾ കാരുണ്യം തോന്നുക. ഒന്നും അറിയാതെ ദുഃഖിച്ചിരിക്കുന്നവരെ കാണുമ്പോൾ കാരുണ്യമുള്ളവനാണ് ആര്? ശ്രീശുകർ. അല്ലെങ്കിൽ പരീക്ഷത്തിൽ പറഞ്ഞു കൊടുക്കുമോ? പരീക്ഷത്ത് അവിടെ പാമ്പ് പിടിച്ച് മരിക്കട്ടെ, ഇനി ഞാൻ ഭാഗവതം പറഞ്ഞു കൊടുക്കുക വേണ്ട എന്നല്ലേ വിചാരിക്കുള്ളൂ. പക്ഷെ അതല്ല, കരുണയാഹ. ദുഃഖിച്ചിരിക്കുന്നവരെ കണ്ടാൽ കാരുണ്യമുള്ള ആളാണ്. അതുകൊണ്ടാണ് ശ്രീശുകർ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടല്ലേ നമുക്ക് ഈ ഭാഗവതം കിട്ടിയത്. ശ്രീശുകർ പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നു. സംസാരിണാം കരുണയാഹ. സംസാരികളോട് കാരുണ്യമുള്ളവനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആ കാരുണ്യമൂർത്തിയായിരിക്കുന്ന ശ്രീശുകർക്ക് നമസ്കാരം. തം വ്യാസസൂനും, വ്യാസരുടെ ഉണ്ണിക്ക്. വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. ഇനി ശ്രീശുകരുടെ മഹത്വം എന്ന് പറയട്ടെ. അദ്ദേഹത്തിന് ദേഹാഭിമാനം ഒട്ടുമില്ലാത്ത ആളാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അച്ഛനും വ്യാസരവും ശ്രീശുകരും കൂടി നടന്നു പോവുകയാണ്. ശ്രീശുകർക്ക് എന്നും 16. വ്യാസർക്ക് അന്ന് തന്നെ ഈ കഥ നടക്കുമ്പോൾ 115 വയസ്സുണ്ട്. തിരവയ്യ വടി കുത്തിപ്പിടിച്ച് അദ്ദേഹം നടന്നു പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അപ്സര സ്ത്രീകൾ ആ നദിയിൽ അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ ശ്രീശുകരെ കണ്ട സമയത്ത് അവർക്ക് യാതൊരു ഭാവമാറ്റം ഉണ്ടായില്ല. അവർ കുളി തുടർന്നു. പിന്നാലെ വരുന്ന 115 വയസ്സുള്ള ഈ വയസ്സായ വ്യാസരെ കണ്ടപ്പോൾ അവർക്ക് ലജ്ജ തോന്നി. അവർ കരയ്ക്ക് കയറി വസ്ത്രം എടുത്തു എന്നാണ്. ഇത് കണ്ട സമയത്ത് വ്യാസർക്ക് അത്ഭുതം. തിരിച്ചാണ് വേണ്ടത്. എന്നെ കാണുമ്പോൾ വല്ലാണ്ട് പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ മകനെ കാണുമ്പോൾ കുറച്ച് പരിഭ്രമിക്കും വേണം. കാരണം അത്രയ്ക്ക് സുന്ദരൻ, ചെറുപ്പക്കാരൻ. അദ്ദേഹം അടുത്ത് വന്ന് ചോദിച്ചു, അല്ലയോ സ്ത്രീകളെ, ഒന്നും തോന്നരുത്, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, സംശയമാണ്. അവർ പറഞ്ഞു ചോദിച്ചോളൂ. അല്ല, എൻ്റെ ഈ ഉണ്ണി വഴിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടും ഒരു ഭാവമാറ്റം ഉണ്ടായില്ല. എന്നെ കണ്ടപ്പോഴേക്ക് നിങ്ങൾ വേഗം വസ്ത്രം കൊടുത്തു. ഇതെന്തേപ്പം കാരണം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇതന്നെയാ കാരണം. അങ്ങയുടെ മകൻ ഈ ചോദ്യം ചോദിച്ചില്ല, അങ്ങ് ഈ ചോദ്യം ചോദിച്ചു. സ്ത്രീ പുംഭിത നതു സുതസ്യ വിവിക്ത ദൃഷ്ടേ. അങ്ങയുടെ മകനെ സംബന്ധിച്ച് ഇവിടെ ഒരു സ്ത്രീ കുളിച്ചാലും പുരുഷൻ കുളിച്ചാലും ഇനി ആരും കുളിച്ചില്ലെങ്കിലും, ഒരു പോത്ത് കുളിച്ചാലും ഒരു കാക്ക കുളിച്ചാലും ഒന്നും അദ്ദേഹത്തിന് ഒക്കെ ബ്രഹ്മം, സർവം ബ്രഹ്മമയം. ആ ഭാവമാണ്. അതുകൊണ്ട് അങ്ങയുടെ മകനെ കാണുമ്പോൾ ഞങ്ങൾക്ക് അന്യെന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലെ തോന്നുന്നത്. കണ്ണാടി നോക്കിയാൽ എങ്ങനെയാണ്, അതുപോലെയാണ് ശ്രീശുകരെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്. കണ്ണാടി നോക്കിയാൽ നമുക്ക് ലജ്ജ ഉണ്ടാകുമോ? ഞാൻ മാത്രമേ ഇവിടെ വിളിച്ച വസ്ത്രം വേണം, വേറെയും പലരും ഉണ്ട് തോന്നുമ്പോഴല്ലേ വസ്ത്രം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ അങ്ങയുടെ മകനെ കണ്ട സമയത്ത് അന്യെന്ന് തോന്നിയില്ല. പക്ഷെ അങ്ങയെ കണ്ടപ്പോഴോ അന്യൻ തോന്നി. എന്താ കാരണം? അങ്ങേക്ക് അങ്ങനെ ഭേദബുദ്ധിയുണ്ട്. സ്ത്രീ വേറെ പുരുഷൻ വേറെ എന്നുള്ള വ്യത്യാസം അങ്ങേക്കുണ്ട്. അതുകൊണ്ടല്ല അങ്ങ് ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചത്. അങ്ങയുടെ മകൻ ചോദിച്ചില്ലല്ലോ? ചോദിച്ചോ? അയാൾക്കൊരു സംശയവുമില്ല, ആരോടൊന്നും ചോദിക്കണമില്ല. സ്ത്രീ പുംഭിത നതു സുതസ്യ വിവിക്ത ദൃഷ്ടേ.
നാമരൂപങ്ങളിൽ ഭ്രമിക്കാത്തവനാണ് അങ്ങയുടെ മകൻ. എന്നാൽ അങ്ങോ കുറച്ചൊക്കെ ഭ്രമിക്കുന്നവനാണോ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നാണ്. ഇതൊരിക്കലും വ്യാസരെ താഴ്ത്താനല്ല കേട്ടോ, ശ്രീശുഖരുടെ മഹത്വം കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ശ്ലോകം പറഞ്ഞതാരാ? വ്യാസർ തന്നെ താഴ്ത്തി തൻ്റെ മകൻ്റെ കേമത്തം പറയുകയാണ്. അങ്ങനെയുള്ള ആ വ്യാസർക്ക് നമസ്കാരം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം, നരനാരായണ മഹർഷിക്ക് നമസ്കാരം. നമ്മളൊക്കെ നരന്മാരാണ്, പക്ഷെ നമ്മൾ നരന്മാരായിട്ടിരുന്നാൽ പോരാ, നാരായണനാവണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ദുഃഖിക്കാൻ പാടില്ല, അതാണ് ലക്ഷ്യം. ആ നാരായണനാവണമെങ്കിൽ എന്ത് വേണം? അതിന് സരസ്വതിയുടെ കടാക്ഷം ഇല്ലാണ്ട് പറ്റില്ല. ദേവിയും സരസ്വതിയും. അതുകൊണ്ട് സരസ്വതിയെ വന്ദിക്കുകയാണ്. അത് മാത്രം പോരാ, സരസ്വതിയുടെ കടാക്ഷം എങ്ങനെയാണ് വരിക? വ്യാസം ഒരു ഗുരുനാഥൻ്റെ രൂപത്തിൽ അടുത്തേക്ക് വരും. അങ്ങനെ ശാസ്ത്രം ഗുരുനാഥൻ പഠിപ്പിക്കും. അതുകൊണ്ട് ആ വ്യാസർക്ക് നമസ്കാരം, ഗുരുനാഥന് നമസ്കാരം. തതോ ജയം ഉദീരയേത്. ഇത്രയുണ്ടെങ്കിൽ ജീവിതം വിജയിച്ചു എന്നാണ്. നല്ലൊരു ഗുരുനാഥനെ കിട്ടുക, അദ്ദേഹത്തിനെ തൊഴുത് നമസ്കരിച്ച് ശ്രദ്ധിച്ചിരുന്ന് ശാസ്ത്രം പഠിച്ചാൽ ഏത് ജീവന മുക്തനാവാതിരിക്കുക. അതുകൊണ്ട് ആ വ്യാസർക്ക് നമസ്കാരം, ശ്രീശുഖർക്ക് നമസ്കാരം, സരസ്വതിക്ക് നമസ്കാരം, നരനാരായണ മഹർഷിക്ക് നമസ്കാരം. ഇങ്ങനെ നമസ്കരിച്ചിട്ടാണ് കഥ പറയാൻ പോകുന്നത്. ഇതാണ് മര്യാദ. വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് പറയാം. നമ്മളാച്ചാൽ അങ്ങനെയാണ് പറയാം. നമ്മളുണ്ടാക്കി കൊണ്ടുവന്ന പോലെ ഇത് ഞാൻ കണ്ടുപിടിച്ചതാണ്, എൻ്റെ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് പറയും അഹങ്കാരികൾ. എന്നാൽ നമ്മുടെ സമ്പ്രദായം എങ്ങനെയല്ല. ഋഷിഭിർ ബഹുധാ ഗീതം. അർജുനൻ കൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷ്ണൻ തന്നെ പറയണത്, അർജുന ഇത് ഞാൻ പറഞ്ഞതല്ല, പണ്ട് മുതൽ ഋഷിമാരൊക്കെ പറഞ്ഞു വെച്ചതാ. ഛന്ദോഭി വിവിധൈ പൃഥക്. പല പല ഉപനിഷത്തുകളിലും ഈ ചർച്ച നടന്നിട്ടുണ്ട്. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതാണ് സംസ്കാരം. അതുകൊണ്ട് ഈ അറിവ് അനാദിയാണെന്ന് കാണിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു തുടങ്ങി, അല്ലയോ മുനിമാരെ, നിങ്ങളുടെ ചോദ്യം വളരെ നന്നായി. മുനയഃ സാധു പൃഷ്ടഃ. മുനിമാരെ, നിങ്ങളുടെ ചോദ്യം നന്നായി. എന്താ അങ്ങനെ പറയാൻ കാരണം? ലോകമംഗളം ഭവദ്ഭിഹി. നിങ്ങൾ ലോകമംഗളം ആണ് ചോദിച്ചത്. അവനവൻ്റെ കാര്യം നേരെയാവാൻ എന്താ വഴി എന്നല്ല ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം വളരെ നന്നായി. യത് കൃത കൃഷ്ണ സംപ്രശ്ന. ഇതിൻ്റെ ഉത്തരം കൃഷ്ണനോട് ചേർന്നതാണ്. അതുകൊണ്ട് നന്നായി. ഇതിൻ്റെ ഉത്തരം ഭാഗവതാണ്. അത് പറയാനുള്ള അവസരം ഉണ്ടായല്ലോ. നന്നായി. നിങ്ങളുടെ ചോദ്യം വളരെ ഭംഗിയായി. ഞാൻ ഉത്തരം ചുരുക്കി ആദ്യം പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഭാഗവത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം. എന്താണ് നമ്മുടെ ധർമ്മം എന്ന് പറയുക? ഇവിടെ മനുഷ്യൻ ചെയ്യേണ്ട കടമ എന്താണെന്നല്ലേ ചോദിച്ചത്. ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം എന്താണെന്നല്ലേ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്നല്ലേ ചോദിച്ചത്. ജന്മം ലാഭമാവാനുള്ള വഴി എന്താണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം. ഞാൻ പറയാം. സവൈ പുംസാം പരോധർമ്മ. അതാണൊരു മനുഷ്യൻ്റെ പരമമായ ധർമ്മം. ഏത്? സവൈ പുംസാം പരോധർമ്മ യതോ ഭക്തി അധോക്ഷജേ. അധോക്ഷജനിൽ ഭക്തി വയ്ക്കുക. എവിടെ? അധോക്ഷജൻ എന്ന് ഭഗവാന്റെ പേരത്. ആ പേരിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് തിരിച്ച ആളുടെ ഉള്ളിൽ ജനിക്കുന്നവൻ. എന്താണ്? ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് തിരിച്ചവൻ്റെ ഉള്ളിൽ ജനിക്കുന്നവൻ. അതാണ് അധോക്ഷജൻ. ആ ഭഗവാനിൽ ഭക്തി വയ്ക്കുക. ഇതാണ് നമ്മുടെ ധർമ്മം. മറ്റ് കർമ്മങ്ങളൊന്നും അനുഷ്ഠിച്ചില്ലെങ്കിലും ഇത് വേണം. ഇതാണ് പരമമായ ധർമ്മം. അതാണ് സവൈ പുംസാം പരോധർമ്മ. പരമമായ ധർമ്മം ഇതാണ്. ഇത് വിട്ട് മറ്റെന്ത് ധർമ്മം അനുഷ്ഠിച്ചാലും വെറുതെ ആയിട്ട് പോകും. ഇത് വിട്ട് അച്ഛനെ അമ്മയെ നോക്കിയിട്ടും കാര്യമില്ലേ. ഇത് വിട്ട് തൻ്റെ ജോലി വൃത്തിയിൽ ചെയ്തിട്ടും കാര്യമില്ല. ഇത് വിട്ട് ഭാര്യ മക്കളെ നോക്കിയിട്ടും കാര്യമില്ല. ഇതിനോട് ചേർന്നും കൊണ്ടൊക്കെ ആയിക്കോട്ടെ. ഇത് വിട്ടാൽ കഴിഞ്ഞു കഥ. സവൈ പുംസാം പരോധർമ്മ. അവനവനെ മറന്നുകൊണ്ട് ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അതാണ് ചോദ്യം. തൃപ്തിയില്ലാതെ ശാന്തിയില്ലാണ്ട് കുറേ മെനക്കെട്ടിട്ട് കാര്യമുണ്ടോ? സവൈ പുംസാം പരോധർമ്മ യതോ ഭക്തി അധോക്ഷജേ. അധോക്ഷജനിൽ ഭക്തി വയ്ക്കുക. ചെറിയ പ്രശ്നമുണ്ടല്ലോ. പ്രശ്നമുണ്ട്. ഭക്തി വയ്ക്കുക പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഭക്തി എന്ന് കൂടി പറഞ്ഞു കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? എന്തെങ്കിലും ഗോഷ്ഠി കാണിച്ച് ഭക്തി എന്ന് പേരിടും. നമ്മുടെ വിചാരം ഭക്തി പറഞ്ഞാൽ അമ്പലത്തിലേക്ക് വന്നാൽ ഭക്തിയായി. പലരും അമ്പലത്തിൽ വന്ന് ഉള്ളിൽ തൊഴാണ്ട് നവഗ്രഹത്തിന് പ്രദക്ഷിണം വെച്ച് പോകുന്നവരുണ്ട്. ഏതോ ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ടാവേ. അങ്ങനെ അത് മാത്രം ചെയ്യും. ഉള്ളിലുള്ള തേവരെ തൊഴാത്തവരുണ്ട്. എന്ന് പറഞ്ഞാൽ തേങ്ങ ഉടച്ച് പോവുക, അത്ര തന്നെ. ദുരിതം തീരട്ടെ എന്നുള്ള വിചാരത്തിൽ എന്നല്ലാതെ കാര്യമൊന്നും അറിഞ്ഞിട്ടല്ല. ഇങ്ങനെയുള്ള ഭക്തിയാണ് ലോകത്തധികവും. അതൊക്കെ ഭക്തിയാണോ? അല്ല ഒന്നും പറയാൻ പോണ്ട. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളവരും കൂടി മതം മാറും. അതുകൊണ്ട് അതും ഭക്തി തന്നെ. പക്ഷേ അതല്ല ഭാഗവത്തിൽ പറയുന്ന ഭക്തി. സവൈ പുംസാം പരോധർമ്മ യതോ ഭക്തി അധോക്ഷജേ അഹൈതുകി. കാരണം ഉണ്ടാവരുത്. ഭഗവാനെ സ്നേഹിക്കുന്നതിന് കാരണം ഉണ്ടാവരുത്. നമ്മളിപ്പോൾ സ്നേഹിക്കുന്നതിന് കാരണമല്ലേ ഉണ്ടെങ്കിൽ അത് ഭക്തിയല്ല, അത് കച്ചവടമാണ്. കുറച്ചങ്ങോട്ട് കൊടുക്കുക, കൂടുതൽ ഇങ്ങോട്ട് വാങ്ങുക. കുറച്ചങ്ങോട്ട് കൊടുക്കുക, കൂടുതൽ. 4 പിടി അവിൽ അങ്ങോട്ട് കൊടുത്ത് ദ്വാരകാപുരി സ്വന്താക്കി.
സുധാമാവ് അങ്ങനെ ചെയ്തു വിചാരിക്കേണ്ട. സുധാമാവ് അറിഞ്ഞില്ല കിട്ടിയത്. അദ്ദേഹം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല, ഭഗവാൻ പിടിച്ചു വാങ്ങിയതാണ്. അദ്ദേഹം കൊടുക്കാണ്ടിരുന്നത് എന്താ കാരണം? കച്ചവടക്കാരനല്ലാത്തതുകൊണ്ടാണ്. ഇനി ഭഗവാൻ വിചാരിക്കുമോ 4 പിടി കൊടുത്തിട്ടെ എന്തെങ്കിലും വാങ്ങാൻ വന്ന ഒരു 7-ാം കൂലി ഭക്തനായിട്ട് ഭഗവാൻ എന്നെ കണക്കാക്കുമോ? വേണ്ട, കൊടുക്കണ്ട. നമ്മളൊക്കെ വരുന്നത് തന്നെ എന്തിനാ? എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് ധാരാളം കിട്ടി. അപ്പം എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണെങ്കിൽ അതാണ് അഹൈ തുകി. പലരും അങ്ങനെയാണ്, അമ്പലത്തേക്ക് വരുന്നത് കാണുമ്പോൾ നമ്മൾ ഭക്തന്മാരത് വിചാരിക്കും. പക്ഷെ അവരൊക്കെ കാര്യസാധ്യത്തിനാണ്, ചിലത് കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് തെറ്റാണോ? തെറ്റൊന്നല്ല, തെറ്റാ പറഞ്ഞിട്ടില്ല, ഒന്നും ഇവിടെ തെറ്റില്ല. അതാ തെറ്റ്. ഒരു തെറ്റ് പറഞ്ഞൊരു ഇവിടെ ശരിയുള്ളൂ. പിന്നെ ചെറിയ ശരി, വലിയ ശരി. എന്താണ് ആ വലിയ ശരി? എന്താ പറഞ്ഞു തരാം. ഇപ്പോൾ ഉള്ളതൊക്കെ ചെറിയ ശരി, അവിടെ അങ്ങനെ നിന്നാൽ പോരാ, കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി വലിയ ശരിയിലെത്തണ്ടേ. വിവേകാനന്ദ സ്വാമി പറയും, ഇവിടെ എന്തേ ഉള്ളൂ? ശരികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ചെറിയ ശരി, വലിയ ശരി, ചെറിയ ശരി എന്ന് വലിയ ശരിക്ക് പോയിക്കൊണ്ടിരിക്കുക. മറ്റവൻ നശിക്കാൻ വേണ്ടി അമ്പലത്തിൽ വരുന്നതും ഭക്തിയാണ് കേട്ടോ. എന്താണ് ഇത് കേട്ടാൽ നീ നാളെ പോലെ അങ്ങനെ ചെയ്യുമോ? മോശമാണ് അല്ലേ? അങ്ങനെയെങ്കിലും വരുന്നുണ്ടല്ലോ. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭജിക്കുന്നവർക്ക് എന്തിന് മറ്റവൻ നശിക്കണം എന്നുള്ള വിചാരം ക്രമേണ ഉണ്ടാവും, അത് നിർത്തും. ഇതുപോലെ കാര്യസാധ്യത്തിന് വരുന്ന ഭക്തൻ കുറച്ച് കഴിയുമ്പം ഇങ്ങനെ വല്ലതും ചിലപ്പം കേൾക്കും, ചെവിയിൽ വീഴാൻ സാധ്യതയുണ്ട്. കേട്ട് കഴിയുമ്പോൾ ശരിയാണ് കേട്ടോ എന്നാലോചിക്കും, ഇനി അങ്ങോട്ട് ഒന്നും ചോദിക്കേണ്ട തീരുമാനിക്കും. അതെ, അഹൈ തുകി. കാരണം ഉണ്ടാവരുത്. എന്തുകൊണ്ടാണ് കാരണത്തോടു കൂടിയുള്ള ഭക്തി 2ാം തരം എന്ന് പറയാൻ കാരണം? അത് പറയാം. കാരണത്തോടു കൂടി ഭജിച്ചാൽ കാര്യം കിട്ടിയാൽ ഭജനം നീക്കും. എന്താണ്? അത്രയേ ഉള്ളൂ. മാർക്ക് കിട്ടാൻ വേണ്ടി ഭജിച്ചാൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭജനം നിൽക്കും. ജോലി കിട്ടാൻ വേണ്ടി ഭജിച്ചാൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഭജനം നിൽക്കും. കല്യാണം കഴിയാൻ വേണ്ടി ഭജിച്ചാൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ വരുമോ? കല്യാണം കഴിഞ്ഞുവേ ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകണോ ചോദിക്കും. അത്ര തന്നെ. അപ്പോൾ കാര്യം നടക്കാനാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ നിൽക്കും, തീവ്രത കുറയും. ഇനി നിൽക്കണില്ലെങ്കിലും എന്ത് കുറയും? ആ നടക്കാൻ വേണ്ടിയുള്ള അത്ര ഉത്സാഹത്തിലുള്ള ഭജനം പിന്നെ ഉണ്ടാവില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഒന്ന് പറയട്ടെ, കല്യാണം കഴിയാൻ വേണ്ടി ഭഗവാനെ ഭജിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ ഭക്തനാണോ കല്യാണത്തിൻ്റെ ഭക്തനാണോ? എന്താണ് ഉത്തരം? നിങ്ങൾ പറയണം. ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ഭഗവാനെ ഭജിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രധാനം ഭഗവാനാണോ ജോലിയാണോ? അപ്പോൾ ഭഗവാനല്ല, അതാ പറയണത്. എനിക്ക് മുഖ്യം എന്തല്ല, ജോലിയാണ്. ജോലിക്ക് ഇദ്ദേഹം സഹായിക്കുമെങ്കിൽ, ഒരു ബ്രോക്കറായിട്ട് നിൽക്കുമെങ്കിൽ ഭജിക്കാം. അത്രയേ ഉള്ളൂ, അത്ര തന്നെയുള്ളൂ. ഇത് പറയുമ്പോൾ ചിലപ്പോൾ വിഷമം ഉണ്ടാവും, പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ല. അതാണ് കഥ. ചിലത് കിട്ടാൻ വേണ്ടി നമ്മൾ ഭഗവാനെ ഭജിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വസ്തുവിൻ്റെ ഭക്തനാണ്, ഭഗവാന്റെ അല്ല. അമ്പലത്തിൽ വന്നതുകൊണ്ട് മാത്രം ഭക്തിയാവുന്നില്ല കേട്ടോ. ഒരാൾ വന്ന് കേമായിട്ട് ഭജിക്കുന്നുണ്ട്, നമ്മൾ വിചാരിച്ച് വലിയ ഭക്തനാണ്. അദ്ദേഹം പ്രാർത്ഥിക്കണം എന്താ? 1 കോടി രൂപ വേണമെന്നാണ്. 1 കോടി രൂപ തരണേ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിത് കേട്ടു. അയാൾ വന്ന് പറഞ്ഞോ, ഞാൻ തരാം, ഒന്നാക്കണ്ട, 10 കോടി ഞാൻ തരാം, താൻ ഈ അമ്പലം പൊളിക്കുമോ? എന്താ സംശയം? കാരണം അയാൾക്ക് പ്രധാനം എന്താ? അയാൾ അമ്പലത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു എന്ത് ആത്മാർത്ഥത. അയാൾക്ക് മുഖ്യം കാശാണെങ്കിൽ ആ അമ്പലം പൊളിക്കാനും അദ്ദേഹത്തിന് ഒരു മടിയുണ്ടാവില്ല. അത് ഭക്തിയാണോ? അതുകൊണ്ടാണ് രാമകൃഷ്ണദേവൻ പറയും, ഇവിടെ ലോകത്ത് അധികം പേർക്കും ഭക്തിയൊക്കെ ഉണ്ട്, ഇല്ല പറയണില്ല. പക്ഷെ എന്ത് ഭക്തി? ഭാര്യാഭക്തി, ബാങ്ക് ഭക്തി, ഭർത്തൃഭക്തി, പദവിയോടുള്ള ഭക്തി. പക്ഷെ എന്തില്ല? ഈശ്വരനോടില്ല. ഈശ്വരനെ വേണമെന്ന് ആർക്കുമില്ല, പിന്നെ ഈശ്വരനിൽ നിന്ന് വേണമെന്നേ ഉള്ളൂ. എന്താണ് പക്ഷെ വ്യത്യാസമുണ്ടേ? ഈശ്വരനെ വേണമെന്നില്ല, ഈശ്വരനിൽ നിന്ന് വേണം, ഭഗവാനിൽ നിന്നൊക്കെ വേണം. കയ്യിലുള്ളതൊക്കെ വാങ്ങി വയ്ക്കും. ഭഗവാൻ ചോദിക്കും, ഞാൻ വരട്ടെ? വേണ്ട, ഒന്നുമില്ലാണ്ട് കൃഷ്ണനെ കിട്ടിയിട്ട് എന്താ കാര്യം? ലക്ഷ്മി ദേവിയായിട്ട് വരുമെങ്കിൽ ആലോചിക്കാം. ഒന്നുമില്ലാത്ത കൃഷ്ണൻ വേണ്ട, നമുക്ക് കൃഷ്ണൻ ഇഷ്ടമല്ല. ശ്രീകൃഷ്ണൻ ആര് വേണം? ലക്ഷ്മി വേണം. വെറും കൃഷ്ണനെ ആർക്കും താല്പര്യമില്ല. അതാണ് വിഷയം. പണ്ട് കുറേ അമ്മമാർ കൃഷ്ണ നീ എവിടെയെന്നൊക്കെ ചോദിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴേ അഗ്രേ പശ്യാമി തേജോ എന്നൊക്കെ ചൊല്ലിയപ്പം ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. ഇവരുടെ ഭക്തി കണ്ടിട്ട് ഒറിജിനൽ വിചാരിച്ചു. പ്രത്യക്ഷപ്പെട്ടു, പക്ഷെ അവർ വിശ്വസിച്ചില്ല. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ കൃഷ്ണനാണ്. പിന്നെ ഉജാലമുക്കി നടക്കല്ലേ, ഞങ്ങളെ പറ്റിക്കാൻ, നീ കൃഷ്ണനൊന്നുമല്ല. അല്ലല്ല, ഇതാ ശ്രീവത്സം എന്ന മറുക കണ്ടില്ലേ, ടാറ്റു അടിച്ചതല്ലേ, എന്ത് പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കുന്നില്ല. മയിൽപ്പീലി കണ്ടില്ലേ, പിന്നെ മയിൽപ്പീലി കിട്ടാൻ പ്രയാസം. ഗോപിക്കുറി കണ്ടില്ലേ, എത്രയായിട്ട് അവർ വിശ്വസിക്കുന്നില്ല. കൗസ്തുഭം കണ്ടില്ലേ പറഞ്ഞിട്ടൊന്നും വിശ്വസിക്കുന്നില്ല. അവസാനം ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അതിലെ ബുദ്ധിയുള്ളൊരു മാതൃസമിതിയിലത്തെ അമ്മ പറഞ്ഞു, ദൂരത്ത് പോയിട്ടൊരു കല്ലെടുത്ത് കൊണ്ടുവന്നു. ഈ കല്ല് നീ സ്വർണ്ണമാക്കുകയാണെങ്കിൽ വിശ്വസിക്കാം. നമുക്കിങ്ങനെ വല്ല മാജിക്ക് കാണിച്ചാൽ മാത്രമേ ആരെ വിശ്വസിക്കുള്ളൂ? ഭഗവാനെ വിശ്വസിക്കുള്ളൂ. ഭഗവാൻ പാവം അത് സ്വർണ്ണമാക്കി കൊടുത്തു. എന്നാലെങ്കിലും ഇവിടെ ഇരുന്ന് നാമം ജപിക്കുമല്ലോ വിചാരിച്ചു. സ്വർണ്ണമാക്കി ഉടനെ എന്തേ ഉണ്ടായി? ആ അമ്മമാരൊക്കെ ഓടി. എന്തിന്? കല്ല് പെറുക്കാൻ. അല്ലാതെ ആർക്ക് വേണം ഗുരുവായൂരപ്പനെ? ഇത്രയേ ഉള്ളൂ.
അതാണ് അവസ്ഥ. നമുക്കും അങ്ങനെയൊക്കെ ആക്കാൻ പറ്റിയ ഭഗവാനാണെങ്കിൽ തിരക്കടില്ല. ആർക്കും സമാധാനം വേണം, ശാന്തി ആർക്കും വേണ്ട. ഇവിടെ ഒരു നേന്ത്രപ്പഴം സ്വർണത്തിൻ്റെ പഴം വെച്ചാൽ എത്ര പേര് നേന്ത്രപ്പഴം എടുക്കും? എത്ര പേരെടുക്കും? നല്ല വിശപ്പുണ്ടെങ്കിൽ എന്താ എടുക്കുക? 10 ദിവസമായിട്ട് പട്ടിണിയാണ്, എന്നാലും എന്താ എടുക്കുക? എന്നാലും സ്വർണത്തിൻ്റെ പഴം എടുക്കുക. നേന്ത്രപ്പഴം എടുക്കണവരെ കളിയൊക്കെ ചെയ്യും, അതാ കുഴപ്പം. അങ്ങനെയുണ്ട്. എന്നാൽ പിന്നെ അതില്ലെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഉണ്ടോ പൊട്ടന്മാർ, നേന്ത്രപ്പഴം എടുത്തു പോയി, കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞ് അത് കഴിക്കുന്നവരെ കളിയാക്കും ചെയ്യും എന്നാണ്. അതാണ് വലിയ ബുദ്ധിമുട്ട്. ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ വേണം എന്നാണ് ചിന്തിക്കേണ്ടത്, ഭഗവാനിൽ നിന്ന് വേണം എന്നല്ല. അതാണ് ഭക്തി. എനിക്ക് എന്നെ നഷ്ടപ്പെടാണ്ടിരിക്കണം, അതാണ് മുഖ്യം. വസ്തുക്കളൊക്കെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഞാനില്ലെങ്കിൽ ബംഗ്ലാവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സമ്പത്തുണ്ട്, ഞാനില്ല, പിന്നെന്താ കാര്യം? ഇതുപോലെയാണ് ഭഗവാനെ നഷ്ടപ്പെടുത്തിയാലുള്ള അവസ്ഥ. അതല്ലേ ബലിചക്രവർത്തി കാണിച്ചിരുന്നത്. തൻ്റെ സർവസ്വവും കൊടുത്ത് എന്തു നേടി? ഭഗവാനെ സ്വന്താക്കിയില്ലേ? നമ്മൾ ഭഗവാനെ കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ വാങ്ങുക, എന്ത് കാര്യം? സർവസ്വാത്മനിവേദനേ ബലിരഭൂത്. അതൊക്കെ ബലിയെ കണ്ടുപിടിക്കൂ, തന്നെ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഭക്തി എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു കാരണമില്ലാണ്ട് ഭജിക്കുക. അങ്ങനെയൊക്കെ പറ്റുമോ ചോദിച്ചാൽ ഒരു കാരണമില്ലാണ്ട് നമ്മൾ പല കർമ്മം ചെയ്യണില്ലേ? മക്കളെ നോക്കണില്ലേ? ഫലം പ്രതീക്ഷിച്ചിട്ടാ ആണോ? മനുഷ്യന്മാർ പിന്നെയും പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ മൃഗങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അത് നോക്കുന്നുണ്ടല്ലേ? പൂച്ചക്കുട്ടിയെ നോക്കുന്നുണ്ട്, നായക്കുട്ടിയെ നോക്കുന്നുണ്ട്. വലുതായി വലിയ നായ ആയാലും എന്നെ നോക്കുന്ന കരുതിയിട്ടാണോ? ഒരു പ്രതീക്ഷയില്ല, നോക്കില്ല എന്ന് ഉറപ്പുണ്ട്. ഇനി എന്തെങ്കിലും നന്മ വല്ലതും നമുക്കുണ്ടായി അത് ഇല്ലാണ്ടിയാക്കും ചെയ്യും ഈ കുട്ടി, ഉറപ്പാണ്. ഒരു എച്ചില കിട്ടിയാൽ ആ കുട്ടി വന്ന് കുറച്ച് അമ്മയ്ക്കുള്ളതും കൂടി ഇല്ലാണ്ടിയാക്കും, ഉറപ്പാണ്. എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്? വേണ്ട സമയത്ത് അത് നോക്കണില്ലേ? ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, തൻ്റെ കടമ ചെയ്യുക. ഇതുപോലെ നമ്മുടെ കടമയാണ് ഭഗവാനെ ഭജിക്കുക എന്നുള്ളത്. ഇവിടെ ലോകത്ത് ദുഃഖിക്കാണ്ടിരിക്കാനുള്ളത് നമ്മുടെ കടമയാണ്. ദുഃഖിക്കുന്നത് മോശമാണ്, അത് പാടില്ല. സന്തോഷമായിട്ടിരിക്കുക, അതിനാണ് ജന്മം കിട്ടിയത്. അത് ചെയ്യാണ്ടിരിക്കുന്നത് അധർമ്മ. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക, ഭഗവാനെ ആശ്രയിച്ച് സന്തോഷമായിട്ടിരിക്കുക. എന്തിനു ഭജിക്കണമെന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവരുത്. എന്താണ്? എന്തിനാണ് ഭാഗവതം കേൾക്കണു? ഉത്തരമുണ്ടോ? വരാഹാവതാരം കേട്ടാൽ ഭൂമി ലാഭം ഉണ്ടാവും. അതുകൊണ്ട് ഞാനിവിടെ ഒരു ഫ്ലാറ്റ് ആലോചിക്കുന്നുണ്ട്, കിട്ടിയാൽ നന്നായി. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി, അത് തെറ്റൊന്നുമില്ല, അങ്ങനെ ഇരുന്നോളൂ. അങ്ങനെയൊക്കെ നോട്ടീസിൽ കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഇന്നത്തെ ഫലശ്രുതി അതാണ്, ഭൂമി ലാഭം. വരാഹാവതാരം കേട്ടാൽ ഭൂമി ലാഭം. നാളെ കേട്ടാൽ പേടി പോവും. ഭദ്രകാളി പ്രാദുർഭാവം കേട്ടോളൂ, പേടി പോവും. പേടിയുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ കേൾക്കാം, പേടി ഉണ്ടെങ്കിൽ അത് പോവും. ഇനി മറ്റന്നാൾ നരസിംഹാവതാരം കേട്ടോളൂ, ശത്രുനാശം. എന്താണ്? ശത്രുക്കളില്ലേ? നശിച്ച് കാണണമെന്ന് മോഹമില്ലേ? മറ്റന്നാൾ വരും, അത് കേട്ട് കഴിഞ്ഞാൽ ശത്രുനാശം ഉണ്ടാവും. ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ കല്യാണ്ടിരിക്കുക വെച്ചാലേ 4-ാം ദിവസം കൃഷ്ണാവതാരം കേട്ടോളൂ, സന്താനലബ്ധി. ഇനി കല്യാണം കഴിയാണ്ടിരിക്കുന്നവരുണ്ടാവുമല്ലോ, അവർ വന്നോളൂ, അതിൻ്റെ വ്യത്യാസം രുക്മിണി സ്വയംവരം കേട്ടാൽ കല്യാണം കഴിയും. ഇനിയോ? ഇനിയിപ്പം കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലേ 6-ാം ദിവസം വന്നോളൂ, കുചേലവൃത്തം കേട്ടാൽ ദാരിദ്ര്യം തീരും. എല്ലാ ദിവസവും ആളെത്തിക്കാനുള്ള ഏർപ്പാടാണ് ഇതൊക്കെ പറയണത് എന്ന് കരുതി കിട്ടില്ല വിചാരിക്കേണ്ട. അതൊന്നല്ല മുഖ്യം. ഇതിരുന്ന് കേൾക്കുമ്പോൾ നല്ല സമാധാനം ഉണ്ടെങ്കിൽ ഇതായിരുന്നു വേണ്ടത് എന്ന് മനസ്സിലാവും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ആരും വരില്ല. അപ്പോൾ എന്ത് പറയും? ചിലതൊക്കെ പറയും, കിട്ടാൻ വേണ്ടി അല്ല ഭജിക്കേണ്ടതെന്നുള്ളത് ഇവിടെ വന്നിരിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവുന്നു. ഒന്നിനും വേണ്ടി അല്ലാണ്ട് സ്നേഹിക്കുമ്പോൾ അതിനൊരു സൗന്ദര്യം കുറച്ച് അധികമാണെന്ന്. ഒന്നും പ്രതീക്ഷിക്കാണ്ട് ചെയ്തു നോക്കൂ, എത്ര രസാത്. എത്ര പേര് അങ്ങനെ ഉണ്ട്? വലിയ വലിയ ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ തൽക്കാലം 2 മാസം ഒഴിവാക്കി മുട്ടപ്പുറത്തിൽ പോയിട്ട് ബാത്റൂം കഴുകുന്നവരുണ്ട്, നമുക്ക് പരിചയമുണ്ട്. 5-8 ലക്ഷം റുപ്യ ശമ്പളമുണ്ട്. വീട്ടിൽ കഴുകൊന്നുമില്ല കേട്ടോ, വേറെ വിഷയം. പക്ഷേ അവിടെ പോയിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിനും വേണ്ടിയല്ല, ആരും അറിയണില്ല. അദ്ദേഹത്തിൻ്റെ ഉദ്യോഗം എന്താണെന്ന് അറിയില്ല, എത്ര റുപ്യ വാങ്ങേണ്ടത് ഇഷ്ടമില്ല, ഒന്നും അറിയാതെ ഒരു ഒറ്റ കൊണ്ട് കൊടുത്ത് അത്രയും ഒരു പുറത്തേട്ട് അവിടുന്ന് ഇങ്ങനെ സേവ ചെയ്യുക. അതിനുള്ളിൽ കിട്ടുന്ന സന്തോഷം അതാണ്. ഇത് വളരെ വലുതാണ്. ഒന്നും ആഗ്രഹിക്കാണ്ട് കർമ്മം ചെയ്യുമ്പോൾ അതിന് മധുരം കൂടും. ആഗ്രഹിച്ച് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം തുച്ഛമാവും, ഒന്നിനും കൊള്ളാണ്ടിയാവുകയാണ്. അതുകൊണ്ട് കർമ്മത്തിന് വില കൂടുന്നത് അതിൽ മുദ്ര പതിപ്പിക്കപ്പെടാം. ഒരു കടലാസിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് സീല് വെച്ച് കഴിഞ്ഞാൽ സാധനം മാറി, അതിന് വ്യത്യാസമുണ്ട്. ഇതുപോലെ ഒന്നും പ്രതീക്ഷിക്കാതെ, ഇനി ഒന്നും പ്രതീക്ഷിക്കാണ്ടെന്ന് പറയുമ്പം അത് പറ്റുമെന്നാണെങ്കിൽ ഈശ്വരൻ സന്തോഷിക്കാൻ, എന്താണ്? അതാണ് ഭക്തി സമ്പ്രദായം. ജ്ഞാനം ആണെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ, ഭക്തിയാണെങ്കിൽ ഭഗവാൻ സന്തോഷിക്കാൻ. പട്ടരിപ്പാടോട് ഭഗവാൻ ചോദിച്ചു, എന്തിനാ ഈ നാരായണിയൊക്കെ എഴുതിയത്? തനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടാനാണോ? അദ്ദേഹം പറഞ്ഞു, പൊട്ട, അത് കിട്ടാനൊന്നുമല്ല ഞാൻ ചെയ്തത്, എനിക്കൊന്ന് മാത്രമേ ആവശ്യമുള്ളൂ. എന്ത്? വാതരോഗം മാറുക. അങ്ങനെയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും ആഗ്രഹമില്ല. വാതരോഗം മാറിയാലും കുഴപ്പമില്ല, മാറിയില്ലെങ്കിലും സാരമില്ല. പിന്നെ എന്താ വേണ്ടു? ത്വത്പ്രസാദായ ഭൂയാത്, ത്വത്പ്രസാദായ ഭൂയാത്. ഗുരുവായൂരപ്പ അങ്ങ് സന്തോഷമായി എന്ന് പറയൂ, അത്രയേ വേണ്ടു. നാരായണിയെ നോക്കിയിട്ടെ, പട്ടരി എനിക്ക് സന്തോഷമായി.
ത്വത്പ്രസാദായ ഭൂയാത്. അത് മാത്രമേ അടിയന് വേണ്ടൂ. അതാണ് ഭക്തി. ഞാൻ അമ്പലത്തിലേക്ക് വരുന്നത് ഭഗവാൻ സന്തോഷിക്കാൻ, ഭാഗവതം കേൾക്കുന്നത് ഭഗവാൻ സന്തോഷിക്കാൻ, അച്ഛനെ അമ്മയെ നോക്കുന്നത് അച്ഛനെ അമ്മയെ സന്തോഷിക്കാൻ. അത് അവരിഷ്ടം, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ നല്ലോണം നോക്കിച്ചിട്ട് അവർ സന്തോഷിച്ചോളൊന്നുമില്ല. അതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കാൻ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. താൻ ചെയ്യണ ധർമ്മം അത് ധർമ്മമാണ് എങ്കിൽ എന്ത് വേണം? ഭഗവാൻ സന്തോഷിക്കണം. ഇതാണ് ഭാവം. അതിനു വേണ്ടിയാവണം. അതാണ് ഭക്തി. ഇനി കാരണം ഉണ്ടാവരുത്. ഒന്നിനും വേണ്ടി അല്ലാണ്ട് ഭജിക്കുക. എന്തിനാ ഇപ്പം അമ്പലത്തേക്ക് വരണമെന്ന് ചോദിച്ചാൽ ഇനി ഉത്തരം പറയണത് എന്തിനു വരണമെന്ന് ചോദിച്ചാൽ വരാണ്ടിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് എന്നേ പറയാവൂ. എന്തിനപ്പം അങ്ങനെ സപ്താഹം കേൾക്കാൻ വന്നിരിക്കണു? സപ്താഹം അങ്ങനെ അടുത്ത് നടക്കുമ്പോൾ പോകാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അതിനു വേണ്ടി പോകുക. ഒന്നും കിട്ടാനൊന്നുമല്ല, ഭൂമി ലാഭത്തിനോ. ഇനി കിട്ടിച്ച് തെറ്റൊന്നുമില്ല, അങ്ങനെയല്ല. കിട്ടിയാൽ വേണ്ട പറയണില്ല, പക്ഷെ അതിനു വേണ്ടിയല്ല. നമ്മളിപ്പം കൊപ്ര ആട്ടണത് എന്തിനാ? കൊപ്ര പറഞ്ഞ മനസ്സിലായില്ലേ? എന്തിനാ? വെളിച്ചെണ്ണയ്ക്കാണ്. പക്ഷെ എന്ത് കിട്ടും? പിണ്ണാക്കും കിട്ടും. പക്ഷെ മുഖ്യം എന്തല്ല? അത്രയേ ഉള്ളൂ. ഇങ്ങനെ വന്നു ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഫ്ലാറ്റ് കിട്ടിയെന്ന് വരും. വേണ്ട പറയണ്ട, അത് പിണ്ണാക്ക് പോലെ കണക്കാക്കിയാൽ മതി. കിട്ടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുഖ്യം വെളിച്ചെണ്ണയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു ആനന്ദം. അത് ഫ്ലാറ്റ് കിട്ടിയാലും നാളെ പോയാലും വെളിച്ചെണ്ണ അവിടെ ഉണ്ടായിക്കോട്ടെ, ഉണ്ടാവും. ആ ആനന്ദം അവിടെ ഉണ്ടാവും. മറ്റത് നഷ്ടപ്പെടും. ഭൗതികമായിട്ട് എന്ത് കിട്ടിയാലും അത് നഷ്ടപ്പെടും. കിട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടാവും, നഷ്ടപ്പെടുമ്പോൾ വലിയ ദുഃഖമാവും. കിട്ടിയില്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ. ഒന്ന് കിട്ടിയിട്ടില്ലാണ്ടാവുമ്പോഴോ ഒരു പിശുക്കന് ലോട്ടറി അടിച്ചു, പിറ്റേ സ്വതാരം കട്ടുകൊണ്ടുപോയാലും അടിക്കാണ്ടിരിക്കരുത് വേദം. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഉണ്ണി ഉണ്ടായി അത് 2 ദിവസം കഴിഞ്ഞ് കണ്ടിട്ട് ഇല്ലാണ്ടാവുമ്പോഴോ അധികം ദുഃഖമായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നർത്ഥം. എന്തിന് ഭാഗവതം കേൾക്കണമെന്ന് ചോദിച്ചാൽ, എന്തിന് ശ്വാസം വലിക്കണമെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? ശ്വാസം വലിക്കാണ്ടിരിക്കാൻ വയ്യ, അതാണ്. അതേപോലെ ഭാഗവതം കേൾക്കാണ്ടിരിക്കാൻ വയ്യ, അതെൻ്റെ ധർമ്മമാണ്. ഞാൻ ഇരിക്കുന്നിടത്തോളം കാലത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ഇതൊക്കെ എത്ര കാലമുണ്ടോ അത്ര കാലം ഞാൻ ഭാഗവതവും സ്മരിക്കും, ആത്മവിചാരം ചെയ്യും. പലപ്പോഴും എന്താ ഉണ്ടാവുക ചോദിച്ചാൽ, ദുഃഖം വരുമ്പോൾ മാറ്റി നിർത്തും. അപ്രതിഹത. അങ്ങനെയാണ് ഭക്തി. ദുഃഖം വരുമ്പോൾ മാറ്റി നിർത്തരുത്. ദുഃഖം വരുമ്പോൾ കുറച്ച് അധികം വായിക്കണം. എന്താണ്? പരീക്ഷ വരുമ്പോൾ കുറച്ച് അധികം പഠിക്കണം. അല്ലാതെ നമ്മൾ പഠിക്കണം, പക്ഷെ പരീക്ഷ വരുമ്പോൾ കുറച്ച് അധികം പഠിക്കല്ലേ വേണ്ടത്. പലപ്പോഴും എന്ത് ചോദിച്ചാൽ, ദുഃഖമായതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും വായിക്കാറൊന്നുമില്ല, ഭാഗവതമൊന്നും കേൾക്കാറില്ല. കാരണം വയ്യ, തോന്നുന്നില്ലേ, എന്തെല്ലാം ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിർത്തി. എന്നാൽ ഊണഴിക്കണതോ അത് നിർത്തിയില്ല, അത് നിർത്താത്തു. അല്ല, അത് നിർത്തിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അടുത്ത ബന്ധു മരിച്ചു, അല്ലെങ്കിൽ തീരെ വയ്യ, ഞാൻ 10 ദിവസമായിട്ട് കഴിക്കാറില്ലെങ്കിൽ ഭാഗവതം വായിക്കണ്ട. ഉറങ്ങാറില്ല പറയാറുണ്ടോ? എന്താ അറിയില്ല, വലിയ വിഷമമാണ് ഇപ്പോൾ ജീവിതത്തിൽ, അതുകൊണ്ട് ഞാൻ ഒരു മാസമായിട്ട് ഉറങ്ങാറില്ല. അതൊന്നല്ല, എവിടെയും കുത്തിച്ചാരി ഉറങ്ങും. എന്നാൽ ഭാഗവതം അത് കേൾക്കാറില്ല. അങ്ങനെ അത് ഒഴിവാക്കണം. ഈ സമയത്ത് കുറച്ച് അധികം ആശ്രയിക്കല്ലേ വേണ്ടത്. പക്ഷെ ആ ബുദ്ധി തോന്നുന്നില്ല, അത് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രതിഹതം എന്ന് പറഞ്ഞാൽ തടസ്സം ഉണ്ടാവരുത്. ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും ഉണ്ടാകും. ഒക്കെ നമ്മുടെ കർമ്മഫലമാണ്, ഭഗവാൻ തരണമെന്നല്ല. ഇനി ഭഗവാനെ കുറ്റം പറയുന്നു വേണ്ട. എനിക്കിങ്ങനെ ജീവിതത്തിലുണ്ടായല്ലോ ഗുരുവായൂരപ്പൻ തരുമെന്നല്ല. നമ്മളുടെ കരുതൽ കുറവായതുകൊണ്ട് സംഭവിക്കുന്നതാണ്, ജാഗ്രത കുറവ് കൊണ്ട് പറ്റുന്നതാണ്. ഭഗവാൻ കാരണമല്ലേ ചോദിച്ചാൽ, ഇപ്പോൾ എല്ലാത്തിനും കാരണം ഭഗവാൻ തന്നെയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ അതിപ്പോൾ ഇതുപോലെ ചോദിച്ചാൽ, വണ്ടി ഓടിച്ചു, നമ്മൾ ശ്രദ്ധിക്കാണ്ട വണ്ടി തട്ടി കുത്തി മറിഞ്ഞു, നമ്മളെ കാല് പൊട്ടി. ഇപ്പോൾ ഒരാൾ ചോദിച്ചു, എന്താ ഇപ്പം അങ്ങനെ അപകടം പറ്റാൻ കാരണം? അത് ആ പെട്രോളാണ് കാരണം, വണ്ടിയിലെ പെട്രോൾ. എന്താണ് അതെങ്ങനെയത്? അല്ല, പെട്രോൾ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ വണ്ടി ഓടിച്ചത്. അതെ, പെട്രോൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ വണ്ടി ഓടിച്ചത്, അത് സംശയമൊന്നുമില്ല. പക്ഷേ ആ കുത്തി മറിഞ്ഞ് വീണതിന് പെട്രോൾ കാരണക്കാരനാണോ? ആണോ? ഗുരുവായൂരപ്പനുള്ളത് കൊണ്ടാണ് നമ്മൾ ധർമ്മവും അധർമ്മവും ചെയ്യണത്, സംശയമൊന്നുമില്ല. പക്ഷെ അധർമ്മം ചെയ്തിട്ട് അപകടം പറ്റുമ്പോൾ അതിന് ഗുരുവായൂരപ്പനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അർജുനോട് തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ഇനി എല്ലാം കൂടി എൻ്റെ പേരടിക്കിടേണ്ട അർജുന. കാമയേഷ ക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവ. നിൻ്റെ ഉള്ളിലെ കാമവും ക്രോധവും കാരണമാണ് നിനക്ക് ദുഃഖം ഉണ്ടാവുന്നത്, അല്ലാതെ ഭഗവാൻ തരുന്നു പറയാൻ നിൽക്കണ്ട. അതുകൊണ്ട് അത് കുറയ്ക്കൂ, സമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കൂ, അതിനുള്ള വഴി കണ്ടെത്തൂ. അപ്രതിഹത. ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പൂന്താനത്തിൻ്റെ ഉണ്ണി മരിച്ചുപോയി, അദ്ദേഹം ഭജനം നിർത്തിയോ? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഭഗവാനെ മനസ്സിലായി, ഞാൻ അങ്ങേ ഭജിക്കുന്നത് ലേശം കുറഞ്ഞുണ്ടല്ലേ, മകനോടുള്ള ആസക്തി കൊണ്ട്. അത് അങ്ങേക്ക് മനസ്സിലായി, ഇയാൾ നശിക്കണ്ട എന്ന് കരുതി എന്ത് ചെയ്തു? മകനെ അങ്ങോട്ട് എടുത്തു. ഇപ്പം അങ്ങൻ്റെ മനസ്സ് കളിക്കുന്നുണ്ടല്ലോ, ഇരിക്കല്ല, ഓടല്ല, കളിക്കുമ്പോൾ ഭഗവാന്റെ ആ കളിസ്ഥലമായിട്ട് മാറി മനസ്സ്. വാതരോഗം വന്നു മേൽപ്പത്തൂർ ഭഗവാനെ ഭജിക്കേണ്ടായത്, വിടലുണ്ടായത്. ഇങ്ങനെ സജ്ജനങ്ങളൊക്കെ അവർക്ക് ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ അവർ ഭഗവാനോട് കൂടുതൽ അടുക്കും. ഇനി കുന്തിദേവി കാണിച്ചു തരും, ദുഃഖം ഉണ്ടാകുമ്പോഴൊക്കെ ഭഗവാനോട് അടുക്കുന്നു.
അതാണ് വേണ്ടത്, അല്ലാണ്ട് ഒഴിവാക്കല്ല. നമ്മളാച്ചാൽ ഒന്ന് വെച്ചുത്തി വീണാൽ പിന്നെ അമ്പലത്തേക്ക് ഇല്ല പറയും, നന്നായി, അയ്യപ്പന് സന്തോഷമേ ഉള്ളൂ, ഇയാളെ ശല്യം ഇല്ല വിചാരിക്കും. അതല്ലാതെ ഒരു നഷ്ടം ഇല്ല, അവനവനാ നഷ്ടം. നമ്മുടെ ആത്മവിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ ശാന്തിയാണ് ഇല്ലാണ്ടാവണത്. ആ ഒരു വിവേകം ഉണ്ടാവണം എന്നർത്ഥം. അപ്രതിഹതായാത്മാ സംപ്രസീദതി. ശരിക്കും പറഞ്ഞാൽ ഇതാണ് അറിയേണ്ടത്. ഇവിടെ ധർമാനുഷ്ഠാനമൊക്കെ എന്തിനു ചോദിച്ചാൽ ഈ തത്വത്തിലെത്താനാണ്. ധർമ്മം അനുഷ്ഠിക്കുന്നത് ധർമ്മത്തിന് വേണ്ടിയിട്ടല്ല, ചില മര്യാദകളൊക്കെ പാലിക്കുന്നത് എല്ലാ കാലവും അങ്ങനെ ഇരിക്കാനല്ല, സത്യത്തിലെത്താനാണ്. ബസ്സിൽ കയറണത് എന്തിനാ ചോദിച്ചാൽ ലക്ഷ്യത്തിലെത്താനല്ലേ, അല്ലേ? ഗുരുവായൂർ ബസ് കയറി ഇരുന്നു, എന്താ ഉദ്ദേശം? ഗുരുവായൂരിലെത്തിയിട്ട് തൊഴണം എന്നാണ്. പക്ഷെ എന്ത് പറ്റി ചോദിച്ചാൽ ഗുരുവായൂർ എത്തിയിട്ട് നമ്മൾ ഇറങ്ങണില്ല. എന്താ കാരണം? അപ്പോഴേക്ക് ബസ് ഇഷ്ടമായി. എന്താണ്, എന്താ ചെയ്യുക? ബസ്സിന് അങ്ങനെ വലിയ ഇഷ്ടമായി, ബസ് സീറ്റ് ഇഷ്ടപ്പെട്ടു, ബസ്സിൽ ഡ്രൈവർ ഇഷ്ടമായി, എല്ലാം കൂടി കൊണ്ട് ഇഷ്ടമായിട്ട് ഗുരുവായൂർ ഇറങ്ങണില്ല. ഇതിപ്പോൾ നമ്മളെ കഥ. ഇവിടെ ജനിച്ചത് ഭഗവാനിലെത്താനാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പോണ വഴിക്ക് കല്യാണം കഴിഞ്ഞു, ജോലി കിട്ടി, മക്കളായി, പോകാൻ തോന്നണില്ല, ഭഗവാനെ കാണാൻ തോന്നണില്ല. അതിനാ വന്നത്. പക്ഷെ അത് പറ്റുന്നില്ല. ധർമ്മമാണത്. ധർമ്മം എന്നുള്ളത് വഴിയാണ്, ലക്ഷ്യമല്ല. അപ്പം ആദ്യമൊക്കെ ധർമ്മം വേണം. ബസ് കയറാണ്ട് ഗുരുവായൂരിലെത്തില്ല. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ ഇറങ്ങാൻ മടിക്കരുത്. ഒരു സമയം കഴിഞ്ഞാൽ ഭാഗവതം കേൾക്കാൻ മടിക്കരുത്. അത് കേൾക്കാനാണ് ജനിച്ചത്. 10-60 വയസ്സ് കഴിഞ്ഞിട്ടും ഭാഗവതം കേൾക്കാൻ തോന്നണില്ലെങ്കിൽ ചട്ടുകം പഴുപ്പിച്ച് വയ്ക്കും, സ്വാഭാവികമായിട്ട് വന്നിരിക്കും. അതുകൊണ്ട് ഓപ്പറേഷൻ നിൽക്കരുത്. ഹോമിയോ ഗുളിക കൊണ്ട് തന്നെ തീരെ നോക്കുക. എന്താണ്, 10-30 വയസ്സാകുമ്പോഴേ തുടങ്ങാൻ ലേശമൊക്കെ ആയിട്ട് നോക്കുക. അത് ഹോമിയോ. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ സർജറി വേണ്ടി വരും. കാരണം ഇത് കേൾക്കാണ്ട് നിവൃത്തിയില്ല. അതുകൊണ്ട് കരുതണം, ലക്ഷ്യം മറന്നു പോകരുത്. പിന്നെയും ലോക വിഷയങ്ങളുടെ പിന്നാലെ ഓടുന്നത് ശരിയല്ല. അങ്ങനെ ഓടിയാൽ ദുഃഖിക്കേണ്ടി വരും. അത് ഭഗവാൻ തരണമെന്നല്ല. ഇനി ഭഗവാനെ കുറ്റം പറയേണ്ട, തൻ്റെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. വേണ്ടത്ര മനസ്സിന് ശക്തിയും ശുദ്ധിയും ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് കരുതണം. ഇവിടെ ധർമാനുഷ്ഠാനം വിധിച്ചത് അത് അർത്ഥം സമ്പാദിക്കാനല്ല, ഈശ്വരനിലെത്താനാണ്. അർത്ഥം സമ്പാദിച്ചോളെന്നൊക്കെ പറയുന്നുണ്ട്, ധർമ്മശാസ്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. അർത്ഥം സമ്പാദിക്കണം എന്തിനല്ല? കാമം അനുഭവിക്കാനല്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്. കാമം അനുഭവിച്ചോളെന്ന് പറയുന്നുണ്ട്. അത് ഏത് ഭാഗത്തിന്? അത് ഭോഗം അനുഭവിച്ച് അങ്ങനെ കഴിയാനല്ല, അത് ഈശ്വരൻ്റെ പ്രസാദം എന്ന മട്ടിൽ ഇന്ദ്രിയങ്ങളെയൊക്കെ തൽക്കാലം അടക്കാനാണ്. വിഷയങ്ങളുടെ പിന്നാലെ ഓടുമ്പോഴേ ഭഗവാനിലേക്ക് ശ്രദ്ധ വരില്ല. ഇന്ദ്രിയങ്ങൾ അങ്ങനെ പ്രബലമായിട്ടിരിക്കുമ്പോൾ വലിയ പ്രയാസമായിരിക്കും. ആ വാസനയേക്കും തൽക്കാലം ഒന്ന് അടക്കാൻ വേണ്ടിയിട്ട് വിവാഹം കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട്, വിധിച്ചിട്ടുണ്ട്. അതെന്തിനല്ല? അതും ഭഗവാനിലേക്ക് തിരിയാനാണ്. അത്രയൊക്കെ ഉള്ളൂ, മനസ്സിലാക്കി ഭഗവാനിലേക്ക് തിരിയാനാണ്. കാമസ്യ നേന്ദ്രിയപ്രീതി. ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടിയിട്ടല്ല കാമം അനുഭവിക്കാൻ പറയണത്. അത് ധാർമ്മികമായിട്ട് അനുഭവിച്ചാൽ കുറച്ച് കഴിയുമ്പം വിരക്തി വന്ന് ഭഗവാനിലേക്ക് തിരിയും. ശരിക്കും ഇവിടെ ജീവൻ്റെ ലക്ഷ്യം ഈശ്വരനെ അറിയലാണ്. ജീവസ്യ തത്വജിജ്ഞാസ. തത്വം അറിയണം, താൻ പൂർണ്ണനാവണം, താൻ പംശാണേ, പൂർണ്ണനാവണം എന്നുള്ളൊരാഗ്രഹം അത് നമുക്കുണ്ട്. പക്ഷെ ഇതാണ് ആഗ്രഹം എന്നറിയില്ല. തത്വജിജ്ഞാസ ജീവനുണ്ട്, പക്ഷെ തത്വജിജ്ഞാസ എന്നറിയില്ല. ഇതാണ് കുഴപ്പം. ചെറിയ കുട്ടികൾ വിശന്നിട്ടാ കരയുക, പക്ഷെ അവർക്ക് വിശപ്പാണ് കാര്യം എന്നറിയില്ല. പക്ഷെ ആർക്കറിയാം? വിവരമുള്ള അമ്മയ്ക്കറിയാം, കുട്ടിക്കറിയില്ല. കുട്ടി അമ്പിളിയമ്മാവനെ വേണമെന്നൊക്കെ പറയും, എന്നിട്ട് വാശി പിടിക്കുക, അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛനും മനസ്സിലായിക്കോളുന്നില്ല, അമ്മാവന്മാർക്ക് മനസ്സിലായിക്കോളുന്നില്ല, സഹോദരന്മാർക്ക് മനസ്സിലായിക്കോളുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് അറിയുന്നത്, അമ്മ തരാൻ പറയും, അമ്പിളിയമ്മാവനെ തരാൻ, അങ്ങോട്ട് വരും ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് കൂട്ടി കൊണ്ടുപോയി കാലും മുഖം കഴുകി നല്ല ചോറും തൈരൊക്കെ കൂട്ടി ഉപ്പൊക്കെ കൂട്ടി കുഴച്ചിട്ട് 2-5-8 ഉരുള അകത്തെത്തുമ്പോൾ പിന്നെ കുട്ടിക്ക് എന്ത് വേണ്ട? കരച്ചിൽ നിർത്തി, ഒന്നും വേണ്ട, അമ്പിളിയമ്മാവനും വേണ്ട, കുട്ടി വേശന്നിട്ടാണ് കരഞ്ഞത്. ഇതുപോലെ നമ്മളും ജനിച്ചാൽ കരയണത് ഭാഗവതം കിട്ടാനാണ്, ഈശ്വരനെ അറിയാനാണ്. പക്ഷെ നമുക്കതറിയില്ല. നമ്മൾ പറയാം പാല് വേണം എന്ന് പറയാൻ പാല് കിട്ടി, പിന്നെയും കരയുമ്പോൾ കളിപ്പാട്ടം വേണം, കളിപ്പാട്ടം കിട്ടി, അതല്ല വിഷയം. അപ്പോഴേ ഭാഗവതം കൊടുത്താൽ മതി, നമ്മൾ പിടിച്ചിരുന്നോളൂ. പക്ഷെ നമ്മളത് കൊടുക്കില്ല. അത് കുറേ കഴിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് അറിയണത്. ജോലി വേണം, ജോലിയല്ല വിഷയം, ഈശ്വരനെ കിട്ടാത്തതാണ് വിഷയം. കല്യാണം കഴിയണം, കുട്ടി, അതൊന്നല്ല വിഷയം, ഈശ്വരനെ അറിയാത്തതാണ് കുഴപ്പം. പക്ഷെ അത് അറിയണില്ല. ജീവസ്യ തത്വജിജ്ഞാസ. ജീവന് തത്വം അറിയാനുള്ള ആഗ്രഹമുണ്ട്, അതാണ് വിഷയം എന്നറിയില്ല. അപ്പോഴാണ് ചോദ്യം, തത്വം എന്ന് പറഞ്ഞപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമോ? പിന്നെ എങ്ങനെയപ്പോൾ ഇതിനെ പറയേണ്ടത്? പലരും പല പേര് വിളിക്കാറുണ്ട്. ബ്രഹ്മേതി, പരമാത്മേതി, ഭഗവാൻ ഇതി ശബ്ദതേ. പല ശബ്ദങ്ങളുണ്ട് ഇതിന്. ചിലർ ബ്രഹ്മം എന്ന് പറയും, ചിലർ പരമാത്മാ എന്ന് പറയും, ചിലർ ഭഗവാൻ എന്ന് പറയും. അതൊക്കെ പ്രകരണം അനുസരിച്ചിട്ട് മാറും. സ്ഥലം നോക്കിയിട്ടാണ് പേര് വിളിക്കുക. ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പരബ്രഹ്മത്തെ നമ്മൾ വിളിക്കുക സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വിളിക്കും. പഴനി പോയാൽ ഹര ഹരോ ഹര ഹര, അത്രയേ ഉള്ളൂ. കേദാറിൽ പോയാൽ ഹര ഹര മഹാദേവ. ബദരി പോയാൽ ബദരി വിശാൽ കി ജയ്, അത്രയേ ഉള്ളൂ. അത് സ്ഥലം നോക്കിയിട്ടാണ്. ഭാഗവതാണ് പറയണതെങ്കിൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ദേവി ഭാഗവതാണെങ്കിലോ അവിടെ സർവത്ര ദേവീനാമ സങ്കീർത്തനം, അത്രയേ ഉള്ളൂ. വസ്തു ഒന്ന് തന്നെ.
ബ്രഹ്മേതി ഉപനിഷത്തിലാകുമ്പോൾ ബ്രഹ്മം എന്ന് പറയും. പുരാണമാകുമ്പം വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ്, ദേവി, ഇങ്ങനെയൊക്കെ പല പേരിൽ വിളിക്കും. പക്ഷെ പറയുമ്പോഴും ആ പറയുന്ന ആൾക്ക് നല്ലപോലെ അറിയാം എന്ത് ഇത് ബ്രഹ്മം തന്നെ, ഇപ്പം അങ്ങനെ വിളിക്കണമെന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. ഒരേ ഒരു വസ്തു അത് പല വേഷം കെട്ടുന്നു, അത്രയേ ഉള്ളൂ. പല പേരുമില്ലേ ഒരേ വസ്തുവിന്, പല ഭാഷയിൽ പല പേരല്ലേ. ഇപ്പം വെള്ളം എന്ന് നമ്മൾ പറയണം, ഇവിടുന്ന് ദാഹിച്ച് നമ്മൾ വെള്ളം എന്നാണ് പറയുക. എന്നാൽ തമിഴ്നാട്ടിൽ പോയാലോ തണ്ണി എന്ന് പറയും, അത്രയേ ഉള്ളൂ. ലേശം വ്യത്യാസമുണ്ട്. ഇനി കർണാടകയാണെങ്കിൽ നീര്, ഉത്തരേന്ത്യ പോയാലോ പാനി എന്ന് പറയും. ഇവിടുന്ന് ഞാൻ ദാഹിച്ചാൽ പാനി എന്ന് പറഞ്ഞാൽ എന്താ കൊണ്ടുതരിക? മലയാളികളാണെങ്കിൽ മറ്റേ പാനി കൊണ്ടുതരും, കലശപ്പാനി കൊണ്ടുതരും. സംഗതി മാറി. ഇനി ഇതിന് തന്നെ അമേരിക്കയിൽ പോയാൽ വാട്ടർ ആണ് പേര്. ഇതിന് ലബോറട്ടറി പോയാൽ H2O എന്നൊരു പേരുണ്ട്. ഇതൊക്കെ ഒരേ സംഗതിയാണ്. പക്ഷെ ആരും ദാഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് H2O വേണമെന്ന് പറയാറില്ല. ഇനിയിപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു വിചാരിക്കുക, കുറച്ച് H2O തരുമോ ചോദിച്ചാൽ നിങ്ങൾ പറയും രാവിലെ ഇയാൾക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമല്ല, അത് ശരിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് സന്ദർഭം നോക്കിയിട്ടേ പറയാവൂ. അതാണ് ഔചിത്യം. ഇതുപോലെ ഔചിത്യം ആവശ്യമാണ്. പുരാണം പറയുന്ന സമയത്ത് അവിടെ ഈശ്വരൻ എന്ന് പറയും പരബ്രഹ്മത്തെ. ഉപനിഷത്തിലാകുമ്പോൾ പരബ്രഹ്മം എന്ന് പറയും. അത്രയേ ഉള്ളൂ. സംഗതിയൊക്കെ ഒന്ന് തന്നെ. ഈ പ്രപഞ്ചമായിട്ട് നിൽക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്, പരബ്രഹ്മം തന്നെയാണ് എന്നറിയണം എന്നാണ്. സ്ഥിത്യാദയേ ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞ. ഒരേ ഒരു വസ്തു സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കായിട്ട് പല വേഷം കെട്ടുക. നമ്മൾ പല വേഷം കെട്ടാറുണ്ട്. ആ പരബ്രഹ്മം സൃഷ്ടിക്കുമ്പം ബ്രഹ്മാവിൻ്റെ വേഷം കെട്ടും. ബ്രഹ്മാവിൻ്റെ വേഷമാണ് എന്താണ്? ബ്രഹ്മാവിൻ്റെ വേഷം കെട്ടുന്നത് ആരാ? പരബ്രഹ്മം. അയാൾ പരിപാലിക്കുമ്പോഴോ വിഷ്ണു ഭഗവാന്റെ വേഷം കെട്ടും. വേഷമാണ് ചിലർ വേറെ വേറെ വിചാരിക്കും, ബ്രഹ്മാവ് വേറെ വിഷ്ണു വേറെ. അല്ലല്ല, ഒരേ പരബ്രഹ്മം പല വേഷം കെട്ടുകയാണ്. സംഹരിക്കുമ്പോഴോ അതിന് സൗകര്യം ശിവൻ്റെ വേഷമാണ്. ഇങ്ങനെ 3 വേഷം കെട്ടാറുണ്ട്. 3 അല്ല, എത്ര വേഷം വേണമെങ്കിലും അദ്ദേഹം കെട്ടും. പക്ഷെ വസ്തു ഒന്ന് തന്നെയാണ്, മാറിപ്പോകരുത്. നമ്മളും സൗകര്യത്തിന് പല വേഷം കെട്ടാറില്ലേ? അമ്പലത്തേക്ക് വരുമ്പോൾ ഒരു വേഷം അല്ലേ, നമ്മളിൽ പോകുമ്പോഴോ ഇതേ വേഷം. അമ്പലത്തേക്ക് വരുമ്പോൾ വേഷ്ടിയും കൊണ്ടു, ടൗണിൽ പോകുമ്പോൾ വേറൊരു വേഷം, ചുരിദാർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. വീട്ടിലിരിക്കുമ്പോഴോ, വീട്ടിലിരിക്കുമ്പോൾ പറയുന്ന വേണ്ട, അത് വേറൊരു വേഷം. ഇങ്ങനെ എത്ര വേഷം ഒരാൾക്ക് തന്നെ ഉണ്ട്. ആൾ മാറണുണ്ടോ? ആൾ മാറണല്ലേ? ചോദിച്ചാൽ പറയാം ഇതാണ് ഇവിടെ സൗകര്യം, ഇതാണ് അവിടെ സൗകര്യം, ഇതാണ് ഇവിടെ, അത്രയേ ഉള്ളൂ. ആൾ മാറണില്ല. അതുകൊണ്ട് ആൾ മാറണമെന്ന് വിചാരിച്ചാൽ അത് ദുഃഖത്തിന് കാരണമാവും. ഭേദബുദ്ധി, രാഗം, ദ്വേഷം പലതുണ്ട് എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ഒന്നേ ഉള്ളൂ. ഇതന്നെയാണ് ഭാഗവത്തിൻ്റെയും സന്ദേശം. ഒന്നേ ഉള്ളൂ. ഇതാണ് ഭാഗവതം. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. ഇതന്നെയാണ് ബ്രഹ്മം. ഇത് വേദമാണ്, വേദസാരമാണ്. ഇത് പണ്ട് വ്യാസർ എഴുതി തൻ്റെ മകനെ പഠിപ്പിച്ചു ശ്രീശുകരെ. ശ്രീശുകർ ഇത് പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്തു. അവിടെ ഇരുന്ന് പലരും ഇത് കേട്ടു. അങ്ങനെ അവരൊക്കെ അങ്ങനെ പ്രചരിപ്പിച്ചു. അങ്ങനെ നമ്മുടെ കയ്യിലെത്തിയതാണ്. ഞാൻ അറിഞ്ഞതുപോലെ ഞാനിത് പറഞ്ഞു തരാം എന്ന് ഇവിടെ സൂതപൗരാണികൻ പറയുകയാണ്. അപ്പോഴാണ് ചോദ്യം, എന്തേ വ്യാസർ ഈ ഗ്രന്ഥം രചിക്കാൻ ഉണ്ടായി, എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അത് വർണ്ണിക്കുന്നു. വേദവ്യാസർ മഹാഭാരതം രചിച്ചു, വേദത്തെ വ്യസിച്ചു, ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടും അദ്ദേഹത്തിന് തൃപ്തിയില്ല. നല്ലൊരു ഗ്രന്ഥം രചിച്ചിട്ടും ജനങ്ങൾ വേണ്ടതുപോലെ അത് പഠിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സങ്കടം തോന്നി. അങ്ങനെ അദ്ദേഹം ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നാരദ മഹർഷി അദ്ദേഹത്തെ കണ്ടു. എന്താ വ്യാസരെ അങ്ങയുടെ മുഖത്തൊരു മ്ലാനത, അങ്ങേപ്പോലൊരു ഞാനിങ്ങനെ ദുഃഖിക്കാൻ പാടില്ല പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദുഃഖത്തിന് കാരണം അങ്ങനെയൊന്ന് പറയുമോ? എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്യുമ്പോഴൊക്കെ വേണ്ടതുപോലെ ആവുമെന്ന് വിചാരിക്കും, കഴിഞ്ഞാൽ തോന്നും വേണ്ടതുപോലെ ആയില്ല. താൻ ഗ്രന്ഥം രചിച്ചിട്ട് കാര്യമില്ല, ജനങ്ങളിത് നോക്കണ്ടേ, അത് വേണ്ടേ? അതല്ലേ വളരെ പ്രധാനം. ജനങ്ങളിലേക്ക് അത് എത്തുന്നില്ല. അവരൊന്നും ശാന്തിയും സമാധാനം അവർക്ക് കിട്ടണില്ല. അവരൊന്നും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നില്ല. അതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. നാരദർ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം. അങ്ങനെ നല്ലോണം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് മഹാഭാരതത്തിൽ, ഇല്ല പറയണില്ല. ധർമ്മത്തെ പറ്റിയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. പക്ഷേ ധർമ്മത്തിനും അടിസ്ഥാനമായിരിക്കുന്ന ബ്രഹ്മത്തെ പറ്റി പറഞ്ഞില്ല, വിസ്തരിച്ചില്ല. മര്യാദകളെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലൊക്കെ ചലിക്കണമെങ്കിൽ, മര്യാദ വേണമെങ്കിൽ എന്ത് വേണം? അടിസ്ഥാനമായ ഒരു വസ്തുല്ലേ, ആ വസ്തുവിനെ കുറിച്ച് അധികം പറയാം. അത് വേണം, അത് ശ്രദ്ധിക്കണം. ധർമ്മം മാറിക്കൊണ്ടിരിക്കും. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ധർമ്മം മാറിക്കൊണ്ടിരിക്കും. ഇപ്പം എൻ്റെ ധർമ്മം പറയുക എന്നുള്ളതാണ്. നിങ്ങളുടെ ധർമ്മം അവിടെ തന്നെ മാറിയില്ലേ? എൻ്റെ ധർമ്മമല്ല നിങ്ങളുടെ ധർമ്മം. അതെന്താ അങ്ങനെ? വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഒരേ ധർമ്മമല്ല, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വക്താവിൻ്റെ ധർമ്മവും ശ്രോതാവിൻ്റെ ധർമ്മവും വ്യത്യാസമുണ്ട്. ഇനി അത് മാത്രമല്ല, അതും ഇപ്പം പറയാനുള്ളത് ധർമ്മം ഈ കാലത്ത് ഈ ദേശത്ത് മാത്രമാണ്. ഒരു സമയം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലോ?
പറയൽ എൻ്റെ ധർമ്മ എന്ന് പറഞ്ഞാൽ രാത്രി 8 മണിക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ സംഘാടകർ പറയും ഒന്ന് അങ്ങോട്ട് മാറിയിരുന്ന് പറഞ്ഞു വെച്ചാൽ നന്നായിരുന്നു. അത് പറ്റില്ല. അതൊരു 7 ദിവസം കഴിഞ്ഞ് നിർത്തണം. അത് കഴിഞ്ഞ് പിന്നെയും ഇവിടെ തന്നെ ഇരുന്നാലോ അതും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം കാലം ദേശം ഇതിൻ്റെ ഉള്ളിൽ മാത്രമാണ് ധർമ്മം. അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഭഗവാന് മാറ്റമുണ്ടോ? പഴയ ഭഗവാനല്ല ഇപ്പം, കുറച്ച് മാറിയിട്ടുണ്ട്. അങ്ങനെയല്ല. മാറാത്ത ബ്രഹ്മത്തെ പറ്റി അങ്ങ് കുറച്ച് പറഞ്ഞു, മാറുന്ന ധർമ്മത്തെപ്പറ്റി അങ്ങ് കുറേ പറഞ്ഞു. എന്താ വേണ്ടത് വ്യാസരെ? ഇനി അങ്ങ് എന്ത് ചെയ്യൂ? മാറാത്ത ബ്രഹ്മത്തെപ്പറ്റി കൂടുതൽ പറയുക, മാറുന്ന ധർമ്മത്തെപ്പറ്റി കുറച്ച് പറയുക. അത് മാറിക്കൊണ്ടിരിക്കും. ധർമ്മത്തിന് പോലും അടിസ്ഥാനം ഈ ഭഗവാനല്ലേ, ബ്രഹ്മമല്ലേ? അത് ഭക്തിയും കൂടി ചേർത്താൽ വളരെ നന്നായി. ഇനി ഭക്തി ചേർത്ത് കഴിഞ്ഞാൽ സജ്ജനങ്ങൾ സ്വീകരിക്കും. ഇത് നമ്മുടെ പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ അവർ സ്വീകരിക്കും. ഇല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. ചമത്കാര സുന്ദരമായ വാക്കായിട്ട് കാര്യമില്ല. അതിൽ ഭക്തിരസം ഇല്ലെങ്കിൽ സജ്ജനങ്ങളത് സ്വീകരിക്കില്ല. ഇനി ഭക്തിരസം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ തെറ്റുപറ്റിയാൽ പോലും അത് സജ്ജനങ്ങൾ അങ്ങോട്ട് കണ്ണടയ്ക്കും. പോട്ടെ, അത് സാരമില്ല. ഉച്ചാരണ ശുദ്ധി ഇല്ലാണ്ട് അച്ഛനെ മകൻ അച്ഛാന്ന് വിളിച്ചാലും അച്ഛൻ എന്ത് പറയും? വിളി കേൾക്കാണ്ടിരിക്കുമോ? രണ്ടാമത്തെ അച്ഛ വന്നിട്ടില്ല, അവിടെ ഞാൻ വിളി കേൾക്കില്ല എന്നൊന്നും അച്ഛൻ പറയില്ല. അച്ഛാ വിളിച്ചാലും വിളി കേൾക്കും. പ്രതിശ്ലോകം അബദ്ധവത്യപി നാമാനി അനന്തസ്യ യശോങ്കിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. പ്രതിശ്ലോകം അബദ്ധമാണെങ്കിൽ പോലും, വാക്ക് പഴച്ചു പോയാൽ പോലും സാരമില്ല, ഇത് ലൈസൻസായിട്ട് എടുക്കരുതേ. ഇനി മുതൽ ഞാൻ തെറ്റിച്ച് ചോദിക്കും. അങ്ങനെയല്ല. അത് ആ ഒരു ഭാവത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്. ഭക്തിഭാവത്തോടു കൂടി വേണം ഭഗവാനെ ആശ്രയിക്കുക, ഭാഗവതം വായിക്കുക. അങ്ങനെ വേണം. പ്രേംണ ശനൈഹി ശനൈഹി പഠൻ. എങ്ങനെ വേണം ഭാഗവതം വായിക്കുക? വളരെ പ്രേമത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, കഷ്ടപ്പെട്ട് വായിക്കല്ല, ഇഷ്ടത്തോടു കൂടി, ഭജന പാടും പോലെ ആസ്വദിച്ച് ശനൈഹി മെല്ലെ 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 അങ്ങനെ വേണം. ഒരു പുഷ്പത്തിൽ നിന്ന് വണ്ട് തേൻ കുടിക്കുന്നത് പോലെ ആസ്വദിച്ച് ചെയ്യേണ്ടതാണ്. ഭാഗവതം കേൾക്കലും അങ്ങനെ തന്നെ, പറയലും അങ്ങനെ തന്നെ. അത് മസിൽ പിടിച്ച് വേർത്ത് പറയുകയാണെങ്കിൽ എന്താ കാര്യം? അല്ല. പ്രേംണ പഠൻ ഭാഗവതം ശനൈഹി. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യൂ, ഈ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതൂ. നോക്ക ഭഗവാൻ ഭാവമാണ് കേട്ടോ. ഭാവഗ്രാഹി ജനാർദ്ദന മൂഢോ വദതി വിഷ്ണുവായ. വിവരമില്ലാത്ത ഒരാൾ വിഷ്ണുവായ നമാന്ന് ജപിച്ചു. വിവരമുള്ളവനോ വിഷ്ണവേ നമ. വിദ്വാൻ വദതി വിഷ്ണവേ. ശരിയാണ്. വിഷ്ണു എന്ന ശബ്ദത്തിൻ്റെ ചതുർത്ഥി വിഷ്ണവേ എന്നാണ്. എന്താണ്? അതുകൊണ്ടല്ല, എല്ലാവരും പോലെ ഇല്ലല്ലോ. അപ്പം നമ്മൾ കൃഷ്ണായ നമ എന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് വിഷ്ണു ആകുമ്പോൾ വിഷ്ണു ആയ നമ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അതില്ല. കൃഷ്ണ ശബ്ദം കൃഷ്ണ ആ എന്നാണ് അവസാനിക്കുന്നത്, അതുകൊണ്ട് കൃഷ്ണായ മതി. ശിവ ആ എന്ന് അവസാനിക്കുന്നത് കൊണ്ട് ശിവായ നമ മതി. വിഷ്ണു എന്നാണ്, ഊന്നാണ്. അപ്പോൾ ഉകാരത്തിൽ അവസാനിക്കുന്നത് എങ്ങനെ വേണം? വിഷ്ണവേ നമ. ഗുരുവിന് നമസ്കാരം പറയുമ്പോൾ എങ്ങനെ വേണം? ഗുരവേ നമ. അങ്ങനെയാണ് സംസ്കൃതത്തിൽ നിയമമാണത്. എന്നാൽ ഗണപതി ആണെങ്കിലോ ഇകാരാണെങ്കിൽ ഗണപതയേ നമ. അങ്ങനെയാണ്. ഗണപതായ അല്ല, അത് തെറ്റാണത്. അപ്പം ഇവരുള്ളവർ കണ്ടാൽ തെറ്റത് പറയും, ചെറ്റ് പറയില്ല, മിണ്ടാണ്ടിരിക്കും, എന്തോ ആവട്ടെ കരുതും. ഭഗവാൻ നോക്കുക എന്താ വെച്ചാൽ ഭക്തിയാണ് എന്ന് കരുതി തെറ്റിച്ച് ജപിക്കണം എന്നല്ല. കാര്യമൊക്കെ മനസ്സിലാക്കുക. ആരെങ്കിലും അറിവുള്ളവർ പറഞ്ഞു തന്നാൽ അവരെ ധിക്കരിക്കരുത്. അത് ശരിയാണെങ്കിൽ ഉൾക്കൊള്ളണം. അവരെ മുന്നിൽ ഈ ശ്ലോകം ചൊല്ലിയിട്ട് അവരെ വരട്ടരുത്. അത് ശ്രദ്ധിക്കണം. അത് ആ ഭാവം മനസ്സിലാക്കണം. മൂഢോ വദതി വിഷ്ണുവായ. വിവരമില്ലാത്ത ആൾ വിഷ്ണുവായ നമ എന്ന് പറഞ്ഞു. വിദ്വാൻ വദതി വിഷ്ണവേ എന്ന വ്യാകരണമൊക്കെ പഠിച്ച ആൾ വിഷ്ണവേ നമ എന്ന് പറഞ്ഞു. നമുക്ക് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഒന്ന് നേരെയായിട്ടില്ല, ഒന്ന് നേരെ എന്നൊക്കെ നമ്മൾ പറയായിരിക്കും. പക്ഷേ ഭഗവാൻ എന്തേ നോക്കുള്ളൂ? രണ്ടും ഭഗവാൻ സ്വീകരിക്കും. ഭഗവാൻ നോക്ക് ഹൃദയമാണ്. ഭാവഗ്രാഹി ജനാർദ്ദന. ഭഗവാൻ ഭാവത്തെ ഗ്രഹിക്കുന്നവനാണ്. ചൊല്ലുന്ന ശ്ലോകം മലയാളം അയച്ചിട്ട് ഭഗവാൻ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വിചാരം സംസ്കൃതം ചൊല്ലിയാൽ മാത്രമേ ആർക്ക് ഇഷ്ടാവുള്ളൂ, ഇംഗ്ലീഷ് ചൊല്ലിയാൽ എന്താ ഇഷ്ടാവില്ലേ? അങ്ങനെയൊന്നുമില്ല. ഏത് ഭാഷയായാലും വിഷയമൊന്നുമില്ല. ഭഗവാൻ നോക്കുക ഭാവമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഭാവഗ്രാഹി ജനാർദ്ദന. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യൂ? അങ്ങ് ആ ഭാവത്തിന് പ്രാധാന്യം കൊടുത്തിട്ട്, ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തൊരു ഗ്രന്ഥം രചിക്കൂ. അങ്ങേക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും. പണ്ട് ശ്രീരംഗത്ത് ചൈതന്യ മഹാപ്രഭു വന്ന സമയത്ത് അവിടെ ഒരു ആൾ ഗീത വായിക്കുകയാണ്. അദ്ദേഹം എന്നും ഇരുന്ന് വായിക്കും ഗീത. മുന്നിൽ തന്നെ ഇരുന്ന് അമ്പലത്തിന് മുന്നിലിരുന്ന് വായിക്കും. തെറ്റി അദ്ദേഹം വായിക്കുള്ളൂ. ഒരു ശ്ലോകം വായിക്കാച്ചാൽ 12 തെറ്റ്. എങ്ങനെ തെറ്റിക്കണു? അങ്ങനെ തെറ്റിച്ച് വായിക്കണം കുറച്ച് പ്രയാസമുണ്ട്. എങ്ങനെ തെറ്റിക്കണത് കാണുമ്പോൾ അവിടെയുള്ള പണ്ഡിതർ ബ്രാഹ്മണർ വന്ന് പറഞ്ഞു, താൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വായിക്കല്ലോ, ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത പ്രയാസമുണ്ട്. ഇങ്ങനെയുള്ള കാര്യമൊക്കെ തെറ്റിച്ച് വായിച്ചാൽ അതൊരു മോശമാണ്, അതുകൊണ്ട് വായിക്കണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം കുറേ കാലമായിട്ട് വായിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ അദ്ദേഹം വായിക്കാണ്ടിരുന്ന് നോക്കി, പക്ഷെ പറ്റണില്ല, അത് ശീലമായി. വായിക്കാണ്ടിരിക്കാൻ വയ്യ. എന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാവണ്ട കരുതി അദ്ദേഹം ശ്രീരംഗത്ത് തന്നെ ആ അമ്പലത്തിൻ്റെ മുന്നിലിരിക്കാണ്ട് പിന്നെ പോയിരുന്ന് ചൊല്ലുകയാണ്. അപ്പോഴാണ് ചൈതന്യ മഹാപ്രഭു അവിടെ എത്തിയത്.
ഒരു തൂണിൻ്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം ആർക്കും ശല്യമാവണ്ട കരുതി അവിടെ ഇരുന്ന് മെല്ലെ മെല്ലെ വായിക്കണത് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കേട്ടു. തെറ്റിക്കൊണ്ട് തന്നെയാണ് വായിക്കണത്. പക്ഷേ വായിക്കുന്ന സമയത്ത് ഇയാളുടെ ഈ ഒരു ഭാവം കണ്ട സമയത്ത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കണ്ണിന്ന് കണ്ണീര് വരികയാണ്. പെട്ടെന്ന് പിന്നിലിരുന്ന് അയാൾ കണ്ടപ്പോൾ അദ്ദേഹം പുസ്തകം മടക്കി വെച്ച് നോക്കി. ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ തൊഴുതും കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വായിക്കേണ്ടെന്നൊക്കെ കരുതിയതാണ്, ബ്രാഹ്മണർ എന്നെ ചീത്ത പറഞ്ഞതാണ് തെറ്റി വായിക്കണതിൽ, അതുകൊണ്ട് ഞാൻ പിന്നെ അവർക്ക് ശല്യം വേണ്ട കരുതി ഇവിടെ ഇരുന്ന് മെല്ലെ വായിക്കുകയാണ്. അങ്ങത് കേട്ടു, അങ്ങേക്ക് വിഷമായോ, എന്നോട് ക്ഷമിക്കണേ, വായിക്കാണ്ടിരിക്കാൻ നോക്കി, ഒരു 4-5 ദിവസം നോക്കി, പറ്റണില്ല, അതുകൊണ്ട് ഒരു സമാധാനത്തിന് വായിക്കുകയാണ്, ഭഗവാൻ കേൾക്കാൻ എന്ന് പറഞ്ഞ സമയത്ത് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഗീതാമാതാവ് അനുഗ്രഹിച്ചത് നിന്നെയാടോ, ആ കണ്ട ബ്രാഹ്മണരെയല്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാവത്തിൽ വായിക്കാൻ പറ്റിയില്ലേ, അതാണ് മുഖ്യം. അല്ലാതെ എന്തു വായിക്കുന്നു എന്നുള്ളതൊന്നും വിഷയമില്ല. അത് വേണ്ടതുപോലെ ആവണ്ടോ തീരുമാനിക്കേണ്ടത് ആരാ? അത് ഭഗവാനല്ലേ. ഈ അർത്ഥം തന്നെ പഠിക്കണത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഭാവം വരാനാ. എന്ത് വരാൻ? ഭാവം അർത്ഥം പഠിക്കാണ്ട് തന്നെ വന്നു വെച്ചാൽ ആയില്ലേ. അതുകൊണ്ട് ഭാവഗ്രാഹീ ജനാർദ്ദന യസ്മിൻ പ്രതിശ്ലോകമബദ്ധവതി അഭി നാമാനി അനന്തസ്യ യശോംഗിതാനിയത്ത്. തെറ്റിയാൽ പോലും സജ്ജനങ്ങൾ പറയും, അത് നമ്മുടെ ഗുരുവായൂരപ്പനെ പറ്റിയല്ലേ, സാരല്ല, ക്ഷമിച്ചേക്കാം, ആ കുഴപ്പമില്ല, ഭഗവാനെ പറ്റിയല്ലേ പറയണത് എന്ന് കരുതി അവരെന്ത് ചെയ്യും? അവരത് തിരുത്തി നന്നാക്കി ഭംഗിയാക്കി അവർ അത് ഏറ്റുചൊല്ലും. നമ്മൾ തെറ്റു ചൊല്ലിയാൽ പോലും അവരെന്ത് ചെയ്യും? അവരത് നന്നാക്കി തിരുത്തി ഏറ്റുചൊല്ലും. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. അങ്ങക്ക് ആര് വരണമെന്ന ആഗ്രഹം? അരയന്നങ്ങൾ വരണോ, കാക്കകൾ വരണോ? കാക്കകൾ കുറേ എണ്ണം കൂടുതലുണ്ടാവും, പക്ഷെ അവർ കൊത്തി വലിക്കുക ചീത്ത വസ്തുക്കളാണ്. അരയന്നം എണ്ണത്തിൽ കുറവാകും, പക്ഷെ അവർ മാനസ സരസിലാണ് വിഹരിക്കുക. എന്താ വേണ്ടത്? മാനസ സരസാവണോ, ചളിക്കുണ്ടാവണം. സജ്ജനങ്ങൾ പുകഴ്ത്തണോ, അല്ലെങ്കിൽ ദുർജനങ്ങൾ കുറേ കൂടിയിരുന്ന് ഒച്ചുണ്ടാക്കണോ? എന്തു വേണം? കുറച്ചാണെങ്കിലും സജ്ജനങ്ങൾ വന്ന് പരമഹംസന്മാർ ഭക്തന്മാർ രസിക്കുകയാണെങ്കിൽ അതല്ലേ വേണ്ടത്. അതുകൊണ്ട് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തൊരു ഗ്രന്ഥം രചിക്കൂ. ഭക്തിക്ക് പ്രാധാന്യം കൊടുത്താലുള്ള ആ ഒരു മഹത്വം ഞാൻ പറയാം. എൻ്റെ കഥ തന്നെയാണ്. പണ്ട് ഞാൻ അഹംപുരാതീത ഭവേ അഭവം മുനേ ദാസ്യാസ്തു കസ്യാശ്ചന വേദവാദിനാം. പണ്ട് എൻ്റെ അമ്മ വേദമൊക്കെ പഠിച്ചു ചൊല്ലുന്ന ബ്രാഹ്മണരുടെ ജോലിക്കാരിയായിരുന്നു. അവിടുത്തെ വീട്ടിൽ ദാസിയായിട്ടിരിക്കുകയാണ്. അടുത്ത് ഞങ്ങൾക്കൊരു കുടിലുണ്ട്. കുറച്ച് സന്യാസിമാർ അക്കാലത്ത് ചാതുർമാസം അനുഷ്ഠിക്കാൻ വേണ്ടി അവിടേക്ക് വന്നു. അമ്മ വേഗം തന്നെ വീട് ഒഴിഞ്ഞു കൊടുത്തു. അവരവിടെ താമസിക്കട്ടെ കരുതി ചാണകമൊക്കെ തെളിച്ച് നിലമൊക്കെ മെഴുകി വൃത്തിയാക്കി അവർക്ക് സാധനങ്ങളൊക്കെ, ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. പക്ഷേ അവർ പ്രായമുള്ളവരായതുകൊണ്ട് ശുശ്രൂഷിക്കാൻ വേണ്ടി എന്നെ ഏർപ്പാടാക്കി. ശുശ്രൂഷമാണേ മുനയോ അല്പഭാഷിണി. എനിക്ക് പക്ഷേ ഈ പ്രായമുള്ളവരെ കണ്ടപ്പോൾ ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. ഈ വൃദ്ധന്മാരെ നോക്കി എൻ്റെ നല്ല സമയം പോവല്ലോ ഈശ്വര, അമ്മയുടെ കൂടെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു, അമ്മ സമ്മതിച്ചതുമില്ല, ഇവിടെയാക്കി പോയില്ലേ എന്ന ചിന്തയായിരുന്നു എനിക്ക്. കുട്ടികളെയും കൊണ്ട് ഭാഗവതം കേൾക്കാൻ വന്നാൽ കുട്ടികൾക്ക് അങ്ങനെ ചിന്ത ഉണ്ടാവുക. പെട്ടുപോയല്ലോ ഈശ്വര, സമപ്രായക്കാരുമില്ല, കളിക്കാനും വയ്യ, ഇത് അമ്മയുടെ കൂടെ വന്ന് പെട്ടുപോയി, മുത്തശ്ശിയുടെ കൂടെ വന്ന് പെട്ടുപോയി എന്ന് തന്നെയാണ് വിചാരിക്കുക. കുറച്ച് ദിവസം അങ്ങനെ വിചാരിക്കും. കുറച്ച് നേരം ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ന്യസ്തക്രീഡനകോ ബാലഹ, പിന്നെ മൊബൈൽ കൊടുത്താലും വാങ്ങില്ല, അവിടെ വെച്ചോളൂ പറയും. കാരണം എന്ത് അകത്ത് കയറി ഇത് ഇൻസ്റ്റാൾ ചെയ്തു ചെയ്യുന്നു, പുതിയൊരു സോഫ്റ്റ്വെയർ അതങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വൈറസും അകത്ത് വരില്ല. ന്യസ്തക്രീഡനകോ ബാലഹ. ആദ്യമൊന്നും ഈ ഉണ്ണിക്കൊട്ടും ഈ വിഷയം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞ സമയത്ത് തേ മയ്യപേതാഖില ചാപലേ അർഭകേ, മറ്റുള്ള കുട്ടികളെപ്പോലുള്ള ചാബല്യമൊന്നും എനിക്കില്ല എന്ന് കണ്ടിട്ട്, കളിപ്പാട്ടങ്ങളോടൊന്നും താല്പര്യമില്ല, മൊബൈൽ നോക്കണില്ല, ഗെയിം കളിക്കുന്നില്ല, കളിക്കാൻ പോകണില്ല, അവിടെ ഇരുന്ന് നിവർന്നങ്ങനെ ഇരിക്കുക. ഇവർ പറയണതൊന്നും ആ ഉണ്ണിക്ക് മനസ്സിലാവണില്ല. അത് ഇവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവും? ഒരു 7 വയസ്സുണ്ടിക്ക് എന്ത് മനസ്സിലാവാൻ? തത്വമസി പറഞ്ഞാൽ മനസ്സിലാവൂ. എന്നാലും ആ ഉണ്ണിയുടെ ശ്രദ്ധ നോക്കൂ, അത് ഉറങ്ങാണ്ട് നിവർന്നങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. എന്താണ്? വലിയ വിവരമുള്ളവർ അങ്ങനെ ഉറങ്ങി വീഴുമ്പം ഈ ഉണ്ണി ഉറങ്ങാണ്ടിരിക്കണ തന്നെ വലിയ കാര്യമല്ലേ? ആണ് തേ മയ്യപേതാഖില ചാപലേ അർഭകേദാന്തേ അധൃത ക്രീഡനകേനുവർത്തിനി ചക്രുകൃപാം. അവരെന്നെ കണ്ട് നോക്കി. ഇതാണ് കൃപാദീക്ഷ. ചക്രുകൃപാം, ഈ ഉണ്ണി നേരെയാവട്ടെ എന്നവരങ്ങോട്ട് സങ്കല്പിച്ചു. അല്ലാതെ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പുണ്യൊന്നും ചെയ്തിട്ടില്ല. ചക്രുകൃപാം യദ്യപി തുല്യദർശനാഹ, എല്ലാവരെയും ഒരുപോലെ കാണുന്നവരാണ് ആ മഹാത്മാക്കൾ എന്നാണ് പറയാറ്. എന്നാൽ പോലും അവർക്ക് എന്നോട് കുറച്ച് അധികം ഒരു സ്നേഹം ഉണ്ടായില്ലേ? സ്നേഹം എന്നാണോ പറയേണ്ടത്? അല്ല, കാരുണ്യം. കൃപ. ചക്രുകൃപാം യദ്യപി തുല്യദർശനാഹ ശുശ്രൂഷമാണേ മുനയോ അല്പഭാഷിണി ഉച്ഛിഷ്ടലേപാനനുമോദിതോ ദ്വിജൈഹി. എൻ്റെ വിനയം കണ്ടിട്ടാവാം ഞാൻ അവരെ കാണുമ്പോൾ തൊഴുത് നമസ്കരിക്കും. അവർക്ക് വേണ്ട കൈങ്കര്യം ചെയ്ത് കൊടുക്കും. പൂജിക്കാനുള്ള പുഷ്പം കൊണ്ട് കൊടുക്കും, ചന്ദന അരച്ചത് കൊണ്ട് കൊടുക്കും, അവർക്ക് സമയമായി ദാഹിക്കുന്നു കണ്ട വെള്ളം കൊണ്ട് കൊടുക്കും, ഇങ്ങനെ അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കും. ഇങ്ങനെ കൈങ്കര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് എന്നോട് വലിയ ഇഷ്ടമായി. ഒരിക്കലും അവർ ഊണ് കഴിച്ചിട്ട് ആ പാത്രം എനിക്ക് തന്നു. അത് ഞാൻ കഴുകാനായിട്ട് അടുക്കളയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിലെന്തോ വറുത്തപ്പേരിയോ ശർക്കരപ്പേരിയോ എന്തോ കണ്ടു.
സ്പെഷ്യലായിട്ടുള്ള വിഭവമാകുമ്പം ഈ കുട്ടിക്ക് അങ്ങനെ കിട്ടാറുമില്ല. ഇതിപ്പോൾ സന്യാസിമാരൊക്കെ വന്നുകൊണ്ടെന്ന് കേമായിട്ടാണ് ഭക്ഷണം. ആ 2 കഷ്ണം ഞാനും എടുത്ത് കഴിച്ചു. ഉച്ഛിഷ്ടലേപാനുമോദിതോ ദ്വിജൈഹി. ഇതിൻ്റെ മുമ്പും ഞാൻ അവിടെ ഉണ്ടാക്കിയത് കഴിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇത്ര സ്വാദ് തോന്നിയിട്ടില്ല. ഇത് ഇവർ കഴിച്ചതിൻ്റെ ബാക്കിയായതുകൊണ്ട് അതിന് സ്വാദ് കൂടി. ഉച്ഛിഷ്ടലേപാനുമോദിതോ ദ്വിജൈഹി. ആ സജ്ജനങ്ങൾ സന്യാസിമാർ കഴിച്ചതിൻ്റെ ബാക്കിയല്ലേ മഹാപ്രസാദം. അതങ്ങോട്ട് കഴിച്ചതും എൻ്റെ ഇത്രയും ജന്മങ്ങളിലായിട്ട് ഞാൻ എടുത്തു വെച്ച പാപം മുഴുവൻ തീർന്നു. അതങ്ങോട്ട് അകത്തെത്തി പ്രവർത്തിക്കാൻ തുടങ്ങി. അനുമോദിതോ ദ്വിജൈഹി സകൃത്സ്മ ഭുഞ്ചേ യഥപാസ്ത കിൽബിഷഃ. എൻ്റെ ഉള്ളിലെ അജ്ഞാനം പാപം മുഴുവൻ ഉരുക്കി അങ്ങോട്ട് പോയി. സൂര്യൻ വന്നാൽ മഞ്ഞ് പോവില്ലേ, ഇതുപോലെ അവരുടെ പ്രസാദം കഴിച്ചതും ഉള്ളിലുള്ള കളങ്കം, മനസ്സ് ശുദ്ധമായി. ആഹാരം കഴിച്ചാൽ മനസ്സ് ശുദ്ധാവുമെന്ന് വിചാരിച്ചു നമ്മളൊക്കെ. പ്രസാദഭാവത്തിൽ കഴിച്ചാൽ മനസ്സ് ശുദ്ധാവും, അതാണ് അങ്ങനെ കഴിക്കൂ പറയുന്നത്. ഇവിടെ വന്ന് ഭക്ഷണം ഉച്ചയ്ക്ക് കഴിച്ചാൽ അത് ഭക്ഷണമാവുകയുള്ളൂ. നേരെ മറിച്ച് ഭാഗവതം കേട്ട് കഴിക്കുമ്പോൾ അതെന്തായി? പ്രസാദം. അത് കഴിച്ചാൽ ഹൃദയം ശുദ്ധാവും, സംശയമില്ല. ഉച്ഛിഷ്ടലേപാനുമോദിതോ ദ്വിജൈഹി സകൃത്സ്മ ഭുഞ്ചേ തതപാസ്ത കിൽബിഷഃ ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസഃ തദ്ധർമ്മ ഏവ ആത്മരുചിഃ പ്രജായതേ. എനിക്ക് ആത്മരുചി ഉണ്ടായി ആ ഭക്ഷണം കഴിച്ചതിൻ്റെ, ആ പ്രസാദം കഴിച്ചതിൻ്റെ ഫല. പിന്നെ അവരെന്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പണ്ടത്തെ പോലെ ഉറങ്ങണില്ല എന്ന് പറഞ്ഞങ്ങനെ ഇരിക്കും. അവർ പറയുന്നത് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അവർ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കഥകളൊക്കെ ആയിട്ട് പറയും, ലളിതമായിട്ട് പറയും. ഇടയ്ക്ക് ഭജനയൊക്കെ പാടും. തത്രാന്വഹം കൃഷ്ണകഥാ പ്രകായത. ഇടയ്ക്കൊക്കെ കൃഷ്ണൻ്റെ കഥയൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അശൃണവം മനോഹരാ. അതൊക്കെ കേട്ടാൽ ഞാനും അവരുടെ കൂടെ നൃത്തം വയ്ക്കും. താ ശ്രദ്ധയാമേ അനുപദം വിശൃണ്വത. ഒരു നിമിഷമെങ്ങാനും അവർ പറയുന്നത് കേൾക്കാൻ പറ്റാണ്ട് പോയാൽ എൻ്റെ വിഷമം, എന്തോ വലിയ സംഗതി നഷ്ടപ്പെട്ട പോലെ. 10 മിനിറ്റ് അവരുടെ പ്രവചനം കേൾക്കാൻ പറ്റിയില്ല, അയ്യോ വലിയ നഷ്ടമായില്ലേ, ഇങ്ങനൊരു വിചാരമായിരുന്നു എനിക്ക്. പ്രിയശ്രവസ്യംഗ മമാഭവത് രുചി. വ്യാസരെ, എനിക്ക് ആ പ്രിയശ്രവസിനോട് എന്തെന്നില്ലാത്ത രുചി. പ്രിയശ്രവസ് പറഞ്ഞാൽ കേൾക്കും തോറും പ്രിയം കൂടുക. ഭഗവാന്റെ പേരാത്. കേൾക്കും തോറും ആ കഥയോട് താല്പര്യം തോന്നുക. ഭാഗവത്തിൻ്റെ പ്രത്യേകതയത്. കേൾക്കും തോറും ഇനിയും കേൾക്കണം തോന്നും. മറ്റ് പുസ്തകങ്ങളൊക്കെ കേൾക്കും തോറും ഇനി വേണ്ട തോന്നും, എടുത്ത് മാറ്റി വയ്ക്കാൻ തോന്നും. പിന്നെയും എടുത്ത് നോവൽ വായിക്കാറുണ്ടോ? ഇല്ല. ഭാഗവതം ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്. മതിയാവുന്നുണ്ടോ? പറയുന്ന ആൾക്ക് മതിയാവണില്ല, കേൾക്കുന്ന ആൾക്ക് മതിയാവണില്ല, നടത്തുന്ന ആൾക്ക് മതിയാവുന്നില്ല. പ്രിയശ്രവസ്യംഗ മമാഭവത് രുചി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞില്ലേ, 4 മാസം എത്ര പെട്ടെന്നാണ് വ്യാസരെ പോയത്. അവരങ്ങോട്ട് പോവുക എന്നുള്ള കാര്യം ആലോചിക്കാൻ എനിക്ക് വയ്യ. കണ്ണിന്നങ്ങോട്ട് വെള്ളം വരികയായി. അവർക്ക് പക്ഷേ എന്നോട് അങ്ങനെ വലിയ എനിക്കുള്ളതുപോലെ മമത അവർക്ക് എന്നോടില്ലല്ലോ. അവർക്ക് എന്നോട് കാരുണ്യമേ ഉള്ളൂ, മമത ഇല്ല. അതുകൊണ്ട് അവർക്കൊരു വിഷമമില്ല, അവർ പെട്ടിയെടുക്കണു. ഞാനങ്ങനെ ആലോചിക്കണം, ഇങ്ങനെ കണ്ണച്ചോരല്ലാണ്ട് ഇവർക്കങ്ങനെ പോകാൻ പറ്റണു. എന്നോട് യാത്ര പറയണമെന്നില്ല, അവർ പെട്ടിയൊക്കെ എടുത്ത് പോകാൻ പുറപ്പെട്ടപ്പോൾ ഞാൻ അടുത്തേക്ക് ഓടിച്ചെന്നു. ഞാനും നിങ്ങളുടെ കൂടെ വരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സംഭവിച്ചില്ല. അവർ മനസ്സിലാക്കി എനിക്ക് അമ്മയേ ഉള്ളൂ, അമ്മയ്ക്ക് ഞാനേ ഉള്ളൂ എന്ന് അവർ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ ധർമ്മം അമ്മയെ നോക്കല, അത് നീ ചെയ്യുക. അമ്മയുടെ കാലശേഷം ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. ഏറ്റവും വലിയ ധർമ്മം മകനെ സംബന്ധിച്ച് അമ്മയെ നോക്കലല്ലേ. ഇനി അമ്മയ്ക്ക് വേറെ ബന്ധുക്കളുണ്ടെങ്കിൽ തിരക്കിടില്ല, ആരുമില്ലല്ലോ. അതുകൊണ്ട് നീ നിൻ്റെ ധർമ്മം അനുഷ്ഠിക്കുക. ഞങ്ങളുടെ ധർമ്മം ഈശ്വര സേവ, നിൻ്റെ ധർമ്മം അമ്മയെ സേവിക്കുക. അമ്മ ഈശ്വരൻ തന്നെ, നീ സേവിച്ചോ, നിൻ്റെ ഹൃദയം ശുദ്ധമാവും, നിനക്ക് ഞങ്ങൾ അനുഭവിക്കുന്നത് പോലെയുള്ള ആനന്ദം അനുഭവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് അവരെന്നെ അനുഗ്രഹിച്ചു. പിന്നീടുള്ള കാലം ഞാൻ അവരുള്ളപ്പോൾ എങ്ങനെ കഴിഞ്ഞു അതുപോലെ തന്നെ രാവിലെ നേരത്തെ നീക്കും, കുളിക്കും, ജപിക്കും, മതി, അത്രയേ വേണ്ടൂ. സപ്താഹം ഉള്ളപ്പോൾ എങ്ങനെ കഴിഞ്ഞു അതുപോലെ തന്നെ സപ്താഹം കഴിഞ്ഞാൽ മതി. അത് പറ്റില്ല, പിന്നെ പഴയതുപോലെ തന്നെ ആകുമ്പോഴേക്കും കുഴപ്പം. ഇപ്പം എങ്ങനെ കഴിഞ്ഞു അതങ്ങോട്ട് തുടർന്നോളൂ. രാവിലെ നേരത്തെ നീക്കുന്നു, കുളിക്കുന്നു, ജപിക്കുന്നു, സഹസ്രനാമം വായിക്കുന്നു, സമൂഹ പ്രാർത്ഥന, ഒരധ്യായം വായിക്കുന്നു, ചായ കുടിക്കുന്നു. അങ്ങനെ ഒന്ന് ശീലിച്ചു നോക്കൂ. ഒരു വിഷമമില്ലാണ്ട് കഴിയാൻ പറ്റില്ലേ? അങ്ങനെ ഒരു ചിട്ട വരട്ടെ. ഈ ഉണ്ണിക്കൊരു ചിട്ട ഉണ്ടായി. അങ്ങനെ രാവിലെ ഞാൻ എണീക്കും, കുളിക്കും, ജപിക്കും, അങ്ങനെ ഭജിക്കും, ഇടയ്ക്ക് കണ്ണടച്ച് നിവർന്ന് അങ്ങനെ ഇരിക്കും, പ്രാണായാമം, ഭഗവാൻ അങ്ങനെ ധ്യാനിച്ച് വരും. പക്ഷെ അമ്മ ഇടയ്ക്ക് വന്ന് വിളിക്കും. എനിക്ക് തോന്നി അമ്മ എനിക്കൊരു ശല്യമാകുണ്ടോ തോന്നി. അത് ഭഗവാൻ കേട്ടു. ഒരിക്കൽ പശുവിനെ കറക്കാൻ വേണ്ടി അമ്മ പോയതാ, പാമ്പ് കടിച്ച് അമ്മ മരിച്ചു. പണ്ടാണെങ്കിൽ എനിക്ക് വലിയ വിഷമമായിരുന്നു. ഈ സത്സംഗത്തിന് ശേഷം ജീവിതത്തിൽ എന്ത് വന്നാലും എനിക്കത് അനുഗ്രഹമായിട്ടാണ് തോന്നുക. അതുകൊണ്ട് അമ്മ മരിച്ചത് ഞാൻ അനുഗ്രഹമായിട്ട് കണക്കാക്കി. അനുഗ്രഹം മന്യമാന. എന്തേ കാരണം? എനിക്ക് ബന്ധവും ബന്ധനവുമായിട്ട് ആരേ ഉള്ളൂ? അമ്മയേ ഉള്ളൂ. അപ്പോൾ ആ ബന്ധം പോയല്ലോ, എൻ്റെ ആ ബന്ധനം തീർന്നു. എനിക്കിനിയിപ്പം ഭഗവാനെ അന്വേഷിച്ച് നടക്കാമല്ലോ, ആരും എന്നെ തടയാനില്ലല്ലോ എന്ന് കരുതി ഞാൻ നേരെ ആ വടക്ക് ഭാഗത്തേക്ക് പോയി സന്യാസിമാരെ അന്വേഷിച്ചും കൊണ്ട് അങ്ങനെ നടന്നു. കുറച്ച് ദൂരം അങ്ങനെ നടന്നു. അവിടെ അടുത്തുള്ളൊരു തടാകത്തിൽ കുളിച്ചു, സ്നാത്വ പീത്വ, കുറച്ച് വെള്ളം കുടിച്ചു.
നദ്യ ഉപസ്പൃഷ്ടോ ഗതശ്രമഃ. ക്ഷീണം കണ്ട് മാറ്റിയതിന് ശേഷം മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങോട്ട് ഇരുന്നു. ധ്യായതശ്ചരണാംഭോജം. അവർ വർണ്ണിച്ച രൂപം ഞാൻ അവിടെ ഇരുന്ന് മെല്ലെ 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 അങ്ങോട്ട് ധ്യാനിച്ചു. ധ്യായതശ്ചരണാംഭോജം ഭാവനിർജിതചേതസ. ധ്യാനിക്കാൻ പുറപ്പെട്ടപ്പോഴേക്കും ഭഗവാന്റെ ചരണാരവിന്ദം അത് ഹൃദയത്തിൽ തെളിഞ്ഞങ്ങോട്ട് പ്രകാശിച്ചു. ഭാവനിർജിതചേതസ ഔത്കണ്ഠ്യാശ്രുകുലാക്ഷസ്യ ഹൃദ്യാസീന്മേ ശനൈഃ ശനൈഃ ഹരി. മെല്ലെ 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 ഭഗവാന്റെ ആ രൂപം അങ്ങനെ ഹൃദയത്തിൽ പ്രകാശിക്കാൻ തുടങ്ങി. ഭഗവാന്റെ ചരണാരവിന്ദം, ഭഗവാന്റെ കാൽമുട്ട്, ഉദരം, വക്ഷസ്ഥലം, ഭഗവാന്റെ കവിൾത്തടം, ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് പ്രകടമായി. എത്ര നേരം ആ ആനന്ദം പറയാൻ പറ്റില്ല. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാൻ വേറെ, ഞാൻ വേറെ എന്നില്ല. ഞാൻ ഇരിക്കുകയാണോ നിൽക്കുകയാണോ ഒന്നും നിശ്ചയില്ല. നാരദന് വേറെ, ഭഗവാൻ വേറെ, അങ്ങനെയില്ല. എന്താ ഇപ്പോൾ അവിടെ ഉണ്ടായത് ചോദിച്ചാൽ കാലമില്ല, ദേശമില്ല, ഒന്നുണ്ട് കേട്ടോ. എന്ത് ആനന്ദം. ആനന്ദ സംപ്ലവേലീന നാപശ്യമു ഭയം മുനേ. ആനന്ദ സമുദ്രത്തിൽ ഞാൻ അങ്ങോട്ട് ലയിച്ചു. വ്യാസരെ എത്ര നേരം ഉണ്ടായി ആ അനുഭവം? കുറച്ച് നേരം ഉണ്ടായി. പിന്നെയോ പെട്ടെന്ന് ആ രൂപം അങ്ങോട്ട് മറഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ കണ്ണു തുറന്നു, അലറി വിളിച്ചു. ഞാനങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പം കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ എൻ്റെ കരച്ചിൽ സഹിച്ചില്ല. അശരീരി ഉണ്ടായി. ഉണ്ണി, നീ ഇങ്ങനെ കരയല്ലേ, എനിക്കത് കാണാൻ വയ്യ. നിനക്ക് ഇപ്പം കുറച്ച് നേരം ഈ രൂപം കാണാൻ പറ്റിയത് നിൻ്റെ കേമത്തം കൊണ്ടല്ല, ആ സന്യാസിമാരുടെ അനുഗ്രഹം കൊണ്ടാണ്. അവരുമായിട്ടുള്ള 4 മാസ സത്സംഗത്തിൻ്റെ ഫലമാണ്. നിൻ്റെ ശക്തിയല്ല, അവരുടെ ശക്തി. അത് നിൻ്റെതാക്കണം വെച്ചാൽ നീയും ആ മട്ടിൽ ശ്രമിക്കുക. നിൻ്റെ വാസന ഉള്ളിൽ തീരട്ടെ. നിനക്കും എന്നെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കും അടുത്ത ജന്മത്തിൽ. അതുവരെയും ഭജിച്ച് കാത്തിരിക്കുക. അതങ്ങോട്ട് കേട്ടു. ഞാൻ ചോദിച്ചു ഭഗവാനോട്, അങ്ങനെയാണെങ്കിൽ ലേശം കാണിച്ചു തരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, അതെന്താ വെച്ചാൽ എനിക്ക് നിന്നോട് കുറച്ചധികം സ്നേഹമുള്ളത് കൊണ്ടാണ്. എന്തിനെ ഇപ്പം കുറച്ച് ഭാഗവതം കേൾപ്പിച്ചു, തീരെ കേൾപ്പിക്കാണ്ടിരുന്നെങ്കിൽ ഈ ശല്യമില്ലായിരുന്നു, തോന്നി വഴിക്ക് പോകാമായിരുന്നു. ഇത് കുറച്ച് കേൾപ്പിച്ചതുകൊണ്ടല്ലേ ഈ കുഴപ്പം, വീണ്ടും വീണ്ടും കേൾക്കണം എന്നുള്ള തോന്നൽ. എന്തിനെ കുറച്ച് കേൾപ്പിച്ചു എന്നാണെങ്കിൽ നീ വേറെ ലഹരിയുടെ പിന്നാലെ പോകുന്നത് എനിക്കിഷ്ടമല്ല. നിനക്കത് ഇഷ്ടമായിരിക്കും, നീ വഴി തെറ്റുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് കുറച്ച് എൻ്റെ രുചി നിനക്ക് കാണിച്ചു തന്നത്. ഇത് അനുഭവിച്ചവർ പിന്നെ എന്ത് ചെയ്യില്ല, പിന്നെ തുച്ഛമായ മറ്റ് വിഷയങ്ങളുടെ പിന്നാലെ പോകില്ല. ഇനി നീ എൻ്റെ വഴിക്ക് തന്നെ സഞ്ചരിക്കും. അതുകൊണ്ട് കാത്തിരിക്കൂ. എന്നോട് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കുറച്ച് നേരം ഈ ഒരു സ്വാദ് നിന്നെ അറിയിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ ഞാനുള്ള കാലം ഭഗവാൻ എന്നെ സമർപ്പിച്ചു. എന്നെ അങ്ങനെ കഴിഞ്ഞു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹം വീണു. ഇപ്പം എൻ്റെ കഥ എന്താ? ദാസീപുത്രനായിരിക്കുന്ന ഞാൻ ഇപ്പം ബ്രഹ്മപുത്രൻ. വലിയ പ്രമോഷനാണ്, ചെറുതൊന്നുമല്ല. കഴിഞ്ഞ ജന്മത്തിൽ ദാസീപുത്രൻ, ഇപ്പം ബ്രഹ്മാവിൻ്റെ മകൻ. ഇതെൻ്റെ കേമത്തല്ല വ്യാസരെ, ഭഗവാന്റെ ഭക്തിയുടെ മഹത്വം, ആ സജ്ജനങ്ങളുടെ കാരുണ്യം. അതുകൊണ്ട് സത്സംഗ മഹിമയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബ്രഹ്മത്തെ വിസ്തരിക്കൂ. അങ്ങേക്കും ശാന്തമായിട്ടിരിക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ നാരായണ എന്ന് ജപിച്ചാൽ ആര് വരും? ഭഗവാൻ ഓടി വരികയാണ്. മറ്റത് ഞാൻ കണ്ണടച്ചാൽ മനസ്സിൽ പോലെ ആരും വരണില്ല, ഭഗവാൻ വരണില്ല. ഇപ്പം ഞാൻ വെറുതെ നാരായണ ജപിച്ചാൽ ഭഗവാൻ വൈകുണ്ഠം അങ്ങോട്ട് ഓടി വരും. കാണുന്ന ഞാൻ മോഹിച്ചിട്ടില്ല, എന്നാലും ആര് വരും? ഭഗവാൻ വരും. ഞാൻ അവസാനം ഭഗവാനോട് പറഞ്ഞു, അങ്ങനെ വരണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നതനുസരിച്ച് അങ്ങ് വരാനിരുന്നാൽ അങ്ങേക്ക് അതിന് നേരം ഉണ്ടാവുള്ളൂ. എത്രയോ പേര് അവിടെ കാത്തിരിക്കുകയാണ്, അത്ര ഫയൽ ഒപ്പിടാനുണ്ട്. അങ്ങ് അവിടെ ഇരുന്നോളൂ. എൻ്റെ ജപം കേട്ട് ഓടി വരണ്ട എന്ന് പറഞ്ഞാൽ പോലും ഭഗവാൻ പറയണത്, നാഹം വസാമി വൈകുണ്ഠേ ന യോഗി ഹൃദയേരവൗ മദ്ഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. നാരദരെ, ഞാൻ വൈകുണ്ഠത്തിലല്ല, അവിടെ ഒരു ബൊമ്മ വെച്ച് ഞാൻ ഇങ്ങോട്ട് പോരുക. ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് അവിടെ, അനന്തൻ പത്മനാഭൻ. ആരപ്പം അടുത്തേക്ക് വരിക? അതുകൊണ്ട് ആർക്കും മനസ്സിലാവില്ല. ഞാനവിടെ വിഗ്രഹം വെച്ച് പോരുകയാണ്. എനിക്ക് വൈകുണ്ഠത്തിൽ ഇരിക്കാൻ താല്പര്യമില്ല. എനിക്ക് എവിടെ ഇരിക്കാനാണ് താല്പര്യം? മദ്ഭക്തായത്ര ഗായന്തി. എൻ്റെ ഭക്തന്മാരെവിടെയാണോ എൻ്റെ നാമം ജപിക്കുന്നത് അവിടെ ഇരിക്കാൻ എനിക്കിഷ്ടം. അതുകൊണ്ട് എനിക്കിങ്ങനെ വരാൻ പ്രയാസമില്ല. തനിക്ക് എന്നെ കാണുന്നതിന് പ്രയാസമുണ്ടോ? ഇല്ല. അപ്പം ഞാൻ വരും. എനിക്കിഷ്ടമാണ് ഇങ്ങനെ സർക്കിറ്റ്. എൻ്റെ ഭക്തന്മാർ നാമം ജപിക്കുന്ന ദിക്കിൽ വരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതെനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ ആര് വരണു? ഭഗവാൻ വരണു. ഈ അവസ്ഥയിലേക്ക് ഞാൻ എത്താൻ കാരണം ആ മഹാത്മാക്കളുടെ അനുഗ്രഹമല്ലേ, ഭക്തിയല്ലേ. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യൂ, അങ്ങ് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്ത് ഗ്രന്ഥം രചിക്കൂ എന്ന് പറയലും വ്യാസർ അങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചു. അതാണ് ഭാഗവതം. എങ്ങനെ തുടങ്ങി? അത് നമ്മുടെ പാണ്ഡവ കൗരവ യുദ്ധം ഉണ്ടല്ലോ, മഹാഭാരത യുദ്ധം. ഭീമൻ്റെ അടി കൊണ്ട് വീണ് കിടക്കുകയാണ് ദുര്യോധനൻ. വീണ് കിടക്കുന്ന ദുര്യോധനന് ഭാവം മാറി. ഇതുവരെയുള്ള സ്വഭാവമല്ല ഇപ്പം. നമുക്കും അടി കിട്ടുമ്പോൾ ചിലപ്പം കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ 2 മാസമൊക്കെ കിടക്കുമ്പോൾ ആൾ മാറും. പിന്നെ ഒന്നുമില്ല, ദേഷ്യമൊന്നുമില്ല, പഴയ പോലെ ഒന്നും വാശിയില്ല. ശത്രുക്കളെ കാണുമ്പോഴും പ്രശ്നഭേദാന്തൊക്കെ പറയും. എനിക്കുണ്ട്. ശത്രുക്കൾ കാണാൻ പോയാലും ഇരിക്കടോ, എന്ത് ശത്രു, ഇരിക്കടോ, ഒന്നുമില്ല,
നമ്മളൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ പോവുകയില്ലേ, കയറ്റുണ്ടെങ്കിൽ ഇറക്കണ്ടേ കയറ്റുണ്ടാവും, സുഖം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടെങ്കിൽ ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചുണ്ടാവും, വെളിച്ചുണ്ടെങ്കിൽ ഇരുട്ട്, അങ്ങനെയൊക്കെ പറയും. ഡിസ്ചാർജായി പോയിട്ടോ വേറെ വിഷയം. അതുവരെയൊക്കെ വലിയ വേദാന്തമൊക്കെ പറയുമെങ്കിലും ചിലപ്പം ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ സ്വഭാവം മാറും. അങ്ങനെയുണ്ട്. ഈ വീണ് കിടക്കുമ്പോൾ നമുക്കും ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. വീണ സമയത്താണ് ദുര്യോധനന് തൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് താൻ അനുഭവിക്കുന്നത് തിരിച്ചറിവുണ്ടാവുകയാണ്. അതിന് ഭീമൻ നിമിത്തമായി എന്നേ ഉള്ളൂ. ഭീമനല്ല, തൻ്റെ കർമ്മം തന്നെ എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനിപ്പം ആരോടും വൈരമൊന്നുമില്ല. അങ്ങനെ കിടക്കണ ദുര്യോധനന് പ്രിയം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അശ്വത്ഥാമാവ്, ദ്രോണരുടെ മകനാണ്, തൻ്റെ സുഹൃത്താണ് ആര്, ദുര്യോധനൻ. തനിക്ക് വലിയ സ്ഥാനം തന്നതാണ്. എല്ലാവരും തന്നെ അവഹേളിക്കുമ്പോൾ പുച്ഛിക്കുമ്പോൾ തന്നെ സിംഹാസനത്തിൽ ഇരുത്തിയാളാണ്, തൻ്റെ ഒപ്പം കണ്ടിരുത്തും. അശ്വത്ഥാമ ഇങ്ങോട്ട് പാടും, തൻ്റെ എവിടെ വേണ്ടിയിരുന്നോളൂ എന്ന് പറഞ്ഞ അർദ്ധാസനം. യുവരാജകുമാരനാണ് ദുര്യോധനെ, അതിൻ്റെ അടുത്തങ്ങോട്ട് ആരിരുത്തും? പോരതിലപ്പുറം എന്താ വേണ്ടത്? പ്രത്യേകിച്ച് ആരും അംഗീകരിക്കാതിരിക്കുമ്പം രാജാവ് തന്നെ അംഗീകരിക്കുക പറഞ്ഞാൽ അതുപോലെ. പക്ഷെ ആ അംഗീകരിക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടോ? ഇയാളുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അശ്വത്ഥാമാവൻ്റെ അച്ഛൻ കേമനാണ് ആര്, ദ്രോണർ. തൻ്റെ മകനെ ഞാനിങ്ങനെ സ്നേഹിക്കണത് കണ്ടിട്ടെങ്കിലും സ്പെഷ്യലായിട്ട് വല്ലതും പഠിപ്പിച്ചു കൊണ്ടോ, എന്നിട്ട് വേണം എനിക്ക് ആരല്ലേണ്ടിയാക്കാൻ? അർജുനനില്ലേണ്ടിയാക്കാൻ. നോക്കണേ, അത് ദ്രോണരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാനാണ് ഈ കാപട്യം, ഈ നാടകമൊക്കെ ആര് ചെയ്യണത്? ദുര്യോധനൻ. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ആർക്കില്ല, അശ്വത്ഥാമാവനില്ല. തന്നെ സ്നേഹിച്ചുവല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തൻ്റെ കൂട്ടുകാരനായ ആ രാജാവ് വീണ് കിടക്കുന്നു. അദ്ദേഹത്തിന് പ്രിയമായിട്ട് തനിക്ക് എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യണം? ഇനിയിപ്പം മരിക്കുകയുള്ളൂ, രക്ഷിക്കാൻ സാധിക്കില്ല. പിന്നെ അദ്ദേഹത്തിന് പ്രിയമായിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്താ അത്? പാണ്ഡവരെ നശിച്ച് കാണണം, അതാണ് ആഗ്രഹം. ആ പാണ്ഡവരെ കണ്ട് ഇല്ലാണ്ടേക്കാൻ നോക്കിയാലോ? എത്ര കാലമായി നോക്കുന്നു, യുദ്ധത്തിൽ പോലും ഇല്ലാണ്ടേക്കാൻ പറ്റണില്ല. ഒരു കാര്യം ചെയ്യുക, ഇനി യുദ്ധം നോക്കണ്ട, അധർമ്മമാണോ എന്ന് ആലോചിക്കണ്ട, ഉറങ്ങിക്കിടക്കണ പാണ്ഡവരെ കൊല്ലാം എന്ന് കരുതി അശ്വത്ഥാമാവ് ചെല്ലുന്നു. പക്ഷേ പാണ്ഡവർക്കപ്പം മരിക്കാൻ സമയമായിട്ടില്ല, പാണ്ഡവരുടെ മക്കൾക്ക് മരിക്കാൻ സമയമായി. അതുകൊണ്ട് അശ്വത്ഥാമാവ് അടുത്ത സമയത്ത് കണ്ടത് പാണ്ഡവരുടെ കുട്ടികളെയാണ്, 5 മക്കളെ. അവരെ വെട്ടിക്കൊന്നു. ആ പുരത്തിന് തീയും വെച്ച് അശ്വത്ഥാമാവ് തിരിച്ചു വന്നു. വീണ് കിടക്കുന്ന ദുര്യോധനോട് പറയാണ്, അങ്ങെന്തായാലും മരിക്കാൻ പോവല്ലേ, നല്ല വാർത്ത കേട്ട് മരിച്ചോളൂ. പാണ്ഡവരെ കൊല്ലാൻ പറ്റിയില്ല, പക്ഷെ പേടിക്കേണ്ട, പാണ്ഡവരോട് കൂടി കഴിഞ്ഞു, ആ വംശം കഴിഞ്ഞു. അവരുടെ 5 മക്കളെയും ഞാൻ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞ സമയത്ത് ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. ആ ദുര്യോധനൻ സന്തോഷിച്ചോ? ഇല്ല, വിഷമിക്കേണ്ടായത്. കഷ്ടം, താനൊരു ബ്രാഹ്മണനല്ലടോ, ആ കുട്ടികളെ താൻ കൊന്നു. പാണ്ഡവർക്കും കൗരവർക്കും കൂടി ബാക്കിയുള്ളവരവർ പിണ്ടം വെക്കേണ്ടവരാ, അവരും താൻ കൊന്നു. കഷ്ടം, തനിക്ക് എങ്ങനെ സാധിക്കുന്നു അങ്ങനെ? താൻ നേരെയാവില്ലടോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കണ്ണടച്ചത്. നോക്കണേ, അശ്വത്ഥാമാവ് ഈ കർമ്മം ചെയ്തത് തനിക്ക് വേണ്ടിയല്ല, ഇയാൾക്ക് സന്തോഷമാവട്ടെ കരുതിയിട്ടാണ്. അയാൾക്ക് സന്തോഷമായതുമില്ല, ഉപദ്രവാവും ചെയ്തു. അതല്ലേ പണ്ടായത്. അതങ്ങോട്ട് കേട്ടതും അശ്വത്ഥാമാവ് സ്ഥലം വിട്ടു. ഇനി അവിടെ ഇരുന്ന പ്രശ്നം മനസ്സിലാക്കി അശ്വത്ഥാമാവ് പോയി. ഈ വാർത്ത അപ്പോഴേക്കും പാഞ്ചാലി അറിഞ്ഞു. ഒരു ഉണ്ണിയല്ല, 5 മക്കളാണ് മരിച്ചത്. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇത് കണ്ട് അർജുനൻ പ്രതിജ്ഞ എടുത്തു, ആരാണോ ഇത് ചെയ്തത് അയാളെ കൊന്ന് തല കൊണ്ടുവന്ന് നിൻ്റെ കാൽക്കൽ ഞാൻ സമർപ്പിക്കും എന്ന് പറഞ്ഞ് ആര് പുറപ്പെട്ടു? അർജുനൻ പുറപ്പെട്ടു. അർജുനൻ്റെ കൂട്ടുകാരൻ കാരുണ്യമൂർത്തിയായിട്ടുള്ള കൃഷ്ണനും കൂടെ പോയി. അശ്വത്ഥാമാവ് മനസ്സിലാക്കി തൻ്റെ പിന്നാലെ ആര് വരുന്നുണ്ട്? കൃഷ്ണൻ കൂടെ ഉണ്ട് അർജുനൻ്റെ. ഉറപ്പാ, തനിക്ക് ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കില്ല. കയ്യിലുള്ള ബ്രഹ്മാസ്ത്രം അത് അർജുനൻ്റെ നേരെ അങ്ങോട്ട് പ്രയോഗിച്ചു. ബ്രഹ്മാസ്ത്രം വന്നപ്പോൾ അർജുനൻ പരിഭ്രമിച്ചു, ഭഗവാന്റെ കാൽക്കൽ വീണു. ഭഗവാൻ പറഞ്ഞത് ബ്രഹ്മാസ്ത്രമാണ്, തനിക്കും ഈ വിദ്യ അയാളുടെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, തിരിച്ചു പ്രയോഗിച്ചോളൂ എന്ന് പറഞ്ഞപ്പം ബ്രഹ്മാസ്ത്രം തിരിച്ചു പ്രയോഗിച്ചു. നിർത്താൻ, അത് ഉപസംഹരിക്കാനുള്ള വഴി ആർക്കറിയില്ല. അത് അശ്വത്ഥാമാവനെ ദ്രോണർ പഠിപ്പിച്ചില്ല, പക്ഷെ ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു? അർജുനന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ഗുരുനാഥന് തൻ്റെ മകനേക്കാൾ ഇഷ്ടമായിരുന്നു, ശിഷ്യനാണ്. അല്ലെങ്കിൽ ഗുരുനാഥന്മാർക്കറിയാം ആരുടെ കയ്യിലാണ് വിദ്യ ശോഭിക്കുക എന്ന്, നോക്കിയിട്ടേ അവർ കൊടുക്കുള്ളൂ. അർജുനന് ഇത് ഉപസംഹരിക്കാനുള്ള വിദ്യ പറഞ്ഞു കൊടുത്തു. അശ്വത്ഥാമാവൻ ഇത് ഓടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. കാർ എവിടെയാണ്, ആക്സിലേറ്റർ എന്ന് പറഞ്ഞു കൊടുത്തു, ബ്രേക്ക് എവിടെ പറഞ്ഞിട്ടില്ല. പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. വണ്ടി അങ്ങോട്ട് പോയി. ഇത് നിർത്താൻ ഇഷ്ടം വേണ്ടേ? എന്നാൽ എവിടെ നിർത്തണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ആർക്ക് പറഞ്ഞു കൊടുത്തു? അത് അർജുനന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അർജുനൻ 2 ബ്രഹ്മാസ്ത്രത്തെയും ഉപസംഹരിച്ചു. പിടിച്ച് കെട്ടി ആ അശ്വത്ഥാമാവനെ കൊണ്ടുപോകുന്ന സമയത്ത് അർജുനൻ്റെ ആ സാത്വിക ബുദ്ധി, ഗുരുഭക്തി പരീക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ചോദിക്കുകയാണ്, അർജുന, ഈ പ്രതിജ്ഞ എടുത്തത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആരാണോ ഇത് ചെയ്തത് അയാളെ വെട്ടിക്കൊന്ന് തല കൊണ്ടുവന്ന് ദ്രൗപദിയുടെ കാൽക്കൽ സമർപ്പിക്കാം എന്നാണ് പറഞ്ഞത്. നമുക്കെന്നാൽ ഇയാളുടെ തല മാത്രം കൊണ്ടുപോയാൽ പോരെ? എന്നാൽ കുറച്ചുകൂടി സൗകര്യം ഉണ്ടല്ലോ, ലെസ് ലഗേജ് മോർ കംഫേർട്ട് ആണ്. ഈ ഉടൽ കൊണ്ടുപോകണോ? തല മാത്രം സഞ്ചിയിലാക്കി കൊണ്ടുപോയാൽ പോരെ അർജുന എന്നാര്? ഭഗവാൻ ഈ അശ്വത്ഥാമാനെ കൊല്ലണമെന്നുള്ള വാശിയൊന്നുമില്ല. അത് അർജുനൻ്റെ ഉള്ളിലിരിപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി ഭഗവാൻ ഒന്ന് കുത്തി നോക്കുകയാണ്. അർജുനൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രതിജ്ഞ എടുത്തെങ്കിലും അശ്വത്ഥാമാവാന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്.
ഗുരുനാഥൻ്റെ മകനല്ലേ, ആത്മാവൈ പുത്ര ഉത്പന്ന. ആത്മാവ് തന്നെയാണ് മകനായിട്ട് വരുന്നത്, അച്ഛൻ തന്നെയാണ് മകൻ, മകൻ തന്നെയാണ് അച്ഛൻ, വേറെ വേറെ അല്ല. പിന്നെ ദ്രോണരനെ ആ അശ്വത്ഥാമാനെ നോക്കിയ ദ്രോണരുടെ മുറിച്ച മുറി അദ്ദേഹത്തെ കൊന്നു. അതിന് എങ്ങനെയൊന്നും പറയണില്ല. അശ്വത്ഥാമാഹത, ഈ മകൻ മരിച്ചു എന്ന് കളവ് പറഞ്ഞിട്ടാണ് ആരെ കൊന്നത്? അച്ഛനെ കൊന്നത്. ഇനിയിപ്പം വയ്യ, അദ്ദേഹം ചെയ്തത് മോശമാണെങ്കിലും കൊല്ലാൻ വയ്യ, ഗുരുനാഥൻ്റെ മകനല്ലേ, അതാണോ ദക്ഷിണയായിട്ട് കൊടുക്കേണ്ടത്? അതുകൊണ്ട് അർജുനൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ധർമ്മബുദ്ധി അർജുനൻ കൊല്ലാൻ കൂട്ടാക്കിയില്ല. പിടിച്ചു കെട്ടി അപമാനിച്ചു, പിടിച്ചു കെട്ടി കൂട്ടി കൊണ്ടുപോയിട്ട് 2 കൈയും കാലും കൂട്ടിക്കെട്ടി ആ ദ്രൗപദിയുടെ കാൽക്കലേക്ക് വലിച്ചെറിഞ്ഞു. ഇനിയിപ്പം ദ്രൗപദി എന്ത് പറഞ്ഞു? അതിൽ നമുക്കറിയേണ്ടത് ദ്രൗപദി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നമ്മളാച്ചെന്ത് പറയുക? വെട്ടിക്കൊല്ലടോ അർജുന എന്നല്ലേ പറയുക. ആ ദ്രൗപദി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? തൊഴുതാൻ കണ്ട് നമസ്കരിച്ചു എന്നാണ്. എന്നിട്ടോ മുച്ചതാമേഷ, വിട്ടയക്കൂ, ഈ ഉണ്ണി ഇങ്ങനെ കരയുന്നത് കാണാൻ എനിക്ക് വയ്യ. എൻ്റെ 5 ഉണ്ണികൾ മരിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ 6ാമത്തെ ഉണ്ണിയും കൊല്ലാൻ പോവുകയാണോ? ഏത് 6ാമത്തെ ഉണ്ണി? എന്താണ്, തൻ്റെ 5 ഉണ്ണികളെ കൊന്നവനാണ് അയാൾ ഈ 6ാമത്തെ ഉണ്ണിയായിട്ട് കണക്കാക്കുകയാണ്. അതാണ് ആ പാഞ്ചാലിയുടെ മനസ്സിൻ്റെ വലുപ്പേ. മുച്ചതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. നിങ്ങൾക്ക് അസ്ത്രവിദ്യയൊക്കെ പഠിപ്പിച്ചു തന്നത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനല്ലേ? ആ ഗുരുനാഥന് കൊടുക്കേണ്ട ദക്ഷിണ ഇങ്ങനെയാണോ? ഇങ്ങനെ അപമാനിക്കാൻ പാടുമോ? അച്ഛൻ തന്നെയല്ലേ മകൻ, ഇദ്ദേഹത്തെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. ഇദ്ദേഹത്തെ കൊന്നതുകൊണ്ട് മരിച്ചുപോയ എൻ്റെ 5 ഉണ്ണികൾ തിരിച്ചു വരില്ല. ഇനി ഞാൻ ദുഃഖിച്ചതുപോലെ വേറൊരു സ്ത്രീയും ഈ ലോകത്ത് ദുഃഖിക്കാൻ പാടില്ല നമ്മൾ കാരണം. അതാണ് വേണ്ടത്. അതുകൊണ്ട് മാരോധി തസ്യ ജനനീ ഗൗതമി, ഈ ദ്രോണരുടെ പത്നി അശ്വത്ഥാമാവിൻ്റെ അമ്മ ദുഃഖിക്കാൻ പാടില്ല. ഭർത്താവ് മരിച്ച ദുഃഖം തന്നെ അവൾക്ക് താങ്ങാൻ വയ്യ. ഇനി മകനും കൂടി മരിച്ചു എന്ന് കേട്ടാൽ അവൾക്ക് എത്ര കണ്ട് വിഷമം ഉണ്ടാവും. മാരോധി തസ്യ ജനനീ ഗൗതമീ പതിദേവത. പക്ഷേ മഹാഭാരതത്തിൽ ഇങ്ങനെയല്ല കേട്ടോ, ലേശം വ്യത്യാസമൊക്കെ ഉണ്ട്. ഭാഗവതത്തിലാകുമ്പോൾ ഒന്നും കൂടി സാത്വിക ബുദ്ധി വളർത്തുകയാണ്. ഇനി നമുക്ക് യുദ്ധത്തിൻ്റെ രാഗം ദ്വേഷം ഒന്നും വേണ്ട, രജോ ഗുണമൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് മനസ്സൊന്ന് സാത്വികമാക്കാം എന്നാണ് ഭാഗവതത്തിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇനി ദുഃഖിക്കാൻ പാടില്ല ഈ ദ്രോണരുടെ ഭാര്യ അല്ലെങ്കിൽ അശ്വത്ഥാമാവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് വിട്ടയക്കാൻ പറയാം. അർജുനാകെ സംശയം, എന്താ വേണ്ടു? ഏട്ടനെ നോക്കി ധർമ്മപുത്രർ പറഞ്ഞു അവൾ പറഞ്ഞതാണ് ശരി. ഇങ്ങനെയൊക്കെയുള്ള സമയത്തും അവളുടെ ധർമ്മബുദ്ധി പോയില്ലല്ലോ. നമുക്കൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ ധർമ്മം പോവും ഇല്ലേ? തൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മളൊക്കെ ഭാഗവതമൊക്കെ അത് വേറെ വിഷയം, അതൊക്കെ വായിക്കാൻ പറ്റും, പ്രഭാഷണം ചെയ്യാന്നല്ലാണ്ട് എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ഇത് നോക്കൂ, തൻ്റെ 5 മക്കൾ മരിച്ചപ്പോഴും വിട്ടിട്ടില്ല. മാരോധി തസ്യ ജനനി, അപ്പോഴും ധർമ്മബുദ്ധി കണ്ടില്ലേ? ധർമ്മ്യം ന്യായം സകരുണം നിർവ്യളീകം സമം. അതുകൊണ്ട് അവളുടെ ആ ധർമ്മബുദ്ധി പ്രശംസിച്ചേ പറ്റൂ എന്നൊക്കെ ധർമ്മപുത്രർ. ഭീമൻ പറഞ്ഞു, ഏട്ടാ അങ്ങനെയൊക്കെ പറയും, അർജുനൻ നിനക്ക് വൈകി മാറിയെന്നോ ഞാൻ കൊല്ലാം. ആ ഭീമൻ ഗതിയായിട്ട് വരുന്നുണ്ട്. അർജുനൻ കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി. കൃഷ്ണൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് എന്താ കാര്യം അർജുന? ഓരോ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് എന്നെ നോക്കിയിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ഒരു പുസ്തകമൊന്നും ഇറക്കിയിട്ടില്ല, ഓരോരോ സമയത്ത് എങ്ങനെ പ്രവർത്തിക്കണം അതൊന്നും പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ ഒരു ഔചിത്യം ഉണ്ടാവും. ഇന്ന സമയത്ത് എന്നെ ചെയ്യുക, ഇന്നാളോട് ഇങ്ങനെ പെരുമാറുക എന്നങ്ങോട്ട് മനസ്സിലാവും. ഇത്രയും കാലം എൻ്റെ കൂടെ നടന്ന ആ എക്സ്പീരിയൻസ് വെച്ച് താൻ യുക്തം പോലെ ഇങ്ങോട്ട് ചെയ്യൂ. ഒന്ന് ഞാൻ പറയാം, ബ്രാഹ്മണനാണ്, അതുകൊണ്ട് ബ്രഹ്മബന്ധു നഹന്തവ്യ, കൊല്ലാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുക. ആതതായി അതുകൊണ്ട് വധാർഹണ. ആതതായി എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊല്ലുക, കുടിലിന് തീ വയ്ക്കുക, സ്ത്രീകളെ ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ വിചാരണ വേണ്ട, ഷൂട്ട് ചെയ്യുക. അതുകൊണ്ട് ഇയാൾ ആതതായിയാണ്, കൊല്ലാം. ബ്രാഹ്മണനാണ്, കൊല്ലരുത്. ആതതായിയാണ്, കൊല്ലാം. ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യുക? രണ്ടും കൃഷ്ണൻ തന്നെ പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കി. ഈ ബ്രാഹ്മണനെ സംബന്ധിച്ച് കൊന്നാൽ വലിയ വിഷമല്ല, അപമാനിച്ച് വിട്ടാൽ വലിയ വിഷമാണ്. വിഷമിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അയാൾ അപമാനിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ, കൊന്നാൽ വലിയ കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടല്ലോ ധർമ്മം. നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഒരേ ധർമ്മമല്ല, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണൻ്റെ ധർമ്മമല്ല ക്ഷത്രിയൻ്റെ ധർമ്മം, ക്ഷത്രിയൻ്റെ ധർമ്മമല്ല അതല്ല വൈശ്യൻ്റെ ധർമ്മം, ഒക്കെ വ്യത്യാസമുണ്ട്, ഒക്കെ മാറും. വക്താവിൻ്റെ ധർമ്മവും ശ്രോതാവിൻ്റെ ധർമ്മവും വ്യത്യാസം വരുന്നില്ലേ? ശാന്തിക്കാരൻ്റെ ധർമ്മവും തൊഴാൻ വരുന്നവരുടെ ധർമ്മവും വ്യത്യാസമില്ലേ? ശാന്തിക്കാരൻ വരിക്ക് നിൽക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഒരു വാരിൽ വരിക്ക് നിൽക്കണമേ ശാന്തി, അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? അത് പറ്റില്ല, അത് വ്യത്യാസമുണ്ട്. ധർമ്മം ഒരുപോലെയല്ല. ശരിയാണ്, പ്രായമുള്ളവരെ കണ്ടാൽ എഴുന്നേറ്റ് കൊടുക്കണം, ശരി തന്നെയാണ്. ഒരു വല്യമ്മ അതേപോലെ ബസ് കയറി, 80 വയസ്സ് വല്യമ്മയ്ക്ക്. അപ്പോൾ ബസ് കയറിയാൽ തന്നെ എന്താ വിചാരിക്കുക? ആരെങ്കിലും ചെറുപ്പക്കാരൻ്റെ എണീപ്പിക്കാന്നല്ലേ വിചാരിക്കുക. അങ്ങനെ ബസ് കയറിയ സമയത്ത് 90 വയസ്സിന് മുകളിലുള്ളവരാണ് ബസ്സിലൊക്കെ. വല്യമ്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം ചെയ്യുന്നതാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യും? അവസാനം അങ്ങനെ നോക്കി ചെറുപ്പക്കാരനെ കണ്ടു, 35 വയസ്സ്. അടുത്ത് പോയിട്ട് അങ്ങനെ നിന്നു. എന്താ ഉദ്ദേശം? അപ്പം അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ എഴുന്നേൽക്കില്ല, ഞാൻ ഡ്രൈവറാണ്. എന്താണ്? ഡ്രൈവർ എഴുന്നേൽപ്പിക്കണ്ട, അയാൾ എണീറ്റ് കൊടുത്താൽ വയ്യാനും.
അതുകൊണ്ട് എല്ലാവരും ശരിയാണ്, പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ പ്രായമുള്ളവരെ കണ്ട് എണീറ്റ് കൊടുക്കാം, പക്ഷേ ഡ്രൈവർ എണീറ്റാലോ അത് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ധർമ്മം എന്നുള്ളത് നമുക്ക് പറയാനൊക്കെ കൊള്ളാം, ചില ദിക്കിൽ ചിലപ്പം എല്ലാവർക്കും ഒരുപോലെയല്ല, അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് വേദനിപ്പിക്കലാണ് നിനക്ക് ഉദ്ദേശമെങ്കിൽ അപമാനിച്ച് വിട്ടാൽ മതി. അത് മനസ്സിലാക്കിയ അർജുനൻ അദ്ദേഹത്തെ അങ്ങോട്ട് അപമാനിച്ച് വിട്ടു, പൂണൂൽ അങ്ങോട്ട് പൊട്ടിച്ചു. ബ്രാഹ്മണൻ്റെ ചൈതന്യം മുഴുവൻ നൂലാണ്, പൂണൂലാണ്. അതുപോലെ ശിഖ അത് മുടി വെട്ടി മുണ്ടനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചൈതന്യത്തിന് കാരണം തലയിലൊരു രത്നമുണ്ട്, അത് ചൂഴ്ന്നങ്ങോട്ട് എടുത്തു, നഗ്നനാക്കി കഴുത പുറത്തിരുത്തി പുള്ളി കുത്തി അങ്ങോട്ട് വിട്ടു. ഇതിലും വലിയ അപമാനം വേറുണ്ടോ? അപാണ്ഡവമിതം കർത്തും, പാണ്ഡവരില്ലാണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ചൊരു അസ്ത്രം പോണ വഴിക്ക് ഇയാൾ അയച്ചിട്ടാണ് പോയത്. അത് പാണ്ഡവരുടെ അടുത്തേക്ക് പോവില്ല, കാരണം കൂടെ ആരുണ്ട്? നാരായണ കവചം കൂടെ ഉണ്ടല്ലോ, അവിടേക്ക് അത് പോണില്ല. അത് പിന്നെ അങ്ങോട്ട് പോയി. ഇനി പാണ്ഡവരിൽ പെട്ടത് ആരാ നോക്കി പാണ്ഡവരിലെ അർജുനൻ. ഇവരൊക്കെ വേറെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. അർജുനൻ കല്യാണം കഴിച്ച സുഭദ്രയാണ്, സുഭദ്രയിലുണ്ടായി അഭിമന്യു കല്യാണം കഴിച്ച ഉത്തര ഗർഭിണിയാണ്. ഉത്തര ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്താണ് അഭിമന്യു മഹാഭാരത യുദ്ധത്തിൽ മരിച്ചു. പാവം ചെറിയൊരുണ്യ മരിച്ചു. കൃഷ്ണൻ്റെ മരുമകനാണ്, കൃഷ്ണൻ്റെ അനിയത്തിയുടെ മകൻ. അഭിമന്യുവിൻ്റെ അമ്മാവനാണ് ആര്? കൃഷ്ണൻ. എന്നിട്ട് അമ്മാവൻ എന്ത് ചെയ്തില്ല? മരുമകനെ പറയൂ. ഒരുപാട് ആലോചിക്കൊന്നും ഉണ്ടാവില്ല, പറഞ്ഞോളൂ, കുഴപ്പമില്ല. രക്ഷിച്ചില്ല. രക്ഷിച്ചില്ല. നീ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കാണ്ട് നോക്കലാണോ? നമ്മളിപ്പോൾ അങ്ങനെ വിചാരിക്കുക, രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ മരിക്കാണ്ട് അങ്ങനെ നോക്കുക, അതല്ല. എന്നിട്ടാണ് നമ്മളെന്ത് പ്രാർത്ഥിക്കുന്നത്? തൻ്റെ അനിയത്തിയുടെ മകനെപ്പോലും 18 വയസ്സിൽ മരിച്ചില്ലേ? അതുകൊണ്ട് അതൊന്നുമല്ല ഇവിടെ വിഷയം. അതാണ്. ഇനി ഈ ഭഗവാൻ തൻ്റെ മരിച്ചുപോയ ഗുരുനാഥൻ്റെ മരിച്ചുപോയ ഉണ്ണിയെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചപ്പോൾ ഇവിടെ ചോദിച്ചില്ല, തൻ്റെ ഭർത്താവിനെ വേണമെന്നാരും പറഞ്ഞിട്ടില്ല, പറഞ്ഞില്ല. ഏതായാലും അങ്ങനെ അഭിമന്യു മരിച്ചു. അഭിമന്യുവിൻ്റെ പത്നിയാണ് ഉത്തര ഗർഭിണിയാണ്. ഉത്തരാഗർഭം അതാണ് പരീക്ഷത്ത്. അവിടേക്ക് ആര് പോയി? ഈ അസ്ത്രം കണ്ടു പോയി. ഇനി ആ ബീജം അതാണ് അവസാനത്തെ വിത്ത് പാണ്ഡവരുടെ. അത് പുറത്തെത്തിയിട്ട് വേണം ഈ പാണ്ഡവവംശത്തെ രക്ഷിക്കാൻ. അതുകൊണ്ട് നേരെ അഭിമന്യുവിൻ്റെ മകനായ പരീക്ഷത്ത് അല്ലെങ്കിൽ വിഷ്ണുരാധൻ എന്നൊക്കെയാണ് പേര്, ഉത്തരാഗർഭത്തിലേക്ക് ഈ അസ്ത്രം കണ്ടുപോയി. ഉത്തരയ്ക്ക് മനസ്സിലായി തൻ്റെ അടുത്തേക്ക് ഒരു അസ്ത്രം വരുന്നുണ്ട്, അത് തന്നെ ദഹിപ്പിച്ചാലും സാരമില്ല, തൻ്റെ ഗർഭത്തിന് ആപത്തുണ്ടാവരുതേ. അതിനാരെയാണ് ആശ്രയിക്കേണ്ടത്? ഇവിടെ കേമന്മാരൊക്കെ ഉണ്ട്, ഭീമനുണ്ട്, നകുല സഹദേവന്മാരുണ്ട്, വില്ലാളി വീരൻ അർജുനനുണ്ട്, യുധിഷ്ഠിരൻ, ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരനുണ്ട്. അവരുടെ അടുത്തേക്കൊന്നും പോയില്ല. അതാണ് വകതിരിവ്. നേരെ അങ്ങോട്ട് പോയി. നേരെ മുതലാളിയെ അങ്ങോട്ട് ആശ്രയിച്ച പിന്നെ സിപ്പായിയെ ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ, നേരിട്ട് പിടിച്ചാൽ. നേരെ ഭഗവാനെ ആശ്രയിച്ചു. കാരണം മറ്റു പലരെയും ആശ്രയിച്ചിട്ട് ഗതി കിട്ടാണ്ട് വിഷമിച്ച പാഞ്ചാലിയുടെ കഥ ആർക്കറിയാം? ഉത്തരയ്ക്കറിയാം. അതുകൊണ്ട് ഇവരൊന്നും ആശ്രയിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നല്ല ബോധ്യം ആർക്കുണ്ട്? ഉത്തരയ്ക്കുണ്ട്. അതുകൊണ്ട് ദ്വാരകയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന കൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു, തൊഴുതം കണ്ട് നമസ്കരിച്ചു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. പാഹി പാഹി, രക്ഷിക്കണേ. മഹായോഗിൻ ആരാണ്? അങ്ങ് മഹായോഗേശ്വരനാണ്. അങ്ങേക്ക് രക്ഷിക്കാനുള്ളതൊരു പ്രയാസമുള്ള കാര്യമല്ല. ദേവദേവ, ദേവന്മാർക്കൊക്കെ ദേവനായിട്ടിരിക്കുന്നവനാണ്. ജഗത്പദേ, ഈ ജഗത്തിനെ തട്ടിമുട്ടാണ്ട് ഈ ഗോളങ്ങളെയൊക്കെ നോക്കുന്ന ട്രാഫിക് പോലീസാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങേക്ക് ഇപ്പോൾ ഈ ഗർഭത്തെ രക്ഷിക്കലാണോ പ്രയാസം? ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ, അങ്ങല്ലാണ്ട് വേറൊന്നിനെ ഞാൻ അഭയമായിട്ട് കാണുന്നില്ല. ഇതാണ് ഭക്തി. നമ്മൾ പലതും അഭയമായിട്ട് കാണേണ്ട കൂട്ടത്തിൽ ഗുരുവായൂരപ്പൻ ഇരിക്കട്ടെ എന്ന്. എന്താണ്? അല്ല, ഗുരുവായൂരപ്പൻ്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ആരോഗ്യമുണ്ട്, പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോളില്ല, ബുദ്ധിയില്ല, അത് വേറെ വിഷയം. പിന്നെ അത്യാവശ്യം കാശ് കയ്യിലുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, നീ ഭാഗവതം ഉണ്ടായിക്കോട്ടെ, അതല്ല. നാന്യം ത്വദഭയം പശ്യേ, ശരിയാണ്, ഇതൊക്കെ അവിടെ ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സമ്പത്തുണ്ട്, വീടുണ്ട്, പക്ഷെ എനിക്കറിയാം ഇതൊന്നും കാര്യത്തിനൊക്കില്ല. അത് അവരുടെ കുറ്റമല്ല, അങ്ങനെയാണത്. അങ്ങല്ലാണ്ട് വേറൊരാൾ എനിക്ക് ആശ്രയമായിട്ടില്ല. നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യുഹു പരസ്പരം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും എന്നെക്കാൾ വലിയ വിഷമമുണ്ടേ, അതാ പ്രശ്നം. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും വിഷമമില്ലാണ്ടിരിക്കുകയാണ്. നമ്മളെന്തെങ്കിലും വിഷമം പറയാൻ പോകുമ്പോഴോ അവർ പറയാം, എന്നാൽ കേൾക്കണോ, ഞാൻ ലേശം പറയാം. അത് കേൾക്കുമ്പോൾ നമുക്ക് സമാധാനമാവും. എന്താ കാരണം? നമ്മളെക്കാൾ പ്രശ്നം കിട്ടും. അത് കേട്ടപ്പോൾ ഒരാശ്വാസം, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഉണ്ട്, ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ, അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതാണ് ആനന്ദസ്വരൂപൻ. അതുകൊണ്ട് അങ്ങയെ ആശ്രയിച്ചാൽ മാത്രമേ സമാധാനമാവുള്ളൂ എന്ന് എനിക്കറിയാം.
അഭിദ്രവതി മാം ഈശ ശരസ്തപ്തായ സോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. അതാണ് അവളുടെ ആ ഒരു ഭക്തി, ധർമ്മത്തിനോടുള്ള താല്പര്യം. നോക്കൂ, എന്നെ ഈ അസ്ത്രം ദഹിപ്പിച്ചാലും എനിക്കൊരു പരാതിയിൽ ദഹിപ്പിക്കട്ടെ, ഈ അസ്ത്രം എന്നെ ദഹിപ്പിക്കട്ടെ, പക്ഷേ ഒരു അമ്മയല്ലേ ഞാൻ, എൻ്റെ ധർമ്മമല്ലേ ഗർഭത്തെ രക്ഷിക്കുക എന്നുള്ളത്, അതുകൊണ്ട് എൻ്റെ ഗർഭത്തിനൊരു ആപത്തുണ്ടാവരുതേ. ഇതാണ് ഗർഭരക്ഷാമന്ത്രം ഭാഗവത്തിലെ. ഇതങ്ങോട്ട് കേട്ടതും ഭഗവാൻ പിന്നെ രക്ഷിക്കണ്ടേ, തന്നെ ആശ്രയിച്ചതല്ലേ, നേരെ അവളുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ച് ആ പരീക്ഷത്തിനെ രക്ഷിച്ചു. മഹാഭാരതം പറയാ അസ്ത്രത്തിൽ മരിച്ചുപോയി. ആരും? പരീക്ഷത്ത് മരിച്ചു. മഹാഭാരതം അതാണ് ഒറിജിനൽ. ഈശേനാജീവിത പുന ഉത്തര കാൽക്കൽ വീണപ്പോൾ ഭഗവാൻ തോന്നി അങ്ങനെ ഇങ്ങോട്ട് പോയാൽ പറ്റും. ആ വിഷ്ണുരാധൻ പരീക്ഷത്ത് ഭാഗവതം കേൾക്കാണ്ട് മരിക്കാൻ പാടില്ല എന്ന് കരുതി ഭഗവാൻ അകത്ത് കയറി ആ മരിച്ച പരീക്ഷത്തിനെ അങ്ങോട്ട് ജീവിപ്പിച്ചു. നമ്മളൊക്കെ അങ്ങനെ പോകേണ്ടവരാവും, ജീവിപ്പിച്ചതാവും. എന്ത് കേൾക്കട്ടെ, ഇത് കേട്ടിട്ട് അങ്ങോട്ട് പോയിക്കോട്ടെ കരുതിയിട്ടുണ്ടാവും. അതാണ് അർത്ഥം. ഈശേനാജീവിത പുന. പരീക്ഷത്തിൻ്റെ ഒരു ഭാഗ്യം എന്താ വെച്ചാൽ ഗർഭത്തിലിരിക്കെ തന്നെ ഭഗവാനെ കണ്ടു. അത് വലിയ ഭാഗ്യമാണ്. ഗർഭവാസം നരകമായിട്ടാണ് പറയുക. വലിയ ബുദ്ധിമുട്ടാണ് ഗർഭവാസം. അതൊക്കെ നമുക്ക് ഓർമ്മ വന്ന് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതാണ് ഭഗവാനത് ഓർമ്മ ഇല്ലാണ്ടിയാക്കണത്. ഗർഭത്തെ കിടന്നതൊക്കെ ഓർമ്മ ഉണ്ട്, അതൊരു ട്രോമയായിട്ട് മാറും. അതില്ലല്ലോ, അത് ഓർക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ദയനീയമാണ് അവസ്ഥ. പക്ഷേ ആ ദയനീയമായിട്ടുള്ള അവസ്ഥ പരീക്ഷത്തിന് വൈകുണ്ഠമാണ്. കാരണം കൂടി ആരുണ്ട്? ശംഖചക്ര ഗദാധാരിയായിട്ട് ഭഗവാൻ ആ പരീക്ഷത്തിനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വൈകുണ്ഠായി. ഗർഭവാസം അതൊരു പ്രയാസമില്ലാണ്ട് കഴിഞ്ഞില്ലേ, അതിലും വലിയ ഭാഗ്യമാണ് ഉത്തരയ്ക്ക്. കാരണം ഉത്തരയുടെ ഗർഭത്തിൽ ഇപ്പോൾ ആരുണ്ട്? കൃഷ്ണൻ ഗർഭത്തിൽ. യശോദയ്ക്കും ദേവകിക്കും കിട്ടാത്ത ഭാഗ്യമാണ്. ദേവകിക്ക് ശരിയാണ് ഗർഭത്തിൽ കിട്ടി, പക്ഷേ കാണാനൊന്നും പറ്റിയിട്ടില്ല. 10-11 വയസ്സ് വരെ പാപം കണ്ടില്ല. യശോദയ്ക്ക് ലാളിക്കാനൊക്കെ പറ്റി, പക്ഷേ ഉദരത്തിൽ കിട്ടിയിട്ടില്ല. ഇനി അവർക്കൊക്കെ ഭഗവാന്റെ അമ്മയാവും പറ്റിയിട്ടുണ്ട്, ഭഗവൽ ഭക്തൻ്റെ അമ്മയാവും പറ്റിയോ? ഉത്തരയ്ക്ക് ഭഗവാന്റെയും ഭഗവൽ ഭക്തൻ്റെയും അമ്മയാവും പറ്റിയില്ലേ? 2 പേര് ഗർഭത്തിലുണ്ട്, കൃഷ്ണനും കൃഷ്ണഭക്തനായ പരീക്ഷത്തും. ഭാഗ്യല്ലേ? ഉത്തരാച മഹാഭാഗ. വലിയ ഭാഗ്യവതിയാണ് ഉത്തര. ഒരേ സമയത്ത് ഭഗവാന്റെ അമ്മയാവും പറ്റി, ഭഗവൽ ഭക്തൻ്റെയും അമ്മയാവാൻ അവൾക്ക് സാധിച്ചില്ലേ? ഇനിയിപ്പം കൃഷ്ണന് പുറത്തെത്തിക്കഴിഞ്ഞാൽ ഉത്തരയെ അമ്മയെന്ന് വിളിക്കണം. കാരണം ഇനിയിപ്പോൾ സ്ഥാനം കൊണ്ട് അമ്മയായി. അങ്ങനെ ആ ഗർഭത്തെ രക്ഷിച്ചു ഉത്തരയോടുള്ള ആ ഒരു കാരുണ്യം കൊണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പരീക്ഷത്തിന് ഭാഗവതം കേൾക്കാൻ സാധിച്ചത്. ആരുടെ നമസ്കാരം? ഉത്തരയുടെ നമസ്കാരം കൊണ്ട്. പരീക്ഷത്ത് നമസ്കരിച്ചിട്ടൊന്നുമില്ല. നമ്മൾ കേട്ടതല്ലേ കഥ. പരീക്ഷത്ത് ചെയ്ത ആകെ ഒരു പരീക്ഷത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ ചോദിച്ചാൽ ആ മഹർഷിയുടെ തോളിൽ ചത്ത പാമ്പനെ കൊണ്ടിട്ടു മിടുക്കാൻ. എന്താണ്? അർജുനൻ്റെ പേരക്കുട്ടിയാണ്. ചെയ്ത പ്രവൃത്തി കണ്ടില്ലേ? എന്നിട്ടും എങ്ങനെ ഈ പരീക്ഷത്തിന് ശ്രീശുവരെ കാണാൻ സാധിച്ചു? ഈ ഒരു ഭാഗവതം ശ്രീശുവരുടെ മുഖത്ത് നിന്ന് കേൾക്കാൻ സാധിച്ചു? അത് പരീക്ഷ തന്നെ പറയുന്നുണ്ട്. ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചു, ഇത്രയ്ക്ക് ഭാഗ്യം എനിക്കെങ്ങനെ കിട്ടി? പിന്നെ എനിക്ക് മനസ്സിലായി എന്ത്? മാതുശ്ചമേയ ശരണം ഗതായ. എന്നെ ഗർഭത്തിൽ വെച്ചും കൊണ്ട് ഭഗവാനെ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ. അങ്ങനെ നല്ല അമ്മയ്ക്ക് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഭാഗവതം കേൾക്കാൻ സാധിച്ചത്. അതാണ് പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ. ആ അമ്മയുടെ നമസ്കാരത്തിൻ്റെ ഫലം മകന് കിട്ടി. പരീക്ഷത്ത് ഭാഗവതം കേട്ടിട്ടാണ് കണ്ണടയ്ക്കുന്നത്. അതാണ് ഭാഗ്യം. ഏതായാലും അങ്ങനെ ആ ഭഗവാൻ രക്ഷിച്ചു ഈ ഗർഭത്തെ. ഇത് കണ്ടതും ആ കുന്തിദേവിക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ഓടി വന്ന് തൊഴുതങ്ങോട്ട് നമസ്കരിക്കുകയാണ്. ഭഗവാൻ എപ്പോഴും പറയും നമസ്കരിക്കരുത് അച്ചമ്പങ്ങളെ, ഞാൻ അങ്ങോട്ടല്ല നമസ്കരിക്കേണ്ടത്. ഇനി അഥവാ കൃഷ്ണൻ നമസ്കരിച്ചില്ലെങ്കിൽ അച്ചമ്പങ്ങൾ നമസ്കരിപ്പിക്കും. എന്താ കൃഷ്ണൻ നമസ്കരിക്കാനൊക്കെ മറന്നോ നീ? അച്ചമ്പങ്ങളല്ലേ? അങ്ങനെ പറയല്ലേ ചെയ്യാറ്. ഇതിപ്പോൾ എന്താ അച്ചമ്പങ്ങൾ ഓടി വന്ന് എന്നെ നമസ്കരിക്കണത്? ഞാനിപ്പം നിന്നെ കാണുന്നത് എൻ്റെ സഹോദരൻ്റെ മകനായിട്ടല്ല. നമസ്യേ പുരുഷം ത്വാദ്യം. അതാണ് കുന്തി സ്തുതി. ഭാഗവത്തിലെ ആദ്യത്തെ സ്തുതിയായിട്ട് പറയുക. നമസ്യേ, ഞാൻ നമസ്കരിക്കുന്നു. ആരെ? പുരുഷം. പുരുഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷൻ, അതിലെ പുരുഷൻ അല്ലല്ല, പുരിശേതയാണ്. ഈ കാണുന്ന പുരങ്ങളിലൊക്കെ ഇരിക്കുന്നവൻ. ഈ പുരങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നത് നീ ഉള്ളതുകൊണ്ടാണ്. പുരുഷം തു ആദ്യം, ആദ്യനായ പുരുഷൻ. ഈശ്വരം, എല്ലാത്തിലും ഉള്ളിലിരിക്കുന്നവൻ. അപ്പം ജീവാത്മാവാണോ? അല്ലല്ല, പരമാത്മാവ്. പ്രകൃതേഹ പരം, പ്രകൃതിക്കും അപ്പുറത്തുള്ളവൻ. അലക്ഷ്യം, എന്നെ കാണാൻ സാധിക്കില്ല. കാണാൻ സാധിക്കില്ല കരുതി ഇല്ല പറയണ്ട. വായു കാണാൻ പറ്റുന്നില്ല, പക്ഷെ അതുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ കുഴപ്പമില്ലാണ്ടിരിക്കുന്നത്. കാറ്റ് പോയുള്ള കാര്യം പറയാനുണ്ടോ? അറിയാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. വായു നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഫാൻ്റെ ചോട്ടിലിരുന്നാൽ എല്ലാ ദിക്കിലുണ്ട് വായു, എന്നാൽ അവിടെ ഇരുന്നാൽ കുറച്ച് അധികം അനുഭവിക്കാൻ പറ്റും. എല്ലാ ദിക്കിലുമുണ്ട് ഈശ്വരൻ, എന്നാൽ ഭാഗവതം തുറന്നാൽ കുറച്ചധികം അനുഭവിക്കാൻ പറ്റും. അതാണ് ഇവിടെ. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം.
അന്തർബഹിരവസ്ഥിതം അകവും പുറവും വിങ്ങും മഹിമാവാർന്ന നിൻപദം. അകത്തും പുറത്തും കൃഷ്ണ നീയാണ്. വിളക്കിൻ്റെ അകത്തും പുറത്തും ഓടാ പറയണത് പോലെ വിളക്കിൻ്റെ അകത്തും പുറത്തും എന്താ? ഓടാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ അകത്തും പുറത്തും എന്താ? ബ്രഹ്മം. ബ്രഹ്മം അല്ലാണ്ട് വേറെ അകവും പുറമൊന്നും ഇല്ല കേട്ടോ. എന്താണ്? കലത്തിൻ്റെ അകത്തും പുറത്തും ആകാശ. എന്താണ്? അപ്പോൾ കലത്തിൻ്റെ അകത്തുള്ളത് നമുക്ക് ഘടാകാശം എന്ന് പറയാം, പുറത്തുള്ളത് നമുക്ക് എന്ത് വിളിക്കാം? മഹാകാശം എന്ന് പറയാം. അപ്പോൾ ഒരു ചോദ്യം വരും, ആരാണ് ആ കലത്തിനുള്ള ആകാശത്തെ നിറച്ചത്? അപ്പോൾ മനസ്സിലാവും, ആരും നിറച്ചില്ല. കലം അവിടെ കൊണ്ടുവച്ചതാണ്. കലത്തിനുള്ളിലല്ല ആകാശം, ആകാശത്തിൽ കലം വെച്ചതാണ്. നമ്മുടെ ഉള്ളിലല്ല ഈശ്വരൻ. ഈശ്വരനിൽ ഈ ശരീരം വന്ന് നിൽക്കുകയാണ്. ഈ ശരീരത്തിൻ്റെ അകത്തും പുറത്തും ഈശ്വരനാണ്. നല്ലോണം ചിന്തിച്ച ശരീരം കാണില്ല, ശരീരവും ഈശ്വരൻ. അതറിയാൻ സാധിക്കും വിചാരം കൊണ്ട്. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. എന്തുകൊണ്ടാണ് ഈ സത്യം അറിയാത്തത്? പറയട്ടെ. മായാജപനികാച്ഛന്നം. നിനക്കിഷ്ടം അതാണ്. എല്ലാവരും പറ്റിച്ചിരിക്കാൻ കുട്ടികൾക്ക് വലിയ ഇഷ്ടം ഒളിച്ചുകളി. അവർ കാക്കൂ എന്ന് പറഞ്ഞിരിക്കും, എവിടെയും പോയി ഒളിച്ചിരിക്കും. കണ്ടുപിടിച്ചാൽ വലിയ സന്തോഷമാണ്. എവിടെയും മിണ്ടാണ്ടിരിക്കും. ഇതൊക്കെ കുട്ടികളുടെ ഒരു കളിയല്ലേ? നിനക്കും ഇങ്ങനെ കളിക്കാനാണ് ഇഷ്ടം. നിൻ്റെ ശരിക്കുള്ള മഹിമ അത് പുറമേക്ക് പ്രകടിപ്പിക്കാതെ ഒളിച്ചിരിക്കാൻ വലിയ ഇഷ്ടമാണ്. ചിലരങ്ങനെ ഉണ്ട്. ആരുമായിട്ട് ബന്ധം വേണ്ട കരുതി ശരിക്കുള്ള ഭാവം പുറമെ കാണിക്കാതെ വലിയ യാത്രയൊക്കെ ആകുമ്പോൾ ചിലർ ഊമയായിട്ട് അഭിനയിക്കും. പരദൂഷണം പറയേണ്ട കരുതിയിട്ടാ. എന്താണ്? TTR വന്ന് മിണ്ടുമ്പോഴാവും മനസ്സിലാവുക, മിണ്ടാനൊക്കെ വഹിക്കൂലേ. നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം ഇനിയിപ്പോൾ സഹിക്കേണ്ട 7 ദിവസം എന്ന് കരുതിയിട്ട് അവരവരുടെ ശരിക്കുള്ള ഭാവം പുറമെ കാണിക്കാതെ ജോലി പറയില്ല, എത്ര രൂപ ശമ്പളമാണ്, ഒന്നും മിണ്ടില്ല. ചോദിച്ചാലും കാരണം അതൊന്നും അറിയിക്കണം എന്ന് അവർക്കില്ല. ഇതുപോലെ ഈ പരബ്രഹ്മത്തിന് തൻ്റെ മഹിമ അറിയിച്ചിട്ട് എന്ത് കിട്ടാൻ? അറിയണവരറിയട്ടെ, അത് മതിയല്ലോ, അല്ലാണ്ട് എല്ലാവരും അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് കരുതി അദ്ദേഹം ഒന്നും അറിയിക്കാറില്ല. മായാജവനികാച്ഛന്നം. മായയാകുന്നൊരു കർട്ടനിട്ട് പിന്നിൽ ഒളിച്ചിരിക്കണം. അജ്ഞാധോക്ഷജമവ്യയം. ചുറ്റി കുത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നടനെ മറന്നുപോകില്ലേ? ഇന്ന ആശാനൊക്കെ നമുക്കറിയാം, പക്ഷേ അഭിനയിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മൾ അതിൽ ഭ്രമിക്കില്ലേ? നടനായി കഴിഞ്ഞാൽ നമ്മളും നടനായി. അത് ഗോപി ആശാന എന്നുള്ള കാര്യം ചിലപ്പോൾ ചിലർ മറന്നുപോകും. നടൻ മോഹൻലാൽ അഭിനയിച്ചു തുടങ്ങിയാൽ പിന്നെ മോഹൻലാലുള്ള കാര്യം നമ്മൾ മറന്നുപോകില്ലേ? ആ നടൻ അഭിനയിക്കേണ്ട ആ മികവ് കൊണ്ടാണ് അങ്ങനെ പറ്റണത്. ചിലർ അഭിനയിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇന്നാളെ മനസ്സിലാവും. അർത്ഥം എന്താ വെച്ചാൽ അഭിനയം അത്ര പോരാന്നാണ്. ഇവിടെ ഭഗവാനെ നമ്മൾ മറക്കുന്നുണ്ടെങ്കിൽ എന്താർത്ഥം? ഭഗവാന്റെ അഭിനയം ക്ലാസ് അഭിനയമാണ്, അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ടതല്ലേ. മറന്നുപോയാൽ അതും ഭഗവാന്റെ കേമത്താണ്. അതുകൊണ്ട് ഭഗവാന്റെ അഭിനയത്തിൽ നമ്മൾ ഭഗവാനെ മറന്നു പോകണം. എന്നാൽ ചിലർ മറക്കില്ല കേട്ടോ. നരസിംഹവേഷം കെട്ടി വന്നപ്പം ബ്രഹ്മാവ് പോലും ആളെ മനസ്സിലാക്കിയില്ല. പക്ഷെ ആര് മനസ്സിലാക്കി? പ്രഹ്ലാദൻ മനസ്സിലാക്കി. അദ്ദേഹം പോയി മടിയിൽ പോയിരുന്ന് ആ വെഞ്ചാമര താടി മാറ്റിയിട്ട് ഇത് എൻ്റെ ഗുരുവായൂരപ്പനല്ലേ, വേഷം മാറി വന്നതല്ലേ, അത്രയേ ഉള്ളൂ. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം. നിഷ്കളങ്ക മനസ്സുള്ള മുനിമാർക്കും അങ്ങനെയുള്ള അത്രയ്ക്ക് ജ്ഞാനികളായിട്ടുള്ള ആളുകൾക്കൊക്കെ അങ്ങേ മനസ്സിലാവും. കേവലം അബലയും മൂഢയും സ്ത്രീയുമായിട്ടുള്ള എനിക്ക് അങ്ങയെ എങ്ങനെ മനസ്സിലാവും? ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് പറയട്ടെ കൃഷ്ണ? എനിക്കിതാ സൗകര്യം. നീ നിർഗുണനാണെന്ന് അറിയാമെന്നില്ല. പക്ഷേ എനിക്ക് ഉപാസിക്കാൻ സൗകര്യം സഗുണമായിട്ടാണ്. അതുകൊണ്ട് എനിക്കിഷ്ടം കൃഷ്ണായ നാമാവലി, ഒരു കീർത്തനം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ തൻ്റെ ആക്കി മാറ്റുകയാണ്. നിർഗുണ പരബ്രഹ്മത്തെ സഗുണമാക്കി തൻ്റെതാക്കി മാറ്റുക, ഉപാസിക്കാൻ സൗകര്യത്തിന്. അതാണ് നമ്മുടെ ഒരു പദ്ധതി. ഈശ്വരൻ അത് അഖണ്ഡമാണ്, അറിയാം, സച്ചിദാനന്ദമാണ്, സർവവ്യാപിയാണ്, വിദംശമാണ്. വിദംശം മിദം നിർമ്മലം നിർവികൽപ്പം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മ യം വേദ തസ്മൈ. പക്ഷെ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ഇത് കേട്ടപ്പം വല്ലതും മനസ്സിലായോ? വിദംശം എന്താ? ആവോ. വിദം നിർമ്മലം, നിർവികൽപ്പം, നിരീഹം, നിരാകാരമോങ്കാരഗമ്യം എന്നൊക്കെ പറയുമ്പോൾ എന്തോന്നും അങ്ങനെ. നേരെ മറിച്ച് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ കിട്ടി. നീലമേഘശ്യാമളൻ, ചുരുണ്ട മുടി, ഗോപിക്കുറി, വാലിട്ടെഴുതിയ കണ്ണ്, കയ്യിൽ ഓടക്കുഴൽ, കിട്ടണല്ലേ? അപ്പോൾ പരബ്രഹ്മത്തെ ആ ഭാഗത്തിനാക്കി നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ മനസ്സുണ്ട് എന്നുള്ള സ്ഥിതിക്ക് ഭഗവാനെ മനസ്സിൽ ഒതുക്കുകയാണ്. അതിനുള്ള വഴി പറഞ്ഞു തരികയാണ്. കൃഷ്ണായ തൻ്റെ ആളാക്കി മാറ്റുക. വാസുദേവായ, വസുദേവരാരാ? കുന്തിദേവിയുടെ സഹോദരനാ. അപ്പോൾ എൻ്റെ സഹോദരൻ്റെ മകനല്ലേ നീ? കൃഷ്ണായ വാസുദേവായ, എൻ്റെ അനിയൻ അല്ലെങ്കിൽ സഹോദരൻ ഭാഗ്യവാനാണ്, നിന്നെ മകനായിട്ട് കിട്ടിയില്ലേ?
ദേവകീനന്ദനായ ച, പ്രസവിക്കാൻ പറ്റിയത് ദേവകിക്കാട്ടോ. അവളുടെ ഭാഗ്യം ആലോചിക്കുമ്പം എനിക്ക് അസൂയ തോന്നും. എനിക്ക് നിൻ്റെ അച്ഛമ്മങ്ങളാവാനേ പറ്റുള്ളൂ, അമ്മയാവാൻ പറ്റില്ലല്ലോ. എൻ്റെ ഗർഭത്തിൽ നീ വന്ന് പറഞ്ഞില്ലല്ലോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച. അല്ല, ശരിക്കും പറഞ്ഞാൽ ദേവകിയൊന്നും അല്ല കേട്ടോ ഭാഗ്യവതി, വസുദേവരല്ല ഭാഗ്യവാൻ. പിന്നെയോ നന്ദഗോപകുമാരായ, നീ അറിയപ്പെട്ടത് നന്ദഗോപകുമാരൻ എന്നല്ലേ. നിൻ്റെ കുട്ടിക്കാലം മുഴുവൻ ആസ്വദിക്കാൻ പറ്റിയതാർക്കാ? നന്ദഗോപർക്കല്ലേ. ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടി ആ ഒരു പ്രായമല്ലേ. അച്ഛനമ്മമാരുടെ വലിയൊരു ഭാഗ്യം എന്താ ചോദിച്ചാൽ കുട്ടിക്കാലത്ത് കാണാൻ സാധിക്കുക ആരെ? തൻ്റെ മക്കളെ. ആ ഒരു പ്രായം ഒരു 6 മാസം മുതൽ ഒരു 8 വയസ്സ് വരെ അങ്ങനെയുള്ളൊരു സമയം നല്ലൊരു സമയമാണ്. അതൊക്കെ ആസ്വദിക്കുക, അതല്ലേ അച്ഛനമ്മമാരുടെ ഒരു ഭാഗ്യം. അത് ആസ്വദിക്കാൻ ആർക്ക് പറ്റിയില്ല? അത് ദേവകിക്കും വസുദേവർക്കും പറ്റിയില്ല. 11 വയസ്സ് കഴിഞ്ഞിട്ട് ആരെ കണ്ടുള്ളൂ? ഉണ്ടായ അന്നൊന്ന് കണ്ടതാ, പിന്നെ 11 വയസ്സായിട്ട് വസുദേവരും ദേവകിയും കണ്ടുള്ളൂ. എന്നാൽ ആ കുട്ടിക്കാലം മുഴുവൻ ആസ്വദിക്കാൻ ആർക്ക് പറ്റി? നന്ദഗോപർക്ക് പറ്റിയില്ല. നീ കൊഞ്ചി കൊഞ്ചി അച്ഛാ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ആർക്ക് പറ്റി? അത് നന്ദഗോപർക്ക് പറ്റി. നീ മുട്ടുകൂത്തുന്നത് കാണാൻ ആർക്ക് പറ്റി? ഉള്ളംകാല് കാണാൻ നന്ദഗോപർക്ക് പറ്റി, അത് കാണാൻ ആർക്ക് പറ്റിയില്ല? ദേവയ്ക്കും വസുദേവർക്കും പറ്റിയില്ല. ഭാഗ്യവാനാണ്. നന്ദഗോപകുമാരായ, ശരിക്കും പറഞ്ഞാൽ അടുത്ത വരി യശോദാനന്ദനായ ച എന്നാ വേണ്ടത്. പക്ഷേ അത് പറയണില്ല. യശോദയെ പറ്റി മിണ്ടണില്ല കുന്തിദേവി. എന്താ കാരണം? ഉദയ പറഞ്ഞു എനിക്ക് വയ്യ, എനിക്ക് അവളെ പറ്റി പറയാൻ കുശുമ്പുകൊണ്ടേ വയ്യ. അവളുടെ ഒരു ഭാഗ്യം ആലോചിക്കുമ്പോൾ എനിക്കത് മിണ്ടാൻ തോന്നണില്ല എന്ന്. അതുകൊണ്ട് തൽക്കാലം ഞാൻ മിണ്ടണില്ല. അല്ല, കുശുമ്പുകൊണ്ടൊന്നുമല്ല. ഒരു ശ്ലോകത്തിൻ്റെ 4/1 ചുരുക്കാൻ പറ്റില്ല ആ ഭാഗ്യവതിയെ. അതുകൊണ്ടൊരു ശ്ലോകം വൃത്തം മാറ്റി, നല്ലൊരു വൃത്തത്തിൽ ഒരു ശ്ലോകം മാറ്റി വെച്ചു ഈ സ്തുതിയിൽ തന്നെ അവസാനം. അതിന് കാണാം. എന്നാലും എന്തൊക്കെ പറഞ്ഞു കൃഷ്ണ, നീ എന്നോട് കാണിക്കുന്ന സ്നേഹം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇതാണ് ഭക്തി. ഭഗവാനോട് നന്ദി പറയല ഭക്തി, അല്ലാണ്ട് കിട്ടിയില്ല പരാതി പറയലല്ല. ഭഗവാൻ പറഞ്ഞത്, അമ്മ പറഞ്ഞത് എന്താ ഇവിടെ? എനിക്കറിയാം നീ നിൻ്റെ പെറ്റ അമ്മയോട് കാണിക്കുന്നതിനേക്കാൾ സ്നേഹം എന്നോട് കാണിക്കുന്നുണ്ട്. എത്രയോ കാലം പാവം നിന്നെ പ്രസവിച്ച ദേവകി കാരാഗ്രഹത്തിലായിരുന്നു. 11 വർഷം പാവം ദുഃഖിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നീ അവളെ മോചിപ്പിച്ചത്. പക്ഷേ എപ്പോഴെപ്പോഴൊക്കെയാണോ എനിക്ക് വിഷമം വരുന്നത് അപ്പോഴൊക്കെ നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. സന്ദർഭം പറയണോ? പറയാം. വിഷാദ്, വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയില്ലേ എൻ്റെ മകനെ? ആരെ? ഭീമനെ. ദുര്യോധനാദികൾ ധൃതരാഷ്ട്ര കൂട്ടു നിന്നിട്ടുണ്ട്. ഉപ്പുമാവിൽ വിഷം വെച്ച് അങ്ങോട്ട് കൊടുത്തു. ഇയാൾ കഴിക്കുകയും ചെയ്തു. അവസാനം കൊണ്ടുപോയിട്ട് ബോധം പോയി കെട്ടി തൂക്കി എവിടെ കിട്ടു? അങ്ങനെ ആ നദിയിലേക്ക് അങ്ങോട്ട് സമുദ്രത്തിൽ അങ്ങോട്ട് ഇട്ടു. നേരെ അങ്ങോട്ട് പോയി നാഗലോകത്തെത്തി. ഭീമനെ കണ്ട സമയത്ത് നാഗരാജാവ് പറയാണ്, ഇത് കൃഷ്ണൻ്റെ ബന്ധുവാണല്ലോ. അപ്പോഴാണ് ആദ്യമായിട്ട് പേര് കേൾക്കണത് തന്നെ. ആര്? ഭീമൻ. കൃഷ്ണൻ കേൾക്കുകയാണ്. ഇയാളെ വേഗം തന്നെ തിരിച്ചു കൊണ്ടയക്കൂ. നല്ല ആസവങ്ങളൊക്കെ കൊടുത്തു. 10,000 ആനകളുടെ ശക്തി അത് കിട്ടി. കൊല്ലാൻ നോക്കിയതാ. അതെന്തുണ്ടായി? അത് ഉപകാരമായിട്ട് മാറുകയുണ്ടായത്. അങ്ങനെ 10,000 ആനകളുടെ ശക്തിയും കിട്ടി. അമ്മയുടെ അടുത്തെത്തി. കുന്തിദേവിയോട് ഭീമൻ ചോദിക്കുകയാണ്. അവിടുന്ന് എല്ലാവരും പറയുന്നുണ്ട്, അമ്മേ കൃഷ്ണൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ കൃഷ്ണൻ്റെ ആളുകളാലേ? അതെ, അതാണ് സത്യം. അതറിഞ്ഞാൽ ദുഃഖമില്ല. കൃഷ്ണനെ കാണുന്നതിന് മുമ്പ് തന്നെ അനുഗ്രഹം വന്നു തുടങ്ങി. വിഷാദ് മഹാഗ്നേ, അരക്കിലത്തിൽ വെച്ച് ചുട്ടുകൊല്ലാൻ നോക്കിയില്ലേ? ആര് രക്ഷിച്ചു? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. മഹാഗ്നേഹേ പുരുഷാദ ദർശനാത്, എത്രയോ രാക്ഷസന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അത് ഇവരുടെ കേമത്തൊന്നുമല്ല, ഭഗവാന്റെ കാരുണ്യമാണ്. അതൊക്കെ ആർക്കറിയാം? കുന്തിദേവിക്ക് അറിയാം. തൻ്റെ മക്കളെ കേമത്തല്ലത്. ആരുടെ കേമത്താണ്? തൻ്റെ സഹോദരൻ്റെ പുത്രൻ കൃഷ്ണൻ്റെ കേമത്താണെന്ന് ആ അമ്മയ്ക്കറിയാം. പുരുഷാദ ദർശനാത് അസത്സഭായ, എൻ്റെ മക്കളുടെ കേമത്തല്ല എന്ന് പറഞ്ഞു തരാം, തെളിവ് കാണിച്ചു തരാം. അസത്സഭ, പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് എൻ്റെ 5 മക്കൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഭർത്താക്കന്മാർ. അവൾ പൊട്ടിക്കരഞ്ഞ് അവരോടൊക്കെ സഹായം അഭ്യർത്ഥിച്ചപ്പോഴും ധർമ്മപുത്രർക്ക് സാധിച്ചില്ല. വില്ലാളി വീരനായിട്ടുള്ള അർജുനന് പറ്റിയിട്ടില്ല, ഭീമന് പറ്റിയില്ല, നകുല സഹദേവന്മാർക്ക് പറ്റിയിട്ടില്ല. ഭീഷ്മരും ദ്രോണരൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടോ തല താഴ്ത്തിരിക്കുകയായിരുന്നു. എന്തു ചെയ്യും? അത്രയ്ക്കധികം അവരെ സ്വാധീനിച്ചു കലി. ചിലരുടെ പവർ വലിയ പവറായിരിക്കും. അതാണ് ദുര്യോധനൊക്കെയുള്ള ശക്തി. അത് അവരൊക്കെ സ്വാധീനിച്ചു. ഊണ് കഴിക്കുന്നത് ദുര്യോധനൻ്റെ അല്ലേ, അതുകൊണ്ട് എതിര് പറയാൻ പറ്റുമോ എന്ന് കരുതി ഈ അധർമ്മം കണ്ടിട്ടും അദ്ദേഹം മീശ പിരിച്ചില്ല. ഒന്ന് കണ്ണുരുട്ടിരുന്നെങ്കിൽ അധർമ്മം ചെയ്യില്ലായിരുന്നു. ഭീഷ്മരെന്ന് കണ്ണുരുട്ടിയാൽ മതി, ദുശാസൻ ഈ വൃത്തികേട് കാണിക്കില്ല. പക്ഷേ ഭീഷ്മർക്ക് പറയാൻ തോന്നിയില്ല. അല്ല, അതിൻ്റെ ഫലം അദ്ദേഹം അനുഭവിച്ചു കേട്ടോ. കുറച്ച് ദിവസം ICUയിൽ കിടന്നിട്ടുണ്ട്, എന്നിട്ടേ പോയിട്ടുള്ളൂ. ശരശയ്യ ഭീഷ്മർക്ക് പോലും. എന്തേ കാരണം? ഈ അധർമ്മത്തിന് കൂട്ടുനിന്നു. പറയേണ്ട സമയത്ത് പറയണ്ടേ? പ്രായമുള്ളവർ മുതിർന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? പറയേണ്ട സമയത്ത് പറയണം, അല്ലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ഇതവിടെ നിന്നില്ലേ? അസത്സഭായ, അവൾ കരഞ്ഞു, കുറേ കരഞ്ഞു.
അവസാനം മനസ്സിലായി കാരണത്തൊന്നും കാര്യമില്ല, വിളിക്കേണ്ടത് ആരെയാ, ഇവരെ വിളിച്ചിട്ട് കാര്യമില്ല, വിളിക്കേണ്ട ആളെ വിളിക്കണമെന്ന് മനസ്സിലാക്കി. ഹാ കൃഷ്ണ ദ്വാരകാവാസിൻ, കൃഷ്ണ എന്നങ്ങോട്ട് വിളിച്ചപ്പോൾ ഭഗവാൻ സന്തോഷമായി. നോക്കിയിരുന്നു, എന്താ ദ്രൗപദി നീ എന്താ എന്നെ വിളിക്കാത്തത്? ഭഗവാൻ കല്യാണ സരസിൽ നിന്ന് പട്ടുസാരിയൊക്കെ കൈപിടിച്ച് നിൽക്കുകയാണ്, വിളിക്കേണ്ടപ്പോൾ. ഹാ കൃഷ്ണ എന്ന് വിളിച്ചതും ഇവളെ മാനം കാക്കാൻ ഭഗവാൻ സാരിയായിട്ട് ഓടി വരികയാണ്. അപ്പോഴാണ് ദ്വാരകാവാസിൻ വിശേഷണം, ദ്വാരകയിലിരിക്കുന്ന കൃഷ്ണ. ഭഗവാൻ തലയിൽ കൈവച്ചു. കുറച്ച് സാരി നിൻ്റെത് പോവും, എന്നോട് ദേഷ്യം തോന്നരുത്, നീ എന്നെ വിളിച്ചത് ദ്വാരകയിലിരിക്കുന്ന കൃഷ്ണ എന്നാണ്, എനിക്ക് ദ്വാരകയിൽ പോവാണ്ട് വരാൻ വയ്യ. നീ അങ്ങനെയാണ് കാണുന്നത്, ദ്വാരകയിലിരിക്കുന്ന കൃഷ്ണൻ എന്ന് വിളിച്ചത് കുറച്ച് ദൂരം ഉണ്ടാവും, നേരെ കുറച്ച് ഇവിടെ ഇരിക്കുന്ന കൃഷ്ണൻ എന്ന് വിളിച്ചാൽ വലിയ ദൂരം ഉണ്ടാവില്ല. അതുകൊണ്ട് ദൂരത്തായിട്ട് കാണണ്ട, അടുത്തായിട്ട് കാണുക, തൻ്റെതാക്കി മാറ്റുക. തന്നിൽ തന്നെ വിളങ്ങുന്ന ചൈതന്യമായിട്ട് കണ്ടാൽ ദുഃഖമില്ലാണ്ടിരിക്കാം. കുറച്ച് സാരി പോയപ്പോഴാണ് തിരിച്ചറിവുണ്ടായത്, അവൾ ഹൃദയ കമലവാസിൻ, എൻ്റെ ഹൃദയത്തിലിരിക്കുന്നവനെ, ഹൃദയമാകുന്ന താമരയിൽ ശോഭിക്കുന്നവനെ എന്ന് വിളിച്ചപ്പോഴോ ക്രന്ദന്ത്യായ യാജ്ഞസേന്യ സകരുണമകൃതാഹച്ചേലമാലാമനന്താം, ഒരു ഭാഗത്ത് ദുശാസൻ അങ്ങനെ അഴിക്കുന്നു, ഭഗവാൻ അങ്ങനെ കൊടുക്കുന്നു. എത്ര അഴിച്ചിട്ടും തീരണില്ല. രാവിലെ 8 മണിക്ക് തുടങ്ങിയത് വൈകുന്നേരം 5 മണിയായി. ദുശാസനം ബോറടിച്ച് നിർത്തിപ്പോയി, എനിക്ക് വയ്യേട്ടാ എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി പോവുകയുണ്ടായത്. ഇതെങ്ങനെ? 5 ഭർത്താക്കന്മാരുണ്ടായിട്ട് ആ സ്ത്രീയുടെ മാനം കാക്കാൻ ആര് വേണ്ടി വന്നു? ഭഗവാൻ വേണ്ടി വന്നില്ലേ? സ്ത്രീകളുടെ മാനത്തിന് ഇത്രയധികം വില കൽപ്പിക്കുന്ന ഒരു പുരുഷൻ ലോകത്ത് വേറല്ല. അതുകൊണ്ട് എനിക്കറിയാം, ഞങ്ങളിപ്പോൾ സമാധാനമായിട്ടിരിക്കുന്നത് നിൻ്റെ കാരുണ്യം കൊണ്ടാണ്, അതല്ലാതെ ഈ മക്കളുടെ കേമത്വം കൊണ്ടൊന്നുമല്ല. മൃധേ മൃധേനേക മഹാരഥാസ്ത്രത, ഈ മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കൃഷ്ണൻ ഡ്രൈവറായിട്ടിരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ കാണായിരുന്നു കഥ. മൃധേ മൃധേനേക മഹാരഥാസ്ത്രത, കർണൻ്റെ നാഗാസ്ത്രത്തിന് രക്ഷിച്ചില്ലേ? തല പോണ്ടതായിരുന്നു അർജുനൻ്റെ. അസ്ത്രങ്ങൾ വന്നപ്പോൾ ഭഗവാൻ ഒന്നങ്ങോട്ട് അമർത്തി തേരങ്ങോട്ട് താഴ്ന്നതുകൊണ്ട് എന്തുപോയി? കിരീടം പോയിട്ടുള്ളൂ. എന്നിട്ട് ആ കുഴി തന്നെ ആരെ വീഴ്ത്തി? അത് കർണനെ വീഴ്ത്തും ചെയ്തു. കൃഷ്ണനെപ്പോലൊരു ഡ്രൈവർ ഉള്ളത് കൊണ്ടാണ് രഥം താഴ്ന്ന സമയത്ത് കൃഷ്ണൻ തന്നെ എടുത്ത് തോളിൽ വെച്ച് പൊന്തിക്കേണ്ടായത്. സ്വതവേ പറയാം, ഇത് ഡ്രൈവറുടെ പണിയല്ല എന്നാണ് പറയാം. മെക്കാനിക്ക് അതൊക്കെ വേറെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയിക്കോളൂ, ഡ്രൈവർ പണി ഓടിക്കൽ മാത്രമെന്ന് പറയും. ഒന്നും പറഞ്ഞിട്ടില്ല. കൃഷ്ണൻ തന്നെ അത് തോളിലെടുത്ത് വെച്ച് നേരെയാക്കി വണ്ടി ഓടിച്ചു. എന്നാൽ ഈ സ്ഥാനത്ത് ശല്യരാവട്ടെ, കർണൻ്റെ തേരാളി ശല്യരാവട്ടെ. കർണൻ പറഞ്ഞു, ഈ തേരൊന്ന് പൊന്തിക്കണടോ എന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ പണിയല്ല, എൻ്റെ പണി ഡ്രൈവിങ് മാത്രമാണ്, താൻ വേണമെങ്കിൽ തോളെടുത്ത് വെച്ച് പൊന്തിക്കുക. അങ്ങനെയാണ് കർണൻ മരിക്കുന്നത് തന്നെ. ഇവിടെ ഈ പാണ്ഡവരൊക്കെ നേരെയാവാൻ കാരണം കൈവർത്തക കേശവ, ഈ കേശവൻ കൂട്ടുകാരനായിട്ടുള്ളത് കൊണ്ട് പാണ്ഡവർ രക്ഷപ്പെട്ടു. വനവാസകൃച്ഛ്രത, ആ മഹർഷിയുടെ ശാപത്തിന് രക്ഷിച്ചില്ലേ ദുർവാസ മഹർഷി. ദുര്യോധനൻ പറഞ്ഞയച്ചു പാണ്ഡവർക്ക്, അവർ നേരെ കാണുമ്പോൾ വല്ലാത്ത വിഷമം, അവരെ നശിപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ്. കാട്ടിലെങ്കിലും സമാധാനമായിട്ട് കഴിയട്ടെ വിചാരിച്ചുകൂടെ, അതില്ല. അവരെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തെ കുറച്ച് വൈകി പോയാൽ മതിയിട്ട് അപ്പോഴേക്കേ അവിടെ ഊണാവുള്ളൂ എന്ന് പറഞ്ഞു. പാഞ്ചാലിയുടെ ഭക്ഷണം കഴിഞ്ഞിട്ട് ആരെത്താവും? ദുർവാസ മഹർഷി എത്താവ് കരുതിയിട്ടാണ്. അങ്ങനെ 2 മണി 2:15 ആകുമ്പോൾ ദുർവാസ മഹർഷി അങ്ങോട്ട് വന്നു. പൂമുഖത്തിരിക്കുന്ന ധർമ്മപുത്രരാവട്ടെ അകത്തുണ്ടോ ഇല്ലെന്ന് അന്വേഷിക്കാണ്ട് ഊൺ തയ്യാർ മഹർഷേ പോയി കുളിച്ചു വരൂ എന്ന് പറഞ്ഞു. കാരണം മറ്റേ പാത്രം ഉണ്ടല്ലോ, അക്ഷയപാത്രം ഉണ്ട്, ചോദിച്ചാൽ എന്തും കിട്ടും എന്നുള്ള ആ വിചാരത്തിൽ അങ്ങോട്ട് പറഞ്ഞതാണ്. പക്ഷേ പാഞ്ചാലി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അവൾ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ആ പാത്രം കിട്ടിയത് എന്താ? ആരുടെ കാരുണ്യാണ്? ഭഗവാൻ വന്ന് പറയുന്നുണ്ട്, എൻ്റെ പാത്രം കണ്ട് എടുക്കുമെന്നാണ് പറയുന്നത്. അഗ്നിദേവനല്ലേ കൊടുത്തത്? സൂര്യദേവനല്ലേ കൊടുത്തത്? സൂര്യനാരായണ കൊടുത്തത്. സൂര്യനിലൂടെ കൊടുത്തതാരാ? ഭഗവാൻ തന്നെയാണ്. ആ പാത്രം ഉണ്ടല്ലോ കരുതി ധർമ്മപുത്രർ വന്നു, പാഞ്ചാലിയോട് പറഞ്ഞു, അതെ മഹർഷി പോയിട്ടുണ്ട്, കുളിച്ചു വരുമ്പോഴേക്കും വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അവൾ തലയെ കൈവച്ച് പറഞ്ഞു, ഞാൻ കഴിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ അദ്ദേഹം വന്നാൽ നമുക്ക് എന്താവണം തീരുമാനിക്കാം, കല്ലാവണോ പുല്ലാവണോ എന്നുള്ളത് തീരുമാനിക്കാം. ശാപത്തിൻ്റെ കാര്യത്തിൽ 2 ആളെ കെട്ടിയ ശപിക്കായിരുന്നു പറഞ്ഞ് നടക്കുക അദ്ദേഹം, ഇനിയിപ്പോൾ നോക്കണ്ട എന്ന് കരുതി വിഷമിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ധർമ്മപുത്രർ ആകെ ദുഃഖിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അറിയാതെ ആ ദ്രൗപദി കൃഷ്ണ എന്നങ്ങോട്ട് വിളിച്ചതും സത്യഭാമയുടെ കൂടെ ഭക്ഷണം കഴിച്ച് ഒരു പൂവമ്പഴം കഴിച്ച് സമാധാനമായിട്ടിരിക്കുന്ന ഭഗവാൻ പെട്ടെന്നൊരു വിശപ്പ്. അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേൽക്കുകയുണ്ടായുള്ളൂ. പിന്നെ ഭഗവാൻ അവിടെ കണ്ടിരുന്നു. സത്യഭാമ ചോദിച്ചു, എന്തേ ഇരുന്നു എന്ന്. ഞാൻ ആ ദ്രൗപദിയെ രക്ഷിക്കാൻ എഴുന്നേറ്റതാ. പിന്നെന്താ ഇരുന്നത്? അല്ല, ആ നാമം തന്നെ അവളെ രക്ഷിച്ചു. എന്താണ്? കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ നിന്നൊരു കൃഷ്ണൻ ഉണ്ടായി പുറത്തെത്തി. വിശക്കുന്നു ദ്രൗപദി പറഞ്ഞിട്ട് കരയാണ്. നല്ല വിശപ്പുണ്ട്, പാഞ്ചാലി എന്തെങ്കിലും തരുമോ ചോദിച്ച സമയത്ത് അവൾ പറഞ്ഞു, ഇങ്ങനെ പരീക്ഷിക്കരുത് കൃഷ്ണ, ഒരാൾ പോയിട്ടുണ്ട്, അയാൾക്ക് എന്താ കൊടുക്കണം നിശ്ചയില്ല. അതിനിടയ്ക്ക് താനും ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അധികമൊന്നും വേണ്ട, കുറച്ച് മതി ഇങ്ങോട്ട് എടുക്കുമോ? ആ പാത്രമല്ലേ? ഏത് പാത്രം? ഞാൻ തന്ന പാത്രം ഉണ്ടല്ലോ, അതങ്ങോട്ട് എടുത്തോളൂ പറഞ്ഞു. ഇല്ല, ഒന്നുമില്ല, ഞാൻ ഭക്ഷണം കഴിച്ച് കഴുകി കമഴ്ത്തിയതാണ്.
ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ പാത്രം കഴുകലല്ലേ, ഇങ്ങോട്ട് എടുക്കൂ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും എന്ന് പറഞ്ഞ സമയത്ത് ഇവൾ കൊണ്ടു കൊടുത്തപ്പോഴേ അതിൽ ചീരയുടെ ഇല, അന്ന് ചീരക്കറിയല്ല വിനിയോ ഭഗവാന്റെ സങ്കല്പം, ചീരയുടെ ഇല അതിലുണ്ടാവട്ടെ സങ്കല്പിച്ചു, അതിലുണ്ടായി, അതങ്ങോട്ട് കഴിച്ചു, ലേശം വെള്ളം കുടിച്ചു, എന്നങ്ങോട്ട് പറയലും ദുർവാസ മഹർഷിക്ക് 1000 സദ്യ ഒരുമിച്ചുണ്ടതുപോലെ. പിന്നെ പറയണ്ടല്ലോ, അദ്ദേഹം ഊളിട്ട് നീന്തി അങ്ങോട്ട് പോവുകയുണ്ടായത്, ഇങ്ങോട്ട് വന്നില്ല, കാരണം അവിടത്തെ ഒരു വറ്റിറങ്ങില്ല. ഇന്നത് ധർമ്മപുത്രർക്ക് വിഷമായാൽ പണ്ടൊരു വിഷ്ണുഭക്തനെ വിഷമിപ്പിച്ചിട്ട് ഓടേണ്ടി വന്നിട്ടുണ്ടേ, അംബരീഷൻ ചക്രം പിന്നാലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വയ്യ, അതുകൊണ്ട് പോവാം എന്ന് കരുതി ശപിക്കാൻ വന്ന അയാളെ തന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചില്ലേ. മൃധേ മൃധേനേക മഹാരഥാസ്ത്രത ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേ അഭിരക്ഷിത. ഇപ്പോൾ ദ്രൗണി അയച്ച ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിതാരാ? എനിക്കറിയാം, അതൊക്കെ നീയാണ്. എത്ര നന്ദി പറഞ്ഞാൽ മതിയാവും. ഈ അമ്മയ്ക്കൊരു പ്രാർത്ഥനയുള്ളൂ, വിപദഃ സന്തു, ആപത്ത് വരട്ടെ. എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണു? ആപദാമപഹർത്താരം ഇതല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക. അല്ല, ആപത്ത് വരട്ടെ. എന്താ കാരണം വെച്ചാൽ ആപത്തിൻ്റെ രുചി അറിയാത്തവളൊന്നുമല്ല ഞാൻ, പക്ഷേ ആപത്ത് വരുമ്പോഴേ കൃഷ്ണ നീ ഇങ്ങോട്ട് വരണുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആപത്ത് ഉണ്ടോ ഇല്ലയോ ഉള്ളത് വിഷയമല്ല, നിന്നെ കാണണം. നീ ഇങ്ങോട്ട് വരുന്നത് ആപത്ത് വരുമ്പോഴാണെങ്കിൽ അമ്മയ്ക്ക് ആപത്ത് വരട്ടെ എന്ന് പറഞ്ഞ അർത്ഥം ആപത്ത് വരട്ടെ എന്നല്ല, നിന്നെ കാണണം. നമ്മളും ഭാഗവത് ശ്രദ്ധിച്ച് കേൾക്കുന്നത് ആപത്ത് വരുമ്പോഴാണെങ്കിൽ ആപത്ത് വരട്ടെ എന്താണ് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള കൊതി, ആപത്ത് വരട്ടെ. അല്ലെങ്കിൽ ഇത്ര ശ്രദ്ധ ഉണ്ടാവില്ലല്ലോ. ദുഃഖിക്കുമ്പോൾ മാത്രമേ ഈശ്വര വിചാരം ഉണ്ടാവുള്ളൂ എങ്കിൽ ദുഃഖം കണ്ട് വരട്ടെ എന്ന് പറഞ്ഞ അർത്ഥം എപ്പോഴും ഈശ്വര വിചാരത്തോടു കൂടി ഇരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. വിപദഃ സന്തു ന ശശ്വത് തത്ര തത്ര ജഗദ്ഗുരോ. സത്യമാണ്, ദുഃഖം വരുമ്പം മാത്രമേ ഹൃദയം ശുദ്ധമാവുന്നുള്ളൂ. എപ്പോഴും സുഖം വരുമ്പം അഹങ്കാരം വർദ്ധിക്കുക എന്നല്ലാണ്ട് നല്ലതൊന്നും പഠിക്കാറില്ല. ദുഃഖം വരുമ്പോഴോ വ്യഥ പോലറിവോതിടുന്ന സദ്ഗുരുവും മർത്യനു വേറെയില്ല താൻ. വ്യഥ പോലെ നമ്മളെ നേരെയാക്കുന്ന ഒരു ഗുരു ലോകത്ത് വേറില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ദുഃഖം വരട്ടെ എന്നാണ് പ്രാർത്ഥന. നമോ അകിഞ്ചനവിത്തായ, ഒന്നുമില്ലാത്തവർക്കടിച്ച ലോട്ടറിയാണ് കൃഷ്ണ നീ. അകിഞ്ചനന്മാരുടെ വിത്തം, കുചേലൻ്റെ വിത്തം. അകിഞ്ചനവിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമാം. ഗോപ്യാതേ ത്വയി കൃതാകസിതാമതാവത്. നിൻ്റെ എത്ര അവതാരം, ആ അവതാരങ്ങൾ തന്നെ കൃഷ്ണാവതാരം. അതിൽ തന്നെ എത്ര അഭിനയം. ആ അഭിനയത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള അഭിനയം നീ അമ്മയെ പറ്റിക്കാൻ വേണ്ടി അമ്മയുടെ മുന്നിൽ പേടി അഭിനയിച്ച് നിന്നില്ലേ കൃഷ്ണ? ഏത് ഭഗവാൻ? കാലൻ പോലും കൃഷ്ണനെ പേടിച്ചിട്ടാണ് ഓടുന്നത്. ആ ഭഗവാൻ ഇടയപ്പെണ്ണിൻ്റെ മുന്നിൽ ഗോപ്യാതേ ത്വയി കൃതാകസിതാമതാവത് യശോദയെ നമസ്കരിക്കുകയാണ് ഉദിദേവി. ഒരു ശ്ലോകം തന്നെ യശോദയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്ത് ഭാഗ്യമാണ് അവൾ ചെയ്തത്. എന്ന തപം ചെയ്തനേ യശോദ, എന്ന തപം ചെയ്തനേ. എന്ത് തപസ് ചെയ്തു നീ? കൊഞ്ചി അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ. നിന്നെ കെട്ടിടുന്നു, ഒരൻ്റെ മോള് കെട്ടിടുന്നു, വായ തുറക്കാൻ പറയണു, വായ പൊത്താൻ പറയണു, അടങ്ങിയിരിക്കാൻ പറയണു. ഇതൊക്കെ കേട്ട് നീ അടങ്ങിയിരിക്കുന്നു. ഗോപ്യാതേ ത്വയി കൃതാകസിതാമതാവത് യാതേ ദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്ത്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാമാം വിമോഹയതി ഭീരപിയത് ബിഭേതി. പേടിക്ക് പോലും കൃഷ്ണ നിന്നെ പേടിയാണ്. നിന്നെ പേടിച്ചിട്ടാണ് കാറ്റ് വീശണത്, നിന്നെ പേടിച്ചിട്ടാണ് മഴ പെയ്യണത്, നിന്നെ പേടിച്ചിട്ടാണ് ഇടി വെട്ടണത്, നിന്നെ പേടിച്ചിട്ടാണ് ഭൂമി തിരിയണത്. എന്നിട്ട് നീ അമ്മയുടെ മുന്നിൽ പേടി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമാവട്ടെ കരുതിയിട്ടെ പേടി അണിച്ചാൽ വരണമില്ല. അമ്മയ്ക്ക് എന്നെ തല്ലണമെന്നൊന്നുമില്ല. അമ്മയ്ക്ക് എന്ത് മതി? കൃഷ്ണൻ ഒന്ന് പേടിച്ച് കണ്ടാൽ മതി, അത്രയേ വേണ്ടൂ. അവസാനം ഭഗവാൻ തോന്നി ഒന്ന് പേടിക്കണമെന്ന്, പക്ഷെ വരണ്ടേ, ഭയം എന്താണെന്ന് അറിയില്ലല്ലോ. അവസാനം ഭഗവാൻ ആരെ വിളിച്ചു? അല്ലയോ ഭയദേവതേ, നീ ഒന്ന് വന്ന് എൻ്റെ മുഖത്ത് നിൽക്ക്, എൻ്റെ അമ്മ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ സമയത്ത് ഭയദേവത വന്നു, പക്ഷെ മുഖത്ത് നിന്നില്ല. കാരണം ഭയത്തിന് ആരെ പേടി? കൃഷ്ണനെ പേടി. മുട്ടുകുത്തി മാറി എന്ന് തൊഴുതും കൊണ്ട് പറയാണ്, കൃഷ്ണ അങ്ങയുടെ മുഖത്തിരിക്കാൻ എന്നോട് പറയണതേ, എനിക്ക് അങ്ങയെ പേടിയാ എന്നാര് പറയണു? ഭീരപിയത് ബിഭേതി. എന്നിട്ടും ഭഗവാൻ ആ ഭയത്തെ നോക്കി അതുപോലെ അനുകരിച്ചു. ചുണ്ടിങ്ങനെ മലർത്തിയാൽ ഭയമുണ്ടെന്നാണ് ഭാവം. ഇങ്ങനെയാക്കി. കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ ഭയം ഉണ്ടെന്നല്ലേ പറയുക. ആയിക്കോട്ടെ, എന്നാൽ വെള്ളം വരട്ടെ. കയ്യിലുള്ള വെണ്ണ ആ കൺമഷിയോട് ചേർത്തങ്ങോട്ട് തിരുമ്മിയ സമയത്ത് കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. അമ്മയെ നോക്കി എന്ന് പറഞ്ഞ് കരയുന്നു. അമ്മ പിന്നെ പറഞ്ഞു അത്രേ, എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ കരഞ്ഞിട്ടില്ല എന്ന്. കാരണം എന്താ? നീ കരയണ സമയത്ത് വെണ്ണ കഴിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണ. എന്താണ്? അമ്മയ്ക്ക് സന്തോഷം വേണ്ടി എന്ന് പറഞ്ഞ് കരയും, എന്ന് പറഞ്ഞ് വെണ്ണ കഴിക്കും, പിന്നെ അമ്മയ്ക്ക് വേണ്ടി കരയും, അതിനിടയ്ക്ക് വെണ്ണ കഴിക്കും. ആരെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഭയന്നുകൊണ്ടിരിക്കുമ്പം വെണ്ണ കഴിക്കുക? ഭീരപിയത് ബിഭേരി. എന്തിനാ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ?
മനസ്സ് നിൽക്കാൻ സ്വയം നമ്മൾ കുന്തിദേവിയായിട്ട് മാറി ഭഗവാനെ കാണുക, അല്ലെങ്കിൽ ഈ കഥ കേൾക്കുമ്പോൾ യശോദയായിട്ട് മാറി ഭഗവാനെ മകനായിട്ട് കാണുക. ഇങ്ങനെ എത്ര എത്ര ചിത്രങ്ങൾ ഭഗവാൻ വരച്ചു വെച്ചു. ഏതെങ്കിലും ഒരു ചിത്രം മനസ്സിൽ പതിയട്ടെ, മറ്റ് ദുഃഖങ്ങളില്ലാണ്ടാവട്ടെ. അതിനു വേണ്ടിയിട്ടാണ് നീ അവതരിച്ചത്. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭീഷ്ണശസ്മരന്തി നന്ദന്തി തവേഹിതം ജനാഹ ത ഏവ പശ്യന്ത്യചരേണ താവകം ഭവപ്രവാഹോ പരമം പദാംബുജം. പലരും പറയും ഭൂമിയുടെ ഭാരം തീർക്കാനാണ്. ഏയ്, പാണ്ഡവരെ അനുഗ്രഹിക്കാനാണ്. അല്ലേ അല്ല. നീ അവതരിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? നീ അവതരിച്ചത് സപ്താഹക്കാർക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവരെങ്ങനെ കഞ്ഞി കുടിക്കുക? നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും ഈശ്വര? അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പം 7 ദിവസം അങ്ങനെ കഴിഞ്ഞു, അത് കഴിഞ്ഞ് അടുത്ത 7 ദിവസം അങ്ങനെ കഴിഞ്ഞു. ഭഗവാൻ അവതരിച്ചില്ലെങ്കിൽ നമ്മൾ ഏത് കഥ പറയും? എങ്ങനെ ഈ ദുഃഖത്തെ തരണം ചെയ്യാൻ സാധിക്കും? എത്ര വലിയ ചൂടാണെങ്കിലും മഴ പെയ്താൽ തീരില്ലേ? ഇതുപോലെ ഈ കഥയാകുന്ന മഴ ഇങ്ങോട്ട് പെയ്താൽ ദുഃഖങ്ങളൊക്കെ മറന്ന് അങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ലേ? അതിനു വേണ്ടിയാണ് നീ അവതരിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. അഥ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സുഖേഷുമേ. നിന്നെ ആശ്രയിച്ചാൽ നീ അനുഗ്രഹിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാണ്ഡവരെ നീ എത്ര ദിക്കിൽ നിന്ന് അനുഗ്രഹിച്ചു. തരിശു ഭൂമി ധൃതരാഷ്ട്രർ കൊടുത്തു. ഒന്നിനും പറ്റില്ല, അങ്ങനെ ഒരു ഭൂമിയാണ്. ഭഗവാൻ കൊണ്ടുപോയിട്ട് പാണ്ഡവരെ നിങ്ങൾക്ക് വേണ്ടി വല്യച്ഛൻ തന്ന ഭൂമി കണ്ടില്ലേ, നോക്കിയാരും എന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കിയപ്പോഴേക്കും അതൊക്കെ അങ്ങോട്ട് പൂക്കാൻ തുടങ്ങി, തളിർക്കാൻ തുടങ്ങി, ഭൂമി ശുദ്ധമായി, ഭംഗിയായി. ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യല്ലേ? നീ നോക്കിയില്ലായിരുന്നെങ്കിൽ. സ്നേഹപാശമിമം ചിന്തി. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ പാണ്ഡവരോടുള്ള മമത അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ ഹൃദയം പൂർണ്ണമായിട്ട് നിനക്ക് തരണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ, നിൻ്റെ കാരുണ്യം കൂടി വേണ്ടേ? അതുകൊണ്ട് എൻ്റെ മനസ്സ് ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു, നീ സ്വീകരിക്കണം. സ്നേഹപാശമിമം ചിന്തി. ഈ സ്നേഹമാകുന്ന കെട്ടെന്ന് പൊട്ടിച്ചു തരുമോ കൃഷ്ണ എന്ന് പറഞ്ഞ് തൊഴുതങ്ങോട്ട് നമസ്കരിക്കുന്നു. യോഗേശ്വര, എനിക്ക് ആരുമില്ല കൃഷ്ണ. ഭർത്താവ് മരിച്ചു, ബന്ധുക്കളൊന്നും വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നുമില്ല. അച്ഛനില്ലാണ്ടാണ് ഞാൻ ഈ മക്കളെയൊക്കെ വളർത്തി വലുതാക്കിയത്. എൻ്റെ ബന്ധുവും ഗുരുവും സുഹൃത്തും മകനും എല്ലാം നീയാണ്. യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. തൊഴുതമ്മ അങ്ങോട്ട് നമസ്കരിച്ചു. മന്ദം ജഹാസ വൈകുണ്ഠ. അമ്മയുടെ കൈ പിടിച്ച് അങ്ങോട്ട് ഭഗവാൻ എഴുന്നേൽപ്പിക്കുന്നു. കെട്ടിപ്പിടിച്ച് അമ്മയെ നോക്കി പുഞ്ചിരിക്കുന്നു. മന്ദം ജഹാസ. മതിയല്ലോ, ഇപ്പം എന്താ വേണ്ടത്? ആ ചിരിയിൽ ഒക്കെ കഴിഞ്ഞു. എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ നമസ്കരിക്കണത്? അമ്മ പറഞ്ഞ പരാതിയൊക്കെ ഞാൻ കേട്ടു. മക്കളോടുള്ള സ്നേഹം ഒഴിവാക്കണത്രേ. എന്തിനാ അത് ഒഴിവാക്കണത്? നല്ലോണം അങ്ങോട്ട് സ്നേഹിക്കൂ, എന്തിനും ഒഴിവാക്കണം? അമ്മ ഇപ്പം എൻ്റെ മക്കളെന്ന് വിചാരിക്കുന്നുണ്ട്, അതങ്ങോട്ട് ഒഴിവാക്കിക്കോളൂ. പകരം എന്ത് ചെയ്തോളൂ? ഭഗവാന്റെ ഭക്തന്മാരെന്ന് വിചാരിച്ചാൽ മതി. അമ്മയുടെ വലിയൊരു ഭാഗ്യം എന്താ ഞാൻ പറയട്ടെ? സ്വതവേ നമുക്ക് ബന്ധുക്കളായിട്ട് വരുന്നവർ ഭക്തന്മാരായിക്കൊള്ളണമെന്നില്ല. എന്താണ് പലരും വിഷമം അതാണ്. എന്താ ചെയ്യുക? മൂപ്പർക്ക് ഭക്തിയില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ആ പെട്ടിക്കടയിൽ പോയിരിക്കും, എന്നിട്ട് കഴിഞ്ഞാൽ വിളിച്ചോളാനാ പറയുക. ഒന്നിരുന്ന് ലേശം കേട്ടാൽ എന്താ? അങ്ങനെയാണ് പലരും പരാതി. ഇനി ഭർത്താവിന് താല്പര്യം ഉണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല. എന്താ ചെയ്യുക? ഭാര്യ കാണിച്ചാൽ ഒന്നും താല്പര്യമില്ല. എപ്പോഴെങ്കിലും ഒന്ന് വന്നിരുന്ന് കേൾക്കണം ഞാൻ ആഗ്രഹിക്കാറുണ്ട്, പക്ഷേ അവർക്ക് തോന്നണ്ടേ. ഇനി ഭാര്യയും ഭർത്താവിനും മക്കൾ വന്നിരിക്കണില്ലാനുള്ള പരാതി. മക്കൾ കാണിച്ചാൽ അച്ഛനും ഇത്രയൊക്കെ പ്രായം, എന്നിട്ടും ലേശം 2 അധ്യായം കേൾക്കണം എന്നൊരു വിചാരം അവർക്കില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ മക്കൾക്കും ഭക്തി ഉണ്ടെങ്കിൽ വന്ന കുട്ടികൾക്കതില്ലല്ലോ. മരുമക്കൾ ഇങ്ങോട്ട് വേണ്ടതുപോലെ ആയില്ലല്ലോ. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? എന്നാൽ അമ്മയുടെ കാര്യത്തിൽ 5 മക്കളും ഭക്തന്മാർ. വന്നു കയറിയ കുട്ടി ദ്രൗപതിയാണെങ്കിൽ ആവൂ പറയും വേണ്ട. അമ്മയുടെ ഗൃഹമല്ല, ഭജനമഠ. എപ്പോഴും അവിടെ കൃഷ്ണ 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 കൃഷ്ണ. ഭാഗ്യല്ലേ അത്? അതുകൊണ്ട് അമ്മ അങ്ങനെ ചിന്തിക്കും. എൻ്റെ മക്കളെന്ന് വിചാരിക്കേണ്ട, കൃഷ്ണൻ്റെ ആളുകളെന്ന് വിചാരിച്ചാൽ ദുഃഖമില്ലാണ്ട് കഴിയാം. ഇതാണ് നമുക്കുള്ള പാഠം. എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി, എൻ്റെ വീട് അങ്ങനെ വിചാരിക്കേണ്ട. എൻ്റെ ശരീരം വിചാരിക്കേണ്ട. ഒക്കെ ഭഗവാന്റെ അങ്ങോട്ട് വിചാരിച്ചു പോകും. വിഷമമില്ലാണ്ടിരിക്കുക. ഭഗവാൻ നോക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഭഗവാൻ കൊണ്ടുപോകും. അത് ഭഗവാന്റെ ഇഷ്ടം. തന്നത് ഭഗവാനാണ്, എടുക്കാനും ഭഗവാൻ അവകാശമുണ്ട്. അതുകൊണ്ട് അമ്മ അങ്ങനെ വിചാരിച്ചു നോക്കൂ. അങ്ങയുടെ ഈ പാശം പൊയ്ക്കോളും, ഈ ബന്ധം പൊയ്ക്കോളും, ഹൃദയം ശുദ്ധമാവും എന്നാണ് ആ ചിരിയുടെ അർത്ഥം. കണ്ണൻ്റെ പുണ്യനാമവർണ്ണങ്ങൾ കർണത്തിലെന്നു കേൾക്കും ഞാൻ. കർണത്തിൽ കേട്ടു കോൾമയിർ കൊണ്ടു കണ്ണീരിലെന്നു മുങ്ങും ഞാൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കണ്ണീരിൽ
മുങ്ങി ശുദ്ധനായി നാമം തന്നെത്താനെന്നു പാടും ഞാൻ. തന്നെത്താൻ പാടി മോദത്താൽ മണ്ണും വിണ്ണുമെന്നു മറക്കും ഞാൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. മണ്ണും വിണ്ണും മറന്നു ഭക്തി സമ്പൂർണനായെന്നു തുള്ളും ഞാൻ. തുള്ളിക്കളിച്ചൻ സംസാര കളക്കളികളെന്നു മാക്യം ഞാൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. അക്കളം മാക്യം കേളി തുള്ളലിൽ അട്ടഹാസമെന്നാർക്കും ഞാൻ. അട്ടഹാസത്താൽ ശുദ്ധി ദിക്കുകളെട്ടിനുമെന്നു നൽകും ഞാൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ആട്ടവും കഴിഞ്ഞമ്മ തൻ മടിത്തട്ടിലേക്കെന്നു വീഴും ഞാൻ. വീണുമമ്മ തൻ ശീതളാംഗത്തിൽ സാനന്ദമെന്നുറങ്ങും ഞാൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഉറങ്ങുമ്പോഴുള്ളിൽ കായാമ്പൂവർണ്ണം കണ്ടുകൊണ്ടെന്നുണരും ഞാൻ. ഉണരുമ്പോൾ മുൻപിൽ കരിമുകിൽ വർണ്ണൻ തിരുമേനി എന്നു കാണും ഞാൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരി ശരണം മേ തവ ചരണയുഗം. ഹരി ശരണം മേ തവ ചരണയുഗം.